عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ, അവസാന നിമിഷം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. അർഹതയുള്ളവനെ മാത്രം ആരാധിക്കുക എന്ന തലക്കെട്ടിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തലക്കെട്ട് ഒരു പ്രസംഗത്തിന് ചർച്ചാ വിഷയമാക്കി എടുത്തത് എന്ന് ചോദിച്ചാൽ, വളരെ ചുരുങ്ങിയ മറുപടി പറയാനുള്ളത്, അർഹതയില്ലാത്ത പലരെയും ഇന്ന് ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ പോലും ആരാധനയുടെ പല ഇനങ്ങളും അള്ളാഹുവിനും കൊടുക്കും, അതോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്കും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആരാധന അത് അള്ളാഹുവിന് മാത്രമാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കലിമ പഠിപ്പിക്കുന്നത്. ഇലാഹി എന്ന വാക്കിന് ഖാലിഖ് എന്നോ റാസിഖ് എന്നോ മാലിക് എന്നോ അർത്ഥമില്ല. ഖാലിഖ് എന്നാൽ സ്രഷ്ടാവ്, മാലിക് എന്നാൽ ഉടമപ്പെടുത്തിയവൻ, അതുപോലെ തന്നെ റാസിഖ് എന്നാൽ ഉപജീവനം നൽകുന്നവൻ, ഭക്ഷണം നൽകുന്നവൻ. ഇതൊക്കെ അല്ലാഹുവാണ്. പക്ഷേ അതൊക്കെ ഇലാഹിന്റെ ഗുണങ്ങളാണെങ്കിലും ഇലാഹ് എന്ന വാക്കിന് അർത്ഥം അൽ മുസ്തഹിഖു ലിൽ ഇബാദ, ഇബാദത്തിനർഹൻ, ഇബാദത്തെടുക്കാൻ തരപ്പെട്ടവൻ എന്ന് മാത്രമാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇബാദത്തിനർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നാണ് ഒന്നാമത്തെ കലിമയുടെ അർത്ഥം. ഈ കലിമ അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങൾ തന്നെ അതിന് വിരുദ്ധമായ ആദർശത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നിവിടെ ഞങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണ്, ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബുകാരാണ് എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ സമസ്തക്കാർ, അവരേത് വിഭാഗത്തിൽ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെങ്കിലും അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ആകത്തുക ശിർക്ക് ഗൗരവമുള്ള കാര്യം തന്നെയാണ്. തൗഹീദ് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്നതിൽ ഞങ്ങൾക്കും തർക്കമില്ല. പക്ഷേ ഞങ്ങളിൽ ശിർക്കില്ല. തൗഹീദിന് വിരുദ്ധമായ ശിർക്കിന്റെ ലാഞ്ചന പോലും ഞങ്ങളുടെ അവിശ്വാസത്തിലോ പ്രവർത്തനത്തിലോ ഇല്ല. ഞങ്ങളിൽ ശിർക്കുണ്ട് എന്നത്, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ ചെറിയ വിഭാഗത്തിന്റെ അടുക്കൽ ശിർക്കുണ്ട് എന്നത് നിങ്ങളുടെ ആരോപണം മാത്രമാണ്, വസ്തുതയല്ല എന്നാണ് ഇവിടുത്തെ സമസ്തക്കാര്
പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന്റെ അപകടം എത്രയാണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ശിർക്കില്ലെന്ന് മാത്രമല്ല, മുസ്ലിം സമുദായത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ ശിർക്ക് വരാൻ സാധ്യതയില്ല എന്ന അപകടകരമായ വാദമാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു, നിങ്ങൾ ശിർക്കാരോപണത്തിലൂടെ മുസ്ലിമീങ്ങളുടെ മേൽ കുഫ്ർ ആരോപിക്കുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് നിരന്തരമായ തൗഹീദ് പ്രബോധനം ഈ നാട്ടിലും അത്യാവശ്യമാണ് എന്ന് കേരളത്തിലെ മുവഹിദുകൾ വിശ്വസിക്കുന്നതും ആ നിലക്ക് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും. എന്നാൽ സുഹൃത്തുക്കളെ, നമുക്ക് പരിശോധിക്കണം, മുസ്ലിമീങ്ങളിൽ ശിർക്ക് വരില്ലേ? ഷഹാദത്ത് കലിമ അംഗീകരിച്ചാൽ പിന്നെ അവർ ശിർക്കിനെ പേടിക്കേണ്ടതില്ലേ? ശിർക്കിനെ പേടിക്കേണ്ടതില്ല എന്നാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്? അല്ല എന്നതാണ് വസ്തുത. നമുക്കറിയാം, 7 വൻ പാപങ്ങളെ കുറിച്ച് പറയുന്ന ഹദീസ്, സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ? ഇജ്തനിബു അസ്തബ്അൽ മുബിഖാത്ത്, നാശകരങ്ങളായ 7 പാപങ്ങളെ നിങ്ങൾ പാടവർജിക്കണം. അപ്പൊ ഏതാണ് ആ പാപങ്ങളെന്ന് സഹാബികൾ ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ? ഒന്നാമത് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കൽ. അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട അവന്റെ അധികാരാവകാശങ്ങൾ അല്ലാഹുവിന്റെ പടപ്പുകൾക്ക് വകവെച്ചു കൊടുക്കൽ, അതാണ് ഒന്നാമത്തേത്. അപ്പൊ മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് വരുമെന്നാണോ വരില്ലെന്നാണോ അത് മനസ്സിലാക്കേണ്ടത്? ഏതൊരാൾക്കും മനസ്സിലാക്കുന്ന കാര്യമാണ്. സൂറത്തുർ റൂമിൽ അല്ലാഹു പറഞ്ഞു, മുനീബീന ഇലൈഹി വത്തഖൂഹു, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരായിക്കൊണ്ട്, വത്തഖൂഹു, നിങ്ങൾ അവനെ സൂക്ഷിക്കണം, വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ ശിർക്കുള്ളവരിൽ ഉൾപ്പെട്ടു പോകരുത്, ശിർക്കന്മാരിൽ പെട്ടുപോകരുത്. മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅ, തങ്ങളുടെ മതത്തെ കണ്ടം തുണ്ടമാക്കുകയും ഭിന്നിപ്പിക്കുകയും പല പാർട്ടികളാവുകയും ചെയ്തവരാണ് ശിർക്കന്മാർ. അപ്പൊ നിങ്ങൾ ശിർക്കന്മാരിൽ പെട്ടുപോകരുത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ശിർക്ക് വരുന്നതിനെ സൂക്ഷിക്കണം എന്നാണല്ലോ അതിന്റെ അർത്ഥം. ഇമാം അബൂദാവൂദ് തന്റെ സുനനിൽ ഉദ്ധരിച്ച ഹദീസിൽ ലാ തഖൂമുസ് സാഅ, അന്ത്യദിനം സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നെന്താ? ഹത്താ തല്ലഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീന, എന്റെ സമുദായത്തിലെ കുറെ ആളുകൾ മുശ്രിക്കീങ്ങളോട് ചേരും. വിശ്വാസത്തിലും ആചാരത്തിലും കർമ്മത്തിലുമൊക്കെ മുശ്രിക്കളുടെ വിശ്വാസം, മുശ്രിക്കളുടെ കർമ്മങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ എന്റെ ഉമ്മത്തിൽ വരും. വഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അൽ ഔസാൻ, എന്റെ ഉമ്മത്തിൽപ്പെട്ട കുറെ വിഭാഗങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകും. ഇതാര് പറഞ്ഞതാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ സംബന്ധിച്ച് പറഞ്ഞതാ. അപ്പൊ ശിർക്കിനെ പേടിക്കണ്ട എന്നാണോ? ശിർക്കിനെ ഭയപ്പെടേണ്ടെന്നാണോ? ഈ നോക്ക്, നിങ്ങൾ അഹ്ലു കിതാബിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ നടപടിക്രമങ്ങളെ, ചീത്തയായ മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ഉമ്മത്തിനോട് പറയാണ്, ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങളുടെ മുമ്പുള്ളവരുടെ നടപടിക്രമങ്ങളെ, തെറ്റായ നടപടിക്രമങ്ങളെ നിങ്ങൾ പിൻപറ്റും. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താലൗ ദഖലൂ ജുഹറ ലുബ്ബിൻ, അവരിൽ ഉടുമ്പിൻ മാളത്തിൽ കടന്നാൽ ദഖൽതുമുഹു, നിങ്ങളും അവരോടൊപ്പം പ്രവേശിക്കും. ഇത് കേട്ടപ്പോ സഹാബത്ത് ചോദിച്ചു, ഞങ്ങളെ മുമ്പുള്ളവർ എന്നതുകൊണ്ട് ആരെയാണ് നബിയെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? യഹൂദി നസാറാക്കളെയാണോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ഫമൻ, അല്ലാതെ മറ്റാരെയാണ്? കണ്ടോ? അപ്പൊ യഹൂദ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച വ്യതിയാനങ്ങൾ നിങ്ങൾക്കും സംഭവിക്കും. അവരെ തെറ്റായ നടപടിക്രമങ്ങളെ നിങ്ങൾ പിൻപറ്റും. യഹൂദി ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച വ്യതിയാനങ്ങളിൽ ഏറ്റവും വലിയ വ്യതിയാനം എന്താ? യഹൂദികൾ കാലത്തിൽ യഹൂദ് ഉസൈർ ഇബ്നുല്ലാഹ്, അള്ളാഹുവിന്റെ പുത്രൻ എന്ന് ഉസൈർ നബിയെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ ആരാധിക്കാൻ തുടങ്ങി. വകാലത്തിൽ മസീഹു ഈസ വകാലത്തിൽ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്, ഈസ മസീഹ് അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് നസാറാക്കളും പറഞ്ഞു, അദ്ദേഹത്തെ ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ പ്രവാചകന്മാരോടുള്ള സ്നേഹത്തിൽ അതിര് കവിയുകയും ആദരവ് അതിരുവിട്ട് ആരാധനയിലെത്തുകയും ചെയ്തു. ഇത് ഈ ഉമ്മത്തിലും സംഭവിക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. പല കാര്യങ്ങളുണ്ട്. യഹൂദി നസാറാക്കൾക്ക് പറ്റി അവരെ തെറ്റായ നടപടികൾ എന്ന് പറഞ്ഞ ഒരുപാടുണ്ട്. ഏറ്റവും പ്രധാനം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് ഈ വിഷയമാണ്.
ലാ തുത്രൂനി കമാ അത്രത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയമിനെ നസാറാക്കൾ അമിതമായി വാഴ്ത്തി പറഞ്ഞതുപോലെ, അതിരുവിട്ട് പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ അതിരുവിട്ട് വാഴ്ത്തല്ല കേട്ടോ. ഇന്നമാന അബ്ദുൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അതുകൊണ്ട് അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലും എന്ന് മാത്രമേ നിങ്ങൾ എന്നെ കുറിച്ച് പറയാവൂ, അതിനപ്പുറം പറയരുത്. അതാണല്ലോ ബുർദക്കാരൻ പറഞ്ഞത്, ദഅമദ്ദഅതുഹുന്ന സാറാ ഫീ നബിയിഹിമി വഹകും ബിമാ ശിഅത മദ്ഹം ഫീഹി വഹതകിമി. നസാറാക്കൾ അവരെ നബിയെ കുറിച്ച് പറഞ്ഞ വാക്ക് അത് നീ വിട്ടേക്ക്, അത് പറയണ്ട. ദൈവപുത്രൻ എന്ന് പറയണ്ട, ഇബ്നുല്ലാഹ് എന്ന് പറയണ്ട, അതല്ലാത്ത മദ്ഹ് എന്ത് വേണമെങ്കിലും പറഞ്ഞോന്നാ. എന്നാൽ സുഹൃത്തുക്കളെ, പറഞ്ഞ് ദൈവപുത്രൻ എന്നതിലപ്പുറം അള്ളാന്റെ സ്ഥാനത്തേക്ക് തന്നെ ഉയർത്തി. അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന അവസ്ഥ ഈ ഉമ്മത്തിൽ വന്നു. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വ്യക്തമായ തെളിവുകൾ നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് വരില്ല എന്നോ ശിർക്കിനെ പേടിക്കേണ്ടതില്ല എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മറ്റെല്ലാ കുറ്റങ്ങളെയും പാപങ്ങളെയും നമ്മൾ ഭയപ്പെടുന്നത് പോലെ, അതിനെ സൂക്ഷിക്കുന്നത് പോലെ ഇതിനെയും സൂക്ഷിക്കണം. എന്തെല്ലാം തെറ്റുകളും കുറ്റങ്ങളുണ്ട്, അതൊക്കെ ഈ ഉമ്മത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ഒരു തെറ്റാണ് ശിർക്ക്. അത് വിശ്വാസത്തിലാകാം, കർമ്മത്തിലാകാം. നോക്കൂ, നിങ്ങൾ നബിമാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഈ നാടിനെ, മക്ക രാജ്യത്തെ നിർഭയ രാജ്യമാക്കണേ എന്ന് പ്രാർത്ഥിച്ച ശേഷം പിന്നെന്താ പറഞ്ഞത്? വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും ഞങ്ങൾ ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും നീ അകറ്റി നിർത്തണേ. ബിംബാരാധനക്കെതിരിൽ സ്വന്തം ജീവൻ ഒഴിഞ്ഞുവെച്ച തൗഹീദിന്റെ നേതാവ് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം താനും തന്റെ മക്കളും ബിംബാരാധനയിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവോട് സഹായം തേടുകയാണ്. ഇതല്ലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? യാക്കൂബ് നബിയെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, അം കുന്തും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. യാക്കൂബ് നബിക്ക് മരണം വന്ന സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ ഹാജരുണ്ടായിരുന്നോ? അദ്ദേഹം തന്റെ മക്കളെ വിളിച്ച് ചോദിച്ചു, മക്കളെ, എനിക്കു ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? മക്കള് പറഞ്ഞതെന്താ? ഖാലൂ നഅബുദു ഇലാഹക വഇലാഹ ആബായിക ഇബ്രാഹിം വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. ഞങ്ങൾ നിങ്ങളുടെ ഇലാഹിനെ, നിങ്ങളെ പൂർവ്വപിതാക്കന്മാരായിരുന്ന ഇസ്മായിലിന്റെയും ഇസ്ഹാക്കിന്റെയും ഒക്കെ ഇലാഹിനെ അഥവാ അള്ളാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. അവന് ഞങ്ങൾ സർവവും സമർപ്പിച്ചവരായിരിക്കും. കണ്ടോ, മക്കൾ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകുമോ എന്ന പേടിയാണ് ഹസ്രത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉള്ളത്. അതുകൊണ്ട് ആ മക്കളോട് മരിക്കാൻ നേരത്തെ ചോദിക്കുന്നത്, ഞാൻ മരിച്ച ഞങ്ങൾ ആരെ ആരാധിക്കുക മക്കളെ? അപ്പൊ നബിമാർ പോലും സ്വന്തത്തെക്കുറിച്ചും സ്വന്തം കുടുംബങ്ങളെക്കുറിച്ചും ശിർക്കിനെ സംബന്ധിച്ച് ഭയപ്പെട്ടു എന്നല്ലേ സുഹൃത്തുക്കളായി മനസ്സിലാക്കേണ്ടത്? അപ്പൊ മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് വരൂല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ പറഞ്ഞത് ശിർക്ക് വരില്ല എന്നത് നിലവിലുള്ള ശിർക്കൻ പ്രവർത്തനങ്ങളെയും വിശ്വാസങ്ങളെയും വെള്ളപൂശാൻ വേണ്ടി ഇവിടുത്തെ ഖുബൂരി പണ്ഡിതന്മാർ കണ്ടുപിടിച്ചൊരു ദുർവ്യാഖ്യാനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയും പല തെളിവുകളും പറയാനുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ഒതുക്കുകയാണ്. ഇനി നിങ്ങൾ നോക്ക്, ഇതൊക്കെ കേൾപ്പിച്ചാലും ഇവർ ഒരു ഹദീസുമായിട്ട് വരും. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറിക്കൊണ്ട് പറഞ്ഞ കാര്യം. ബുഖാരിയിലുള്ള അതിന്റെ അവസാന വാചകം എങ്ങനെ? വഇന്നി വല്ലാഹി മാ അഖാഫു ബഅദി അൻ തുശ്രികൂ. അല്ലാഹുവാണ് സത്യം, നിങ്ങൾ എനിക്കു ശേഷം ശിർക്കിലകപ്പെടുമെന്ന് ഞാൻ പേടിക്കുന്നില്ല. വലാകിൻ അഖാഫു അൻ തനാഫസു ഫീഹാ, നിങ്ങൾ ദുനിയാവിൽ കടമത്സരം നടത്തുന്നതിനെയാണ് ഞാൻ പേടിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് ശിർക്കിനെ പേടിച്ചിട്ടില്ല. ഈ ഉമ്മത്തിൽ വ്യഭിചാരം ഉണ്ടാകും, ഈ ഉമ്മത്തിൽ കള്ളുകൂടി ഉണ്ടാവും, ഈ ഉമ്മത്തിൽ പലിശ ഉണ്ടാകും, ഈ ഉമ്മത്തിൽ പതുണ്ടാവും, അതുണ്ടാവും, പലതും ഉണ്ടാവും. പക്ഷെ ശിർക്ക് വരുമെന്ന പേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ല എന്ന് ഈ ഹദീസിലുണ്ട്. യഥാർത്ഥത്തിൽ ഉമ്മത്തിൽ അങ്ങനെ ഉണ്ടാവൂല എന്നാണോ ആ ഹദീസിന്റെ അർത്ഥം? അന്ന് പറഞ്ഞപ്പോ ഈ പറഞ്ഞ ഹദീസിനും ആയത്തിനൊക്കെ എതിരല്ലേ അത്? ഇപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞതിനൊക്കെ എതിരാവുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ വൈരുദ്ധ്യം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അതിന് നൽകിയ വ്യാഖ്യാനം എന്താ? രണ്ട് വ്യാഖ്യാനമുള്ളത്.
അത് നമ്മളെ വകയല്ല. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച് ഇവർ തന്നെ അംഗീകരിക്കുന്ന ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഫീഹി ഇൻദാറു ബിമാ സയഖഉ ഫവഖഅ കമാ ഖാൽ. വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് അതിലുള്ളത്. അത് റസൂൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വഹയിന്റെ അടിസ്ഥാനത്തിലെ മുന്നറിയിപ്പാണത്. എന്താണ്? വഅന്ന അസ്ഹാബഹു ലാ യുശ്രികൂന ബഅദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ നബിയുടെ വഫാത്തിന് ശേഷം ശിർക്കിലകപ്പെടുകയില്ല. ഫകാന കദാലിക, അത് അങ്ങനെ തന്നെ സംഭവിച്ചു. വബഖഅ മാ അൻദറ ബിഹി മിനത് തനാഫുസ്. പക്ഷേ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള, അപ്പൊ ഭരണത്തിനൊക്കെ വേണ്ടിയുള്ള കിടമത്സരങ്ങൾ അവർക്കിടയിൽ ഉണ്ടായില്ലേ? മുആവിയ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അല്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ശേഷം സമാന്തര ഭരണകൂടം ഉണ്ടാക്കുകയും അലി ബിൻ അബി താലിബ് മറ്റൊരു ഭരണകൂടം ഉണ്ടാക്കിയും അവർ തമ്മിൽ സഹാബികൾ ചേരിതിരിഞ്ഞ് യുദ്ധം വരെ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായി. എന്തായിരുന്നു പ്രശ്നം? രാഷ്ട്രീയമായിരുന്നു പ്രശ്നം, ദുനിയാവായിരുന്നു പ്രശ്നം. അപ്പൊ ദുനിയാവിന്റെ പേരിൽ കടമത്സരം ഉണ്ടാകുന്ന റസൂൽ പറഞ്ഞത് ഉണ്ടായി. നിങ്ങൾ ശിർക്കിൽ പോവുകയില്ല എന്ന് പറഞ്ഞാൽ എന്റെ സഹാബികൾ ശിർക്കിലകപ്പെടൂല എന്നാണ്. അല്ലാതെ ഉമ്മത്തിന് ശിർക്ക് വരൂല എന്നതിന് അർത്ഥമല്ല. ഇതാര് പറഞ്ഞ വ്യാഖ്യാന? ഫതുഹുൽ ബാരിയിൽ അസ്കലാനി പറഞ്ഞ വ്യാഖ്യാനാണ്. ഈ ഹദീസ് 6ഓളം സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് കിതാബുൽ ജനായിസിൽ പറഞ്ഞിടത്ത് മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ, നിങ്ങൾ ശിർക്കിലകപ്പെടുന്നതിന് ഞാൻ പേടിക്കുന്നില്ല എന്നതിന് അദ്ദേഹം കൊടുത്ത മറുപടി ഐ അലാ മജ്മൂഇക്കും, നിങ്ങൾ ഒന്നായി ശിർക്കിലകപ്പെടും എന്നെനിക്ക് പേടിയില്ല. മുസ്ലിം ഉമ്മത്ത് എന്ന് അവിടെ അർത്ഥം വെച്ചാൽ പോലും എന്തേ വരുള്ളൂ? മുസ്ലിം ഉമ്മത്ത് ഒന്നായി ശിർക്കിലകപ്പെടൂല. എന്നാൽ ഈ ഉമ്മത്തിൽ തന്നെ ചില ആളുകളിൽ നിന്ന് ശിർക്ക് സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഫതുഹുൽ ബാരിയിൽ തന്നെ 2 വ്യാഖ്യാനം വന്നു. ഒന്ന്, സഹാബികളിൽ ശിർക്ക് സംഭവിക്കൂല എന്നാണ് ഒരു ഉദ്ദേശം. ഇനി ഉമ്മത്താണ് ഉദ്ദേശമെങ്കിൽ തന്നെ ഉമ്മത്ത് മൊത്തം ശിർക്കിലേക്ക് പോകൂല എന്നാണ്. അല്ലാതെ ഉമ്മത്തിൽ ശിർക്കേ വരൂല, ഉമ്മത്തിൽ ആരും ശിർക്കിലകപ്പെടൂല എന്നില്ല. പക്ഷേ ഇവിടെ സമസ്തയിൽപ്പെട്ട EK വിഭാഗവും AP വിഭാഗവും സംസ്ഥാന സുന്നികളും ഒക്കെ പറയുന്നത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മത്തിന് ശിർക്ക് വരൂല എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നടക്കണമെന്ന് ശിർക്കല്ല. കാരണം ശിർക്ക് ഗൗരവമുള്ള കാര്യമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അല്ലാഹുവല്ലാത്തവർക്ക് ഇബാദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അത് ഞങ്ങളിൽ ഇല്ലാതെ വരുത്തി തീർക്കേണ്ടത് അവരാവശ്യമാണ്. വലഖദ് ഊഹിയ ഇലൈക വഇല അല്ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ എന്നാണ് സൂറത്ത് സുമറിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. നബിയെ, നിങ്ങൾക്കും നിങ്ങളെ മുമ്പുള്ള നബിമാർക്കൊക്കെയും വഹ്യ് നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശിർക്ക് വെച്ചാൽ നിങ്ങളെ അമല് പൊളിഞ്ഞു പോകും, നിങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും. അപ്പൊ പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമല്ല, നോമ്പെടുത്തിട്ട് കാര്യമല്ല, സക്കാത്ത് കൊടുത്തിട്ട് കാര്യമല്ല, ഹജ്ജ് ഉംറയും ചെയ്തിട്ട് കാര്യമല്ല, പാവങ്ങളെ സഹായിച്ചിട്ട് കാര്യമല്ല, യത്തീമിനെ സഹായിച്ചിട്ട് കാര്യമല്ല, നീതി പാലിച്ചിട്ടോ സത്യം പറഞ്ഞിട്ടോ എന്ത് ചെയ്തിട്ട് ആ പുണ്യങ്ങളൊന്നും അള്ളാഹ് പരിഗണിക്കൂല. അതിനെയൊക്കെ ദഹിപ്പിച്ച് കളയുന്ന വിഷമാണ് ശിർക്ക്. അപ്പൊ മൊയ്തീൻ ശൈഖയെ രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ, മുത്തുനബിയെ കാക്കണേ എന്നൊക്കെ പറയുന്ന ആൾ നിസ്കരിച്ചിട്ട് കാര്യമല്ല, പിന്നെ നോമ്പെടുത്തിട്ട് കാര്യമല്ല, അതെല്ലാം പൊളിഞ്ഞു പോകുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഉമ്മത്തിൽ ശിർക്ക് വരുമെന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മരിക്കുന്നതിന് മുമ്പ് ആയിഷ ബീവിയുടെ വിരുമാറിൽ തലവെച്ചുകൊണ്ടാണല്ലോ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യസമയം കഴിച്ചുകൂട്ടിയത്. അവിടുന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വചനമുണ്ട്. അതേതാ? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഹിം മസാജിദ. യഹൂദ ക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കട്ടെ. അവർ പ്രവാചകന്മാരുടെ ഖബറുകളെ, അവരുടെ നബിമാരുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? മരിക്കാൻ നേരത്ത് യഹൂദിനെയും ക്രിസ്ത്യാനിനെയും പിരാഗി പറഞ്ഞ് അരിശം തീർക്കാനാണോ ഈ പറഞ്ഞത്? നഊദു ബില്ലാഹ്, അങ്ങനെ പറയുന്ന ആളാണോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം? മുശ്രിക്കുകളെ ശപിക്കണമെന്ന് പലപ്പോഴും ആവശ്യപ്പെട്ടപ്പോ ഇന്നീല മുബ്അസുല ആനൻ, ഞാൻ ശപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ആളാണ് ആര്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ പിന്നെ എന്തിനാ ഈ നേരത്തെ അത് പറഞ്ഞത്? അത് കേട്ടുകൊണ്ടിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ അതിനെ വിശദീകരിച്ചു. യുഹദ്ദിറു മാ സനഉ, മറ്റൊരു റിവായത്തിൽ യുഹദ്ദിറു മിസ്ലല്ലദീ സനഉ, അവർ പ്രവർത്തിച്ചതുപോലുള്ളതിനെ കുറിച്ച് തന്റെ ഉമ്മത്തിൽ വരുന്നതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു.
അപ്പൊ യഹൂദി ക്രിസ്ത്യാനികളെ ശപിച്ച എന്തിനാ? തന്റെ ഉമ്മത്തിൽ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഈ വ്യാഖ്യാനം നമ്മുടെ ഇബ്നു ഹജർ അസ്കലാനി തന്നെ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, വകഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലിമ അന്നഹു മുർതഹിലും മിൻ ദാലിക്കൽ മറളി. ഈ രോഗത്തിൽ താൻ ഈ ദുനിയാവ് വിട്ടു പോവുകയാണ്, താൻ അവസാന യാത്രയിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയതുപോലെയുണ്ട് ഈ വർത്താനം. ഫഖാഫ അൻ യുഅല്ലമ ഖബ്റുഹു കമാ ഫുഇല മൻ മളാ. അതൊരു തന്റെ ഖബർ, തന്റെ മുൻഗാമികളെ ഖബർ ബഹുമാനിക്കപ്പെട്ടതുപോലെ ആദരിക്കപ്പെട്ടതുപോലെ തന്റെ ഖബറും ആദരിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു. കണ്ടോ? ഫലഅനൽ യഹൂദ വന്നസാറ ഇശാറത്തൻ ഇലാ ദമ്മി മൻ യഫ്അലു ഫീലഹും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദ ക്രിസ്ത്യാനികളെ ശപിച്ചു. എന്തിനു വേണ്ടി? അവർ പ്രവർത്തിച്ചതുപോലുള്ളവർ പ്രവർത്തിക്കുന്നവരെ ആക്ഷേപിക്കാനുള്ള സൂചന എന്ന നിലക്ക്. അപ്പൊ ഉമ്മത്തിനുള്ള മുന്നറിയിപ്പായിരുന്നു. യഹൂദികളും ക്രിസ്ത്യാനികളും അവരുടെ നബിമാരെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയതുപോലെ തന്റെ ഖബറിനെ തന്റെ ഉമ്മത്ത് ആരാധനാസ്ഥലമാക്കി കളയുമോ എന്ന് പേടിയുള്ളത് കൊണ്ട് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞതെന്ന് ആരാ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു. ഇബ്നു ഹജർ അസ്കലാനി അതിനെ വ്യാഖ്യാനിച്ചു. കണ്ടില്ലേ? എന്നിട്ട് പറയാണ്, വലൗലാ ദാക ഉബ്രിദ ഖബറു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേടി ഇല്ലായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബർ ഏതെങ്കിലും തുറസായ സ്ഥലത്ത് ആക്കുമായിരുന്നു. റസൂലുള്ളാഹിന്റെ ഖബർ എവിടെയുള്ളത്? മൈതാനത്താണോ? അല്ല, ആയിഷ ബീവിന്റെ പ്രൈവറ്റ് റൂമിലാണുള്ളത്. എന്താ കാരണം? ആളുകൾ ആരാധിക്കുമോ എന്നുള്ള പേടി ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താ? നബിമാർ എവിടെ വെച്ച് മരിച്ചോ അവിടെ തന്നെ ഖബർ ഒഴിച്ചിട്ട് അവിടെ മറവിയലാണ് സുന്നത്ത്. ഈ രണ്ട് കാരണം കൊണ്ടാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂൽ വഫാത്തായിട്ട് 48 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. ഗൈറ അന്നി അഖ്ശ അൻ യുത്തഖദ മസ്ജിദ. റസൂലുള്ളാഹിന്റെ ഖബർ ആരാധനാ കേന്ദ്രമാക്കുമോ എന്ന് എനിക്ക് ഇപ്പോഴും ഭയമുണ്ട്. അപ്പൊ ആ താക്കീതിന്റെ അർത്ഥം വളരെ ക്ലിയർ ആയില്ലേ? അപ്പൊ ഉമ്മത്ത് ശിർക്കിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ജൂത ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച ശിർക്ക് തന്റെ ഉമ്മത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു അവസാന സമയത്ത് പോലുമുള്ളത്. ഇനി നിങ്ങൾ നോക്ക്, വഫാത്താകുന്നതിന്റെ 5 ദിവസം മുമ്പ് പുണ്യ റസൂൽ പറഞ്ഞ വാചകം വളരെ ദീർഘിച്ച ഹദീസാണ്. ഞാനതിന്റെ ആ ഭാഗം മാത്രം വായിക്കാം. ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ, അലാ വഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ. നിങ്ങൾ അറിയണം, നിങ്ങളെ മുമ്പുള്ളവർ അവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയിരുന്നു. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ. നിങ്ങൾ ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കരുത്. ഇന്നി അൻഹാകും അൻ ദാലിക. ഞാനിതാ നിങ്ങളോടത് കർശനമായി വിരോധിക്കുന്നു. വഫാത്താകുന്നതിന്റെ 5 ദിവസം മുമ്പ് ഉമ്മത്തിന് നൽകിയ താക്കീതാണ്. സുഹൃത്തുക്കളെ, ഇത് പറയാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? മുസ്ലിം ഉമ്മത്തിൽ ശിർക്കുണ്ടെന്ന് പറയാൻ മുവഹിദുകളല്ലാതെ വേറെ ആരും ഇവിടെ അല്ല. മുസ്ലിം ഉമ്മത്തിന് മെഡിക്കൽ കോളേജ് ഇല്ല, മുസ്ലിം ഉമ്മത്തിന് എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ല, മുസ്ലിം ഉമ്മത്തിന് MLA കുറവാണ്, മുസ്ലിം ഉമ്മത്തിന് MP കുറവാണ്. ഇതൊക്കെ പറയാൻ ആളുണ്ട് ഇവിടെ. മുസ്ലിം ഉമ്മത്തിന് വിദ്യാഭ്യാസമില്ല, സ്കോളർഷിപ്പ് ഇല്ല, മുസ്ലിം ഉമ്മത്തിന് ദാരിദ്ര്യമുണ്ട്, കഷ്ടപ്പാടുണ്ട്. ഇതൊക്കെ പറയാൻ ആളുണ്ട് ഇവിടെ. മുസ്ലിം ഉമ്മത്തിന്റെ യശസ് വീണ്ടെടുക്കാൻ അവരെ സാമ്പത്തിക പരാധീനതയിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ മതി. അവർക്ക് MP-യും MLA-യും മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഉണ്ടായാൽ അവർ അന്തസ്സുള്ളവരായി എന്ന് പറയാൻ ആളുണ്ട് ഇവിടെ. പക്ഷെ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കുന്നതിലാണ്. തൗഹീദ് വിട്ടാ പിന്നെ ഒരു ഇസ്സത്തും ഈ ഉമ്മത്തിനില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഇസ്സത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴാണ് മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് ഉണ്ടാകുന്നത്. ഇവിടെ ഖബറുമായി ബന്ധപ്പെട്ട പല ബിദ്അത്തുകളെയും ഈ പറയുന്ന ശാഫി പണ്ഡിതന്മാർ തന്നെ സുഹൃത്തുക്കളെ വിലക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നിപ്പോ എന്താ നടക്കുന്നത്? ഇവിടെ മഹാന്മാരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി അവിടെ നേർച്ചയും ഉറൂസും ആണ്ടും കൊണ്ടാടുന്നു. എന്തിനാ അവിടെ പോകുന്നത്? സാധാരണ നമ്മൾ ഉപ്പാന്റെയും ഉമ്മാന്റെയും ബന്ധപ്പെട്ടവരൊക്കെ ഖബർ സന്ദർശിക്കാൻ പോകും. എന്തിനാ? ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പോണ. നമ്മക്കതിനെ കുറിച്ച് പഠിച്ചോൻ എന്റെ അവസ്ഥ ഇതാണല്ലോ എന്ന് നമ്മക്കൊരു ബേജാറുണ്ടാവുകയും ചെയ്യും. ഇതിനാണ് ഖബർ സിയാറത്ത് സുന്നത്താക്കിയത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മരണത്തെ ഓർക്കുക, പരലോകത്തെ ഓർക്കുക, മരിച്ചോൽക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഗുണപാഠം ഉൾക്കൊള്ളുക. അതുകൊണ്ടാണ് ഖബർസ്ഥാന്റെ അടുത്തൂടി പോകുമ്പോൾ പോലും സലാമിന്റെ വചനങ്ങൾ പറയണമെന്ന് പഠിപ്പിച്ചു. എന്താ വചനം? അസ്സലാമു അലൈക്കും അഹ്ലത്തിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. ഈ ഖബറുകളിലുള്ള മുഅ്മിനുകളും മുസ്ലിങ്ങളുമായവരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ.
വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം ചേരേണ്ടവരാണ്. കണ്ടോ, അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ, ഞങ്ങൾക്കും നിങ്ങൾക്കും സൗഖ്യം ലഭിക്കാൻ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇത് ഏതൊരു ഖബർസ്ഥാന് കണ്ടാലും പറയണം. ഇതാണ് ഖബർ സിയാറത്തിന്റെ സ്പിരിറ്റ്. എന്നാ ഇന്ന് പോണ എന്തിനാ? ഇവിടുന്ന് ബസ് എടുത്തിട്ട് ഏർവാടിക്ക് പോകുന്നു, ഇവിടുന്ന് ബസ് എടുത്തിട്ട് പോകുന്നു പുത്തമ്പള്ളിയിലേക്ക്, അല്ലെങ്കിൽ പിന്നെ മാലിക് ദീനാർ എന്ന് പറഞ്ഞ കാസർകോട്ടെ ജാറത്തിലേക്ക്, അല്ലെങ്കിൽ ഉള്ളാളത്തേക്ക്, അല്ലെങ്കിൽ ഏർവാടിയിലേക്ക്. എന്തിനാ പോകുന്നത്? രോഗം മാറുവാൻ, കടം വീടുവാൻ, പോയ ഭർത്താവ് തിരിച്ചു വരുവാൻ, പേപ്പട്ടി വിഷ നിവാരണത്തിന്, മാറാരോഗങ്ങൾക്ക് ഫലസിദ്ധി. ഇത് ഏത് ഖബർ സിയാറത്താണ്? ഇത് ഖബർ ഇബാദത്താ, ഇത് ഖബർ പൂജയാണ്. ഇത് തനിച്ച ഷിയാക്കൾ കൊണ്ടുവന്നതാ. ഷിയാക്കൾക്ക് എവിടുന്നാ കിട്ടിയത്? ക്രിസ്ത്യാനികളിൽ നിന്ന്. അതെങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി? അള്ളാന്റെ റസൂലിന്റെ സന്നിധിയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഒരു ക്രിസ്ത്യൻ പള്ളി കണ്ട വിവരം പറഞ്ഞപ്പോ മരണശയ്യയിൽ കിടക്കുന്ന റസൂല് പറയാണ്, ഉലായിക ഖൗമുൻ, ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗമാണ്, ഇദാ മാത ഫീഹിമുൽ അബ്ദു സാലിഹ് അവി റജുലു സാലിഹ്, അവരെ കൂട്ടത്തിൽ ഒരു സാലിഹായ മനുഷ്യൻ മരിച്ചാൽ ബനൗ അലാ ഖബ്രിഹി മസ്ജിദ, അയാളെ ഖബറിന്റെ മീതെ ഒരു ആരാധനാ കേന്ദ്രം അവർ പണിയും. ആര് പണിയും? ക്രിസ്ത്യാനികൾ പണിയും. ഉലായിക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അവർ അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും നീചന്മാരും നികൃഷ്ടന്മാരുമാണ്. അപ്പൊ ശവകുടീര വ്യവസായം, ശവകുടീര ആരാധന, അത് തുടങ്ങിയത് ക്രിസ്ത്യാനികൾ, യഹൂദികളാണ്. മനസ്സിലായില്ലേ? അവരെ അള്ളാന്റെ റസൂല് ശപിച്ചു. ആ പണിയാണ് സുന്നത്ത് ജമാഅത്തിന്റെ നടുക്കഷ്ണങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുള്ളിടത്തോളം നമുക്ക് എത്ര എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിട്ടും കാര്യമല്ല. ജാറ കമ്മിറ്റി അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നത്. ഇപ്പൊ പട്ടിക്കാട് എഞ്ചിനീയറിംഗ് കോളേജ് ആരാ നടത്തണേ? ഈ കെ സുന്നിന്റെ കമ്മിറ്റിയാ നടത്തണേ. ജാറത്തിലെ വരുമാനം ഉപയോഗിച്ചാ നന്ദി കോളേജ് നടക്കണേ, അല്ലേ? ജാറത്തിലെ വരുമാനം തന്നെ കോഴിക്കോട് അപ്പവാണിപ നേർച്ചന്റെ വ്യവസായത്തിൽ കിട്ടുന്ന പൈസ കൊണ്ടാണ് ധാർമ്മികൾ പുറത്തിറങ്ങുന്ന ദാറുസ്സലാം നന്ദി പ്രവർത്തിക്കുന്നത്. പല സ്ഥലത്തും അങ്ങനെയാണ്. പള്ളിയും മദ്രസും ഒക്കെ ജാറത്തിന്റെ ചെലവിലാണ്. ഇപ്പൊ നിങ്ങൾ പൊന്നാനി ഭാഗത്തുകൾ പോയി നോക്കിയാൽ കാണാ പുത്തമ്പള്ളി ജാറം വക പള്ളി. അതിന് നിൽക്കരിക്കാൻ പറ്റുമോ? ജാറത്തിന്റെ പൈസ കൊണ്ട് പള്ളി ഉണ്ടാക്കിയാല് ജാറെന്ന് പറഞ്ഞ തൗഹീദിന്റെ കണ്ട കോടാലിയാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കായിൽ ഭരണം കിട്ടിയപ്പോ ഒന്നാമത് ചെയ്ത പണി എന്താണെന്നറിയങ്ങള്? അബുൽ ഹയ്യാജ് എന്ന ആളെ വിളിച്ചിട്ട്, സഹാബിനെ വിളിച്ചിട്ട് പറയാണ്, അള്ളാഹുവിന്റെ അലി ബിൻ അബി താലിബ് 25 കൊല്ലം കഴിഞ്ഞിട്ട് അബുൽ ഹയ്യാജിനെ വിളിച്ചിട്ട് പറയാണ്, അള്ളാന്റെ റസൂൽ എന്നെ നിയോഗിച്ച കാര്യത്തിൽ നിന്നെ നിയോഗിക്കട്ടെ. അപ്പൊ അലി ബിൻ അബി താലിബിനെ വിളിച്ചിട്ട് റസൂൽ എന്താ പണി ഏൽപ്പിച്ചത്? ആ പണി 25 കൊല്ലം കഴിഞ്ഞിട്ട് ഭരണം കിട്ടിയപ്പോ ആര് ചെയ്തു? അലി ബിൻ അബി താലിബ് ചെയ്തു. എന്താ? അല്ലാത്തത് തിംസാലൻ ഇല്ലാത്ത മസ്തഹു, ഒരൊറ്റ ബിംബവും നീ തകർക്കാതെ വിടരുത്. പല ഖബറും മുശ്രിഫൻ ഇല്ലാ സവൈതഹു, പൊന്തി നിൽക്കുന്ന ഒരൊറ്റ ഖബറും നീ നിരപ്പാക്കാതെ വിടരുത്. കാരണം ബിംബാരാധനയും ഖബറാരാധനയും അവസാനിപ്പിച്ച് എല്ലാവരും തൗഹീദിലേക്ക് വന്നു. കഅബ യഥാർത്ഥ തൗഹീദിലേക്ക് തിരിച്ചു വന്നു. ഇനി ആ ജാറോ ഖബർ തന്നെ ബിംബൊക്കെ കണ്ട ഓൽക്ക് പിന്നെയും പൂതിയാവും, നിരത്തി കളയാൻ പറഞ്ഞു. ഇപ്പൊ ഒരു പള്ളി, പണ്ടത്തെ കാലത്തൊക്കെ പള്ളികളിൽ ഒരേ ജാറൊക്കെ ഉള്ള പള്ളികള്, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങൾ തൗഹീദിലേക്ക് മാറുക എന്ന് പറഞ്ഞിട്ട് സലഫികൾക്ക് പള്ളി കിട്ടിയാൽ അവിടെ നമ്മൾ നടത്തുന്ന ആദ്യത്തെ കരസേവം എന്താണെന്നറിയോ? ജാറൊക്കെ തകർക്കും. എല്ലാവരുടെ കബറും ഒരുപോലെ, ആജിയുടെ കബറും മോല്യയുടെ കബറും മുക്കറിന്റെ കബറും ജിന്ന് കൂടിയവന്റെ കബറും കൂടാത്തവന്റെ കബറും ബീവിന്റെ കബറും ആറ്റക്കോയന്റെ കബറും എല്ലാവരുടെ കബറും ഒരുപോലെ. ഖബർസ്ഥാനിന് വ്യത്യാസമല്ല. എന്താ ഇപ്പൊ ഖബർസ്ഥാൻ പോയി നോക്കിയാല് മുതലാളിന്റെ കബറുമ്പ കാണാ മറ്റേ ഗ്രാനൈറ്റ് കൊണ്ട് പേര്, ഓന്റെ പേര്, ഓന്റെ തന്തന്റെ പേര് 756. എവിടുന്ന് കിട്ടിയത് അതൊക്കെ? പാവപ്പെട്ടവന്റെ കബറുണ്ടാവും അവിടെ ഇങ്ങനെ ചളിഞ്ഞു കിടക്കണ്. മറ്റതിങ്ങനെ പല്ലുകൾക്കിടയിൽ കോന്ത്രം പല്ല് പോലെ പൊന്തി നിൽക്കുന്ന കാണാം. മുതലാളിന്റെ പരി അങ്ങനെയാണല്ലോ. പാവപ്പെട്ടവന്റെ ചെറ്റക്കുടിലുകൾക്കിടയിൽ പാറാ നിൽക്കുന്ന ടെറസ്, അതുപോലെ തന്നെ കബർസ്ഥാനും. ഇതൊക്കെ ഏത് അഹ്ലു സുന്നത്താണോ? എവിടുന്നാ ഇതൊക്കെ വന്നത്? ഇതൊക്കെ തനിച്ച ഷിയാക്കളെ പരിപാടിയാ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇറാനിൽ നിന്ന് ഷിയ നേതാവ് വന്നപ്പോ സമസ്തന്റെ ഓഫീസിലാ സന്ദർശിച്ചത്. പച്ച റാഫിലികള് ഞങ്ങൾ എത്ര എഴുതി, ഒരു മിണ്ടിയോ? മിണ്ടാൻ കഴിയൂല. തനിച്ച ഷിയായിസ് അവിടെ. ഇവര് കേരള ഷിയാക്കളാ, യാതൊരു സംശയമല്ല. അതിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ മോചിപ്പിക്കലാണ് മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ട അന്തസ്സ് വീണ്ടെടുക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഗതി. അല്ലാതെ എത്ര എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിട്ടും കാര്യമല്ല, എത്ര മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടും കാര്യമല്ല.
നിങ്ങൾക്കറിയോ ഇവർ പറയും നിങ്ങൾ ഷാഫി പണ്ഡിതന്മാർ അനുസരിച്ചാ ജീവിക്കണത്, ഷാഫി മദ്ഹബിനെ അവലംബാക്കിയാ ജീവിക്കണത്. ഇന്ന് ഷാഫി ഫുഖഹാക്കള് ഖബറുമായി ബന്ധപ്പെട്ട പല ബിദ്അത്തുകളെയും വിലക്കി. എന്നാ കാരണം? അത് ശിർക്കിലേക്കുള്ള വസീലയാണെന്ന. ഇതേതാ കിതാബ് എന്നറിയങ്ങള്? ബയാനു ശിർക്കി വ വസായിലിഹി ഇന്ന ഉലമാഇ ശാഫിഇയ്യ. കണ്ടോ? ഷാഫി പണ്ഡിതന്മാരുടെ അടുക്കൽ ശിർക്കും ശിർക്കിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെയും കുറിച്ചുള്ള വിവരണം. ഷാഫി പണ്ഡിതന്മാര് ഇവരീ നടത്തുന്ന ശിർക്കിനൊക്കെ അനുകൂലാന്ന പൊതുജനത്തിന്റെ അടുത്ത് വരെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അല്ലേ? നൂറ്റാണ്ട് മുഴുവനും റസൂലുള്ളാഹിന്റെ കാലം മുതൽ ഇന്ന് വരെ ഇസ്തിഗാസ നടത്തുന്ന കള്ളത്തെളിവുണ്ടാക്കി നടക്കുക. നിങ്ങൾക്കറിയോ ഈ പുസ്തകത്തില് ഒരുപാട് സംഗതി കണ്ടത്. ഈ പുസ്തകം മാത്രം വായിച്ചാൽ 2 ദിവസം പ്രസംഗിക്കാണ്ട്. ഞാനിപ്പോ ഇനി നിൽക്കുന്നില്ല. ഞാനതിന്റെ ചില ഭാഗങ്ങൾ മാത്രം ഇപ്പൊ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഇതിന്റെ 32ാമത്തെ പേജില് കണ്ടോ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഅക്റഹു അൻ യുബ്ന അലൽ ഖബരി മസ്ജിദുൻ. ഖബറിന്റെ മീതെ ഒരു ആരാധനാ സ്ഥലം ഉണ്ടാക്കുന്നതിന് ഞാൻ വെറുക്കുന്നു. വൻ യുസവ്വ, അതുപോലെ തന്നെ ഖബർ നിരപ്പാക്കപ്പെടുന്നതിനെ, ഖബർ ഉണ്ടെന്ന് തിരിയാത്ത വണ്ണം ഭൂമിയിൽ ഇങ്ങോട്ട് ലെവലാക്കാൻ പാടില്ല, കുറച്ചൊന്ന് പൊന്തിക്കണം. ഔ യുസല്ല അലൈഹി, ഖബറിന്മേൽ നിസ്കരിക്കുന്നതിന്, ഗൈറു മുസഫൻ, അത് മുസഫ അല്ലാതെങ്കിലും ശരി. ഔ യുസല്ല ഇലൈഹി, അല്ലെങ്കിൽ ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതിന്. അതുപോലെ തന്നെ അദ്ദേഹം പറയാണ്, യുക്റഹു അൻ യുജസ്സസൽ ഖബ്റു വൻ യുക്തബ അലൈഹി ഇസ്മു സാഹിബിഹി. ഖബറിന്റെ മേൽ തേപ്പ് നടത്തുന്നത് കറാഹത്താണ്, ഹറാമാണ്, പാടില്ലാത്തതാണ്. സിമന്റ് കൊണ്ട് തേച്ചാലും മണ്ണുകൊണ്ട് തേച്ചാലും കുമ്മായം കൊണ്ട് തേച്ചാലും തേപ്പ് നടത്താൻ പാടില്ല. വൻ യുക്തബ അലൈഹി ഇസ്മു സാഹിബിഹി, ഖബറാളിയുടെ പേരയിമ്മ കൊത്തിവെക്കുക. ആയിഷുമ്മ, മുന്നാളം മകൻ, അല്ലെ കുഞ്ഞിക്കോയ, അവിടെ പേരെഴുതിയൊക്കെ പാടില്ല. ഔ ഗൈറു ദാലിക വൻ യുബ്ന അലൈഹി, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കുക. ഇനിയും കേട്ടോ, വറഅയ്തു മിനൽ ഉലാത്തി മൻ യഹ്ദിമു മാ ബുനിയ ഫീഹാ വലം മറൽ ഫുഖഹാ യഈബൂന അലൈഹി ദാലിക വലിയന്ന ഫീ ദാലിക തളീഖൻ അലന്നാസി. ഇമാം ഷാഫി പറയാണ്, ഖബർസ്ഥാനിൽ ആളുകളെ കെട്ടിപ്പൊക്കിയ ഖബറുകൾ തകർക്കുവാൻ വേണ്ടി ഭരണാധികാരികൾ കൽപ്പന കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നത്തെ ഫുഖഹാക്കളാരും അതിന്റെ പേരിൽ ഭരണാധികാരികൾ ആക്ഷേപിച്ചത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഖബർ കെട്ടിപ്പൊക്കുന്നത് മുഖേന മുസ്ലിമീങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കലുണ്ട്. വേറെ ഇതൊക്കെ 50 കൊല്ലം കഴിഞ്ഞാൽ മാന്തി വേറെ ആളെ വെക്കണ്ടല്ലേ? ഇത് കെട്ടിപ്പൊന്തിച്ചാ പിന്നെ ഇതിന് പറ്റുമോ? ഇവന്റെ മക്കളെ ഏതോ എടുത്തണ്ടോ, ഞങ്ങളെ വല്ലിപ്പാന്റെ ഖബറാണ്, തൊടാൻ പാടില്ല. ഈ കല്ലൊക്കെ പുഴക്കിയിട്ട് എല്ലാം ഒരുപോലെയൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാന്തിയിട്ട് അതിൽ വേറൊന്ന് വെക്കേണ്ടി വരും. സ്ഥലമുണ്ടോ? അതുകൊണ്ടാണ് അത് തളീഖുൻ അലന്നാസാണ്. ഒരു വ്യക്തിയെ അതിരിവിട്ട് ആദരിക്കപ്പെടുന്നതിന് ഞാൻ വെറുക്കുന്നു. അയാളുടെ ഖബർ ഒരു സുജൂദ് ചെയ്യുന്ന സ്ഥലമാക്കുന്നിടത്തോളം ഒരാളെ ബഹുമാനിക്കൽ. നമ്മളിതൊന്നും മഹാന്മാരെ ബഹുമാനിക്കാൻ വേണ്ടിയാ ചെയ്യണത്. സാധാരണക്കാരന്റെ ഖബർ പോലെ ഔലിയാക്കന്മാരെ ഖബർ അല്ലെങ്കിൽ മഹാന്മാരെ ഖബർ ആക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ അതൊന്ന് വേർതിരിച്ചതാണ്. മൊല്യേര് വന്നിട്ട് പറഞ്ഞു കൊടുക്കും, എടാ നിങ്ങളൊക്കെ ഇപ്പൊ ഗൾഫിലൊക്കെ പോയി പൈസ ഒക്കെ ഉണ്ടായില്ലേ, എടാ നിങ്ങളെ വല്യപ്പാന്റെ ഖബറല്ലേ ഈ കിടക്കണം, ഒരു മഹാനായിരുന്നു, എന്താ നിങ്ങൾ വലിയ ടെറസ് ഉണ്ടാക്കിയിട്ട് കാര്യം, ഈ ഒരു ഖബർ എന്നൊരു 2 കല്ല് വെച്ച് കാണ്ടതൊന്ന് ആളുകൾക്കിടയിൽ അതിന്റെ മൂപ്പര മഹത്വം. അത് ശരിയാണല്ലോ, നമ്മളൊക്കെ ഗൾഫിലൊക്കെ പോയില്ലേ, കുടുംബ മീറ്റിംഗ് കൂടി ഒരു ലോഡ് കല്ലിറക്കി നേരെ കെട്ടി. പിന്നെ മോല്യാര് പറയും, എന്താ നിങ്ങൾ എങ്ങനെ കെട്ടിയിട്ട് വെയിലും മഴയും കൊണ്ട് കിടക്കല്ലേ മഹാനവറുകള്, എന്റെ മേലെന്തെങ്കിലും ഒന്ന് ചെറുതൊന്നും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ, നിങ്ങൾ ഈ മഹലിലെ പ്രബല കുടുംബല്ലേ, അതും തിരക്കടില്ല. ഇങ്ങനെ ഉണ്ടാക്കാണ് ഈ മൂല്യന്മാര് ജനങ്ങളെ കൊണ്ട്. തനിച്ച കുഫറും ശിർക്കിലേക്കും ജനങ്ങളെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഉണ്ടാക്കിയ പിന്നെന്തായി? തിരിഞ്ഞു നോക്കാത്ത ആളുകൾ പിന്നെ അവിടേക്ക് എണ്ണ നേർച്ചാക്കൽ തുടങ്ങി, തിരി നേർച്ചാക്കൽ തുടങ്ങി, പിന്നെ വന്നിട്ട് കരയിൽ തുടങ്ങി, അങ്ങനെ സങ്കടം പറയൽ തുടങ്ങി. അതെന്നല്ല ഇവിടെ നടക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരാള് അയാളുടെ ഖബർ സുജൂദ് ചെയ്യാവുന്ന ഒരു കേന്ദ്രമാക്കുന്നിടത്തോളം ബഹുമാനിക്കപ്പെടുന്നതിനെ ഞാൻ വെറുക്കുന്നു. മഹാഫത്തൽ ഫിത്നത്തി അലൈഹി, അയാളുടെ പേരിൽ ഒരു ഫിത്ന ഉണ്ടാകുന്നതിനെ പേടിച്ചുകൊണ്ട്, വഅലാമൻ ബഅദഹു മിനന്നാസ്, അയാൾക്ക് മാത്രമല്ല അയാൾക്ക് ശേഷം വരുന്ന ആളുകൾക്കും അതൊരു ഫിത്നയാണ്. പിന്നെ
നബവി പറയാണ് വയുക്റഹു തജ്സീസുൽ ഖബരി, ഖബർ തേപ്പ് നടത്തൽ കറാഹത്താണ്. വൽ ബിനാഉ, അതിന്റെ മേൽ അടുപ്പുണ്ടാക്കലും, വൽ കിതാബത്ത് അലൈഹി, ഖബർമേൽ എഴുതി വെക്കലും, വലൗ ബുനിയ ഫീ മഖബറത്തിൻ മുസബ്ബലത്തിൻ ഹുദിമ, പൊതു ഖബർസ്ഥാനിലാണെങ്കിൽ കെട്ടിപ്പോക്കിയിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു നീക്കണം. അപ്പൊ ഞങ്ങൾ നടത്തുന്ന കർസേവ ശാഫി മദ്ഹബ് അനുസരിച്ചാ, മനസ്സിലായില്ലേ? അങ്ങനെയാ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ശാഫി മദ്ഹബിനോട് കൂറുണ്ടോ? പൊങ്ങി നിൽക്കുന്ന മുഴുവൻ ഖബറും തട്ടിത്തരപ്പാക്കണം, എല്ലാവരുടെ ഖബറും ഒരുപോലെയാക്കണം. കാരണം അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. ഇതാ ശാഫി പണ്ഡിതന്മാരുടെ നിലപാട്. നിങ്ങളെ ഇസ്തിഗാസക്കും തവസ്സുലിനൊക്കെ തെളിവ് പറയുന്ന ആളാണ് ഹൈത്തമി. അദ്ദേഹത്തിനൊരു കിതാബുണ്ട്. എന്താ കിതാബിന്റെ പേര് അറിയോ? അസ്സവാജിർ അൻ ഇക്തിറാഫിൽ കബായിർ, വൻ പാപങ്ങളെ സംബന്ധിച്ച് മുന്നറിയിപ്പ്. എന്നിട്ട് മൂപ്പര് പാപങ്ങൾ ഇങ്ങനെ എണ്ണി 200-ന്റെ അപ്പുറം പോയി. ആളുകൾ ആക്ഷേപിച്ചിട്ടുണ്ട്, എല്ലാം മൻപാവായി പോയല്ലോ. അത്ര വരെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. അതിന് മൂപ്പര് പറയാണ് കബീറത്തു സാലിസത്തു വറാബിഅത്തു വൽ ഖാമിസത്തു വസാദിസത്തു വസാബിയത്തു വസാമിനത്തു വത്തിസ്ഊൻ. 93, 94, 95, 96, 97, 98 മൻപാപത്തിന്റെ എണ്ണം പറയാ. എന്തൊക്കെയാണ്? ഇത്തിഖാദുൽ ഖുബൂരി മസാജിദ, ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കൽ 93. വൈഖാദു സുർജി അലൈഹ, അതുമ വിളക്ക് കത്തിക്കൽ. അത് റാന്തലായാലും ശരി, അല്ല പാനൂസായാലും ശരി, മെഴുകുതിരിയായാലും ശരി, ഇനി ബൾബായാലും ശരി, എന്തായാലും ഔസാനൻ. അതുപോലെ ഖബറുകളെ ബിംബങ്ങളാക്കൽ. ബിംബം എന്നാക്കാൻ എന്താ? കണ്ട ദൈവമാണ് ബിംബം എന്ന് പറഞ്ഞ. ബിംബത്തെ ആരാധിക്കുന്ന ആളുകൾ അങ്ങനെയാണല്ലോ. ഇതൊരു മഹാന്റെ ബിംബമാണ്, ആ മഹാൻ കാണും, ആ മഹാൻ അറിയും. അതുപോലെ ഖബറിനെ ആക്കുക. ഈ ഖബറും പുറത്തെ കല്ലും മണ്ണും കേൾക്കുന്നു വിചാരിച്ചിട്ടല്ല, ഖബർ മഹാനവറുകളുടേതാണ്, മഹാനവറുകൾ കേൾക്കും കാണുന്നു വിശ്വസിക്കുക. വത്തവാഫു ബിഹാ, അതിനെ തവാഫ് ചെയ്യ. വസ്തിലാമുഹ, അതിനെ കൈകൊണ്ട് തൊട്ട് തടവുക. വസ്സലാത്തു ഇലൈഹ, അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക. കണ്ടോ? ഇത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയാം തംബീഹ് ഉദ്ദഹാദിഹി സിത്തത്തും മിനൽ കബായിർ, ഈ 6 വൻ പാപങ്ങളിലാണ് എണ്ണപ്പെട്ടിട്ടുള്ളത്. വഖഅഫി കലാമി ബഅലി ശാഫിഇയ്യ, അങ്ങനെ ചില ശാഫി പണ്ഡിതന്മാരുടെ വാക്കിൽ വന്നിട്ടുണ്ട്. കാനു വഖദ ദാലിക മിമ്മാ ദകർതുഹു മിൻ ഹാദിൽ ഹദീസ്, ഞാനിവിടെ മേൽ പറഞ്ഞ ഹദീസുകളിൽ നിന്നാണ് ആ ശാഫി പണ്ഡിതന്മാർ അത് എടുത്തത് എന്ന് തോന്നുന്നു. വജു വഖദിൽ ഖബരി മസ്ജിദൻ മിൻഹാ വാലിഹുൻ, ഖബർ മസ്ജിദാക്കാൻ പാടില്ല എന്നത് വളരെ വ്യക്തമാണ്. ലിഅന്നഹു യഅനി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന മൻ ഫഅല ദാലിക, ഖബറിനെ ആരാധനാ സ്ഥലമാക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. വജഅല മൻ ഫഅല ദാലിക ബിഖുബൂരി സുലഹായി ശർറൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, സാലിഹീങ്ങളെ ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കുന്നവരുടെ പ്രവർത്തനം അള്ളാന്റെ പടപ്പുകളിൽ ഏറ്റവും വൃത്തികെട്ട ആൾ, ഖിയാമത്ത് നാളിൽ ഏറ്റവും വൃത്തികെട്ടവരുടെ പ്രവർത്തനമാണെന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഫഫീഹി തഹദീറുൻ ലനാ, പറഞ്ഞത് യഹൂദി അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ പറ്റിയാണെങ്കിലും അതിൽ നമുക്ക് മുന്നറിയിപ്പുണ്ട്. കാരണം എന്താ? കമാഫി റിവായത്തിൻ യുഹദ്ദിറു മാ സനഉ, അവർ പ്രവർത്തിച്ചതുപോലുള്ളത് ഉമ്മത്ത് പ്രവർത്തിക്കുമെന്നതിനാൽ നബി മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ഇതൊക്കെ ആരെ വാക്കാപ്പ ഞാൻ വായിക്കണത്? ഇബ്നു ഹജറുൽ ഹൈതമി എന്ന ഹോജോ, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദ്, തുഅഫ എഴുതിയ അയാള് പറയാ, സവാജിറിൽ പറയാ. ഇനിയും കേട്ടോ, ഐ യുഹദ്ദിറു ഉമ്മതഹു ബിഖൗലിഹി ലഹും ദാലിക, യൂദക്രിസ്ത്യാനികൾ അള്ളാഹു ശപിക്കട്ടെ എന്ന വാക്കിലൂടെ അള്ളാഹുവിന്റെ റസൂൽ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. അവർ ചെയ്തതുപോലുള്ളത് തന്റെ ഉമ്മത്തും ചെയ്യുമെന്നതിനാൽ അങ്ങനെ അവർ ചെയ്താൽ യൂദക്രിസ്ത്യാനികൾ ശപിക്കപ്പെട്ടതുപോലെ തന്റെ ഉമ്മത്തും ശപിക്കപ്പെടുമെന്നതിനാൽ. കണ്ടോ? വത്യുഖാദുൽ ഖബരി മസ്ജിദൻ, ഇനി ഖബറിനെ പള്ളിയാക്കൽ അഥവാ ആരാധനാ സ്ഥലമാക്കൽ. മഅനാഹു വസ്സലാത്തു അലൈഹി, ഖബറിന്റെ മേലെ നിസ്കരിക്കുക. ഔ ഇലൈഹി, അല്ലെങ്കിൽ അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയുന്നൊരു വാക്ക് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. കൊപ്പാടെ വായിക്കാൻ സമയമല്ല. വയജിബുൽ മുബാദറത്തു ലിഹദ്ബിഹാ വഹദ്ബിൽ ഖിബാബില്ലതി അലൽ ഖുബൂർ, അതുകൊണ്ട് ഖബറിന്റെ മേൽ കെട്ടിപ്പൊക്കിയ കുപ്പകളും ഖബറിന്റെ മേൽ ഉണ്ടാക്കിയ ആരാധനാ കേന്ദ്രങ്ങളും തകർത്തുകളയാൻ ധൃതി കാണിക്കൽ നിർബന്ധമാണ്. അതിപ്പോ അവിടെ നോട്ടെ, അപ്പൊ നമുക്ക് വോട്ട് പോവുള്ളൂ ഇപ്പൊ തകർത്ത. അല്ലെങ്കിൽ നമ്മളിപ്പോ തകർത്താ നമ്മക്ക് ആളുകൾക്കറിയില്ല പേര് പോവുള്ളൂ.
അതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റി പോട്ടെ. അങ്ങനെ നിൽക്കാൻ പാടില്ല. ഖബറിന്റെ മേലെ കെട്ടിപ്പടുക്കപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളും കുപ്പകളും പൊളിച്ചു നീക്കാൻ ധൃതി കാണിക്കൽ നിർബന്ധമാണ്. ഇത് ഈ അമറുമിൻ മസ്ജിദിൽ ഇറാർ. മുനാഫിക്കുകൾ റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു പള്ളി ഉണ്ടാക്കി. മസ്ജിദുൻ നബവിയെയും മസ്ജിദുൽ ഖുബയിലൊക്കെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളിയാണ്. ആ പള്ളിയേക്കാൾ മുസ്ലിം ഉമ്മത്തിന് ഉപദ്രവകരമാണ് ജാറങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധിക്കാരത്തിന്മേലാണ് ജാറത്തിന് തറക്കല്ലിട്ടിട്ടുള്ളത്. അല്ലേ? ജാറത്തിന് തറക്കല്ലിടുന്നു ശംസുല്ലുലമ, ഖമറുല്ലുലമ. എടോ, അള്ളാന്റെ റസൂൽ ഒരു ജാറത്തിന് തറക്കല്ലിട്ടണം? ഇത് യഹൂദിയുടെ പണിയല്ലേ? ക്രിസ്ത്യാനിയുടെ പണിയല്ലേ? അല്ലേ? മമ്പർത്ത ജാറം വിൽക്കുന്നു. ആരാ വാങ്ങുന്നത്? ഈ കെ സുന്നി. അത് മൃദുല സുന്യ. എന്ത് മൃദുലം? ശിർക്കിന്റെ കാര്യത്തിൽ രണ്ടും കടുകെട്ടിയ, രണ്ടും അതിനുണ്ടെങ്കിൽ തന്നെയാണ്. അതിനേക്കാളും വലിയ ശിർക്കാപ്പ സംസ്ഥാനക്കാര് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് ഹൈത്തമിയുടെ വാക്കാണ് കേട്ടോ. ഇബ്നു ഹജർ അൽ ഹൈത്തമി അവിടെ പറഞ്ഞതെന്താ? ഖബറുകൾക്ക് മീതെയുള്ള ആരാധനാ സ്ഥലങ്ങളും കുപ്പകളും പൊളിച്ചു നീക്കാൻ ധൃതി കാണിക്കണം. അത് പിന്നെ ആകട്ടെ, നാളെ ആകട്ടെ, അടുത്ത തെരഞ്ഞെടുപ്പ് പോയിട്ടൊന്നും കാത്തിക്കാൻ പാടില്ല. പെട്ടെന്ന് പൊളിച്ചു നീക്കണം. കാരണം അത് മസ്ജിദുൽ ദിറാറിനേക്കാൾ അപകടമാണ്. അത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ധിക്കാരത്തിലാണ് അതിന് അസ്ഥിവാരം ഇട്ടിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ വിരോധിക്കുകയും പൊളിച്ചു നീക്കാൻ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വഅമറ ബിഹദ്മിൽ ഖുബൂർ അൽ മുശ്രിഫ. ഉയർന്നു നിൽക്കുന്ന എല്ലാ ഖബറും, അത് ഔലിയന്റെ ഖബറായാലും തങ്ങളെ ഖബറായാലും തമ്പുരാന്റെ ഖബറായാലും ബീക്കുട്ടിന്റെ ഖബറായാലും ആറ്റക്കോയന്റെ ഖബറായാലും പൊളിച്ചു നീക്കണം. വതജിബു ഇസാലത്തു കുല്ലി ഖിൻദീരിൻ അവ സിറാജിൻ അലൽ ഖബരി. താറ്റിവെച്ച വിളക്കാകട്ടെ, തൂക്കിവെച്ച വിളക്കാകട്ടെ, ജാറത്തിന്റെ അടുത്തുണ്ട്, അതൊക്കെ നീക്കം ചെയ്യണം. ഖബറിന്റെ മീത് അതൊന്നും പാടില്ല. വലായസിഹു വഖഫുഹു വനദറുഹു. ഇങ്ങനത്തെ വിളക്കുകളോ ലൈറ്റുകളോ ഒന്നും ഖബറിലേക്ക് നേർച്ചയാക്കൽ, വഖഫ് ചെയ്യൽ പാടില്ലാത്തതാണ്. അത് നേർച്ച ചെയ്താലും വഖഫ് ചെയ്താലും ജായിസാവൂല. ഇതൊന്നും ഞങ്ങള് പറഞ്ഞല്ല, ഇവര് ബഹുമാനിക്കുന്ന ഇബ്നു ഹജർ ഹൈത്തമി പറഞ്ഞതാ. ഇത് അറിയങ്ങള് ഇപ്പൊ എന്താ പറയുന്നത്? നിങ്ങള് കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് മഹാന്മാരെ ഖബറിനെ പറ്റിയല്ല, അത് സാധാരണക്കാരന്റെ ഖബറിനെ പറ്റിയാണ്. മഹാന്മാരെ ഖബറുകൾ കെട്ടിപ്പൊക്കാം, പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞത് മുശ്രിക്കിന്റെ ഖബറാണ്. എന്നാ പഠിച്ചു വെച്ചോ. ഇമാം ഷാഫി മുശ്രിക്ക? നിങ്ങളെ കിതാബിൽ തന്നെ എഴുതിയത്. വഖദ് അഫ്താ ജമ്മും ബിഹദ്മി കുല്ലി മാ ബിഖറാഫത്തി മിസ്ർ മിനൽ ബിനാ. ഈജിപ്തിലെ പൊതു ഖബർസ്ഥാനിൽ ഖബറുകൾക്ക് മീതെ കെട്ടിപ്പൊക്കെ എല്ലാം പൊളിച്ചു നീക്കാൻ ഒരു കൂട്ടം ഷാഫി ഉലമാക്കൾ ഫത്വ കൊടുത്തു. ഹത്താ ഖുബ്ബത്തി ഇമാമിന ഷാഫിഈ. നമ്മുടെ ഇമാമായ ഇമാം ഷാഫിയുടെ ഖബറിന്റെ മേലുള്ള കുബ്ബയും പൊളിച്ചു നീക്കാൻ ഫത്വ കൊടുത്തു. അവിടുത്തെ വഹാബികളല്ല. ആരാ? ഷാഫി പണ്ഡിതന്മാര് റളിയല്ലാഹു അൻഹു. അല്ലത്തി ബനാഹാ ബഅദുൽ മുലൂക്. ചില രാജാക്കന്മാരുണ്ടാക്കിയതായിരുന്നു അത്. വയംബഗി ലികുല്ലി അഹദിൻ ഹദ്മു ദാലിക. അതുകൊണ്ട് എല്ലാ ഓരോരുത്തർക്കും നിർബന്ധമാണ് ജാറം പൊളിച്ചു നീക്കൽ. മാലം യുഹ്സമിന്റെ മഫ്സദത്തുൻ. പൊളിക്കുന്നോണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെങ്കിൽ നമുക്കെന്നെ സ്വന്തം പോയി പൊളിക്കാം. അല്ലെങ്കിൽ ഫയതായന റഫ്ഉൽ ഇമാം. ഭരണാധികാരിക്ക് പരാതി കൊടുക്കണം, ഇങ്ങനെ ഒരു ജാറുണ്ട്, ഇതിപ്പോ പൊളിച്ചു നീക്കണം. അപ്പൊ മൂപ്പര് വണ്ടി അയക്കും, കോരിട്ടാണ് കൊണ്ടുപോകും. തൗഹീദുള്ള ഭരണാധികാരിയാണെങ്കിൽ. കണ്ടോ? അപ്പൊ നമ്മൾ സ്വന്തം പോയി പൊളിക്കണം എന്നല്ല. കഴിവുണ്ടെങ്കിൽ നമുക്കൊരു പള്ളി കിട്ടി, പള്ളി ശുദ്ധിയാക്കുകയാണെങ്കിൽ ആദ്യം ജാറങ്ങളൊക്കെ പൊളിച്ച് ക്ലീനാക്കി എല്ലാവരും ഖബറും ഒരുപോലെ ആക്കുക. മനസ്സിലായില്ലേ? അപ്പൊ പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞ മുശ്രിക്കിന്റെ ഖബറല്ല. ഇമാം ഷാഫി മുശ്രിക്കാണോ? ഇമാം ഷാഫിന്റെ ഖബർ പൊളിച്ചു നീക്കാൻ ഫത്വ കൊടുത്തത് ആരാ? ജംഉം മിനൽ ഉലമാഇ ഷാഫിഇയ്യ. ഷാഫി മദ്ഹബിലെ പ്രമുഖന്മാരായ ഒരു കൂട്ടം പണ്ഡിതന്മാർ. ഇത് നടപ്പിലാക്കാൻ നമ്മുടെ സമസ്തക്കാർക്ക് എ പി ആകട്ടെ, ഇ കെ ആകട്ടെ, ആനയാകട്ടെ, ടൈഗർ ആകട്ടെ, ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ? എന്ത് ഷാഫിയാ നിങ്ങള്? നിങ്ങൾ ഏത് ഷാഫിയാ? ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ. കേരളത്തിൽ ഷാഫികളാണ് ഒക്കെ കുബൂരികളാന്ന് പറയുമ്പോ അവർ ഷാഫി മദ്ഹബിന്റെ പണ്ഡിതന്മാർ. ഇപ്പൊ ഞാൻ മക്കയിൽ വെച്ച് പറയും, യമനിലുള്ള ഒരുപാട് ഷാഫി പണ്ഡിതന്മാരെ കണ്ടു. ഓലൊക്കെ അത്ഭുതപ്പെടുക. എന്ത് ഷാഫി അത്? ഞാൻ നിങ്ങളെ നാട്ടിൽ നിന്ന് ഈ ഖുറാബാത്തൊക്കെ ഞങ്ങളെ നാട്ടിലേക്ക് വന്ന്, ഈ ഖുറാബാത്തൊക്കെ യമനിന്ന് കൊണ്ടുവന്ന അല്ലറമൗത്തുനിന്നും മറ്റുപ്പോഴും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരുടെ ഈ പുസ്തകം മുഴുവൻ അതാ. ശിർക്കും ശിർക്കിലേക്ക് നയിക്കുന്ന കാര്യങ്ങളും ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞത്. ഇത് സൗദിയിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഖുമൈസ് എന്ന പണ്ഡിതനാണ്. ഒക്കെ ഉദ്ധരണിയാണ്, ഷാഫി പണ്ഡിതന്മാരെ കിതാബിന്റെ ഉദ്ധരണിയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് വെറുതെ ഉണ്ടായതല്ല. ഇത് ശിർക്കിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നും ഉണ്ടാകുന്നത്
ഖബറിനെ ചുറ്റിപ്പറ്റിയാണ്. അതിനെ നമ്മൾ പേടിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇശാ നമസ്കാരത്തിന് ശേഷം നമുക്ക് ബാക്കി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകും. റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇശാ നമസ്കാരത്തിന് മുമ്പ് നാം പറഞ്ഞു വെച്ചിടത്തു നിന്ന് ആരംഭിക്കുകയാണ്. ഖബറുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ബിദ്അത്തുകളെ ശാഫിഈ പണ്ഡിതന്മാർ എതിർത്തത് അത് ശിർക്കിലേക്കുള്ള വസീലയാണ് എന്ന നിലക്കാണ് എന്ന് ഞാനിവിടെ ഉദ്ധരണികൾ സഹിതം ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി, അതുപോലെ ഇബ്നു ഹജർ അൽ ഹൈത്തമി എന്ന ഈ അടുത്ത കാലത്ത് ജീവിച്ച പ്രമുഖ ശാഫിഈ പണ്ഡിതൻ, ഇവരുടെയൊക്കെ ഇബാറത്തുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യം, ഖബറുകളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നത് ശിർക്കിലെത്താൻ സാധ്യതയുള്ളതുകൊണ്ട് അത് വിരോധിക്കുകയാണ് ശാഫി പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത്. കാരണം ഹദീസുകളിൽ നിന്നും ലഭിക്കുന്നത് അതാണ്. തഅലീമുൽ ഖുബൂർ, ഖബറുകളെ ആദരിക്കുക എന്നതിൽ നിന്നാണ് ശിർക്ക് ഉണ്ടാകുന്നത്. ശിർക്കിന്റെ ഒരു ഉത്ഭവസ്ഥാനം അതാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖബറുകളെ ആദരിച്ച് ഖബറാളി ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തിൽ അവിടെ പോയി അവരോട് സഹായം തേടുന്നത് ബിംബാരാധനക്ക് തുല്യമാണ് എന്നാണ് ശാഫിഈ പണ്ഡിതന്മാർ ബഹുമാനിക്കുന്ന ഫഖ്റുദ്ദീനുർ റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. ബിംബാരാധന എങ്ങനെ ഉണ്ടായി എന്ന് വിശദീകരിച്ച ശേഷം അദ്ദേഹം പറയുന്നു, വനളീറുഹു ഫീ ഹാദൽ സമാൻ ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി ബിതഅലീമി ഖുബൂരിൽ അകാബിർ. ഈ ബിംബാരാധനക്ക് തുല്യം തന്നെയാണ്, അതിന് സമം തന്നെയാണ് ഇന്ന് അള്ളാഹുവിന്റെ പടപ്പുകളിൽ ധാരാളം ആളുകൾ ഏർപ്പെട്ടിട്ടുള്ള സംഗതി. അതെന്താ? മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കുക, അതിരുവിട്ട് ആദരിക്കുക, തഅലീമ് ചെയ്യുക, ബഹുമാനിക്കുക, വന്ദിക്കുക. എന്താണ് അവരുടെ വിശ്വാസം? അലഅത്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും, അവരുടെ ഖബറുകളെ ആദരിച്ചാൽ ഫഇന്ന ഉലൈകൽ അകാബിറ യകൂനൂന ശുഫാഅലഹും ഇൻദല്ലാഹ്, ആ ഖബറിലുള്ള മഹാന്മാർ നാളെ പരലോകത്ത് ഇവർക്ക് വേണ്ടി ശുപാർശക്കാരായി വരും എന്ന വിശ്വാസത്തോടു കൂടി ഖബറാളികളെ ആദരിക്കുന്നത്, അതിലേർപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ ഇത് ബിംബാരാധനക്ക് തുല്യം തന്നെയാണ്. കണ്ടോ? അപ്പൊ ഖബറാരാധന എന്ന് പറയുന്നത് എന്താ? എന്ത് നടക്കുന്ന ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങൾ ആദരിക്കുന്നേ ഉള്ളൂ, മഹാന്മാരെ ബഹുമാനിക്കുന്നേ ഉള്ളൂ, ഖബറുകളെ തഅലീമ് ചെയ്യുന്നേ ഉള്ളൂ. തഅലീമ് തന്നെ ബിംബാരാധനക്ക് തുല്യാന്നാ പറഞ്ഞത്. മാത്രമല്ല ശാഫി മദ്ഹബിലെ മജ്മൂ ശറഹ് മുഹദ്ദബിലും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് സഹൻ നഹ്യു അൻ തഅലീമിൽ ഖുബൂർ, ഖബറുകളെ ആദരിക്കാൻ പാടില്ല, ഖബറുകളെ വന്ദിക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണെന്ന് സഹീഹായ നിലക്ക് വന്നിട്ടുണ്ട് എന്ന് മജ്മൂ ശറഹ് മുഹദ്ദബിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശാഫികൾക്കൊക്കെ പരിചയമുള്ള ഒരു പണ്ഡിതനാണല്ലോ ബൈളാവി. അദ്ദേഹം പറയാണ്, കമാ ഫി ഹാശിയത്തി സുയൂത്തി അലാ സുനനിൻ നസായി, നസായി എന്ന ഹദീസ് ഗ്രന്ഥത്തിന് സുയൂത്തി എഴുതിയ ആശിയ അതിന്റെ വിശദീകരണത്തിലുള്ള എന്താ? ലമ്മാ കാനത്തിൽ യഹൂദു വന്നസാറ യസ്ജുദൂന ലിഖുബൂരി അംബിയാഇഹിം വയതവജ്ജഹൂന ഇലൈഹാ തഅലീമൻ ലിശഅനിഹിം ويجعلونه قبلة يتوجهون في الصلاة والدعاء نحوها واتخذوها أوثانا لعنهم الله ومنع المسلمين من مثل ذلك وأصل الشرك إنما حدث من تعليم القبر والتوجه إليه. ഹാസിയത്ത് സുനൻ നസായി 2-ാം വാള്യം 42-ാം പേജ് ബൈളാവിയാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? യഹൂദികളും നസാറാക്കളും അവരുടെ നബിമാരുടെ ഖബറുകൾക്ക് സുജൂദ് ചെയ്യുകയും ബഹുമാനത്തോടെ ആ ഖബറുകളിലേക്ക് തിരിയുകയും ചെയ്തിരുന്നു അവരെ കാര്യങ്ങൾക്ക് വേണ്ടി. മാത്രല്ല അവർ ആ ഖബറുകളെ ഒരു ഖിബില പോലെയാക്കിയിരുന്നു.
പ്രാർത്ഥനയിലും നിസ്കാരത്തിലൊക്കെ അതിന്റെ നേരെ തിരിയുക, എന്നിട്ട് അതിനെ ബിംബങ്ങളെ പോലെ കണക്കാക്കുക. അവരെ അള്ളാഹു ശപിക്കട്ടെ. കണ്ടോ? മാത്രല്ല മുസ്ലിമീങ്ങളെ അതിൽ നിന്ന് അള്ളാഹു തടയട്ടെ. വമനഅൽ മുസ്ലിമീന മിൻ ദാലിക വാസിലു ശിർക്കി. ഇനിയാണ് വാചകം. ശിർക്കിന്റെ മുരട് ഇന്നമാ ഹദസ മിൻ തഅലീമിൽ ഖബരി. ഖബറിനെ ആദരിക്കുന്നതിൽ നിന്നാണ് ശിർക്കിന്റെ അസ്ല് പുതുതായി ഉണ്ടായത്. വത്തവജ്ജുഹു ഇലൈഹി, അതുപോലെ ഖബറിലേക്ക് തിരിയുന്നതിൽ നിന്നും. ഞാൻ ചോദിക്കട്ടെ, ലാത്ത എന്ന മനുഷ്യന്റെ ബിംബം എങ്ങനെ ഉണ്ടായത്? ആദ്യമുണ്ടായത് ബിംബമല്ല, ആദ്യമുണ്ടായത് ഖബറാണ്. ഖബറിനെ ബഹുമാനിച്ച് ഖബറിന്റെ അടുത്ത് പോയി ഇത്തികാഫിരുന്ന് അങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ ബിംബം ഉണ്ടാക്കി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇത് ഉണ്ടായിട്ടുള്ളത് എന്ന് ഈ പറഞ്ഞ ബൈളാവിയും പറഞ്ഞു, ഫഖറുദ്ദീനുർ റാസിയും പറഞ്ഞു. ഇനി നിങ്ങൾ നോക്ക്, നബവിയും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ നബവിയും പറഞ്ഞിട്ടുണ്ട്. ഇന്നമാനഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇത്തിഖാദി ഖബരിഹി വഖബരി ഗൈരിഹി മസ്ജിദൻ. തന്റെ ഖബറും താനല്ലാത്തവരെ ഖബറും സുജൂദ് ചെയ്യുന്ന സ്ഥാനമാക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചത് എന്തുകൊണ്ടാണ്? ഖൗഫൻ മിനൽ മുബാലഗത്തി ഫീ തഅലീമിഹി വൽ ഇഫ്തിനാലി ബിഹി. ആദരിക്കുന്നതിൽ ആളുകൾ അതിര് കവിയുമെന്ന് പേടിച്ചുകൊണ്ടാണ്. വല്ലിഫ്തിനാനി ബിഹി, ആ ഖബർ കൊണ്ട് ആളുകൾ ഫിത്നയിൽ അകപ്പെടും എന്ന് പേടിച്ചതുകൊണ്ടാണ്. ഫറുബ്ബമാ അദ്ദാദാലിക ഇലൽ കുഫ്രി, ചിലപ്പോൾ അത് കുഫറിലേക്ക് നയിക്കും. കമാ ജറാലി കസീരിൻ മിനൽ ഉമമിൽ ഖാലിയ, കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ ധാരാളം സമുദായങ്ങൾക്ക് സംഭവിച്ചതുപോലെ. ولما احتاجت الصحابة رضوان الله عليهم أجمعين والتابعون إلى الزيادة في مسجد رسول الله صلى الله عليه وسلم حين كثر المسلمون وامتدت الزيادة إلى أن دخلت بيوت أمهات المؤمنين فيها ومنها هجرة عائشة رضي الله عنها فدفن فيها رسول الله صلى الله عليه وسلم وصاحبه وأبي بكر وعمر رضي الله عنهما بنوا على القبر حيطانا. അപ്പോ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സഹാബികൾക്ക് റിദ്വാനുല്ലാഹി അലൈഹി മജ്മഈൻ, അവർക്കും താബിഈകൾക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളി മസ്ജിദുൻ നബവി വിപുലീകരിക്കണമെന്ന് ആവശ്യം വന്നപ്പോൾ, മുസ്ലിമീങ്ങൾ വർദ്ധിച്ചപ്പോൾ, മാത്രല്ല ആ പള്ളി കൂട്ടിയെടുക്കുമ്പോ നബിയുടെ ഭാര്യമാരുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ വീടും കൂടി അതിൽ ഉൾപ്പെട്ടുപോയി. അതിൽപ്പെട്ട ഒരു വീട്ടിലാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും തന്റെ രണ്ട് കൂട്ടുകാരായ അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെയും ഖബറും ഉള്ളത്. ബനു അലൽ ഖബരി ഹീതാനം മുർതഫിഅതൻ മുസ്തദീറതൻ. അപ്പൊ അവരെന്ത് ചെയ്തു? ആ വീടുകളെ മുഴുവൻ ചുറ്റുന്ന ഒരു വലിയ വൻമതിലുണ്ടാക്കി. എന്തിനു വേണ്ടി? ലിഅല്ലാ യദ്ഹറ ഫിൽ മസ്ജിദി, അത് പള്ളിയിൽ കാണാതിരിക്കാൻ വേണ്ടി. ഏതൊരു കാര്യത്തെക്കുറിച്ച് റസൂൽ താക്കീത് നൽകിയിട്ടുണ്ടോ ആ കാര്യത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയും. ആ ഖബറിനെ ഒരു പഞ്ചകോൺ രൂപത്തിലാക്കി. എന്താ കാരണം? അത് ഖബറിലേക്ക് തിരിയാൻ സാധിക്കാത്ത വണ്ണമാകാൻ. ഇത് ഇമാം നവവി പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? ഖബറിനെ കുറിച്ചുള്ള ശ്രദ്ധ ഇല്ലെങ്കിൽ അത് കുഫറിലേക്ക് എത്തും എന്ന കാര്യം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഖബർ കെട്ടിപ്പൊക്കാൻ വേണ്ടി അൽ-കൗഫിലുണ്ട്. എന്ത് അൽ-കൗഫിൽ പറഞ്ഞിട്ടുണ്ട്, അസ്ഹാബുൽ കൗഫിന്റെ ആ കൗമിനെ പറ്റി പറഞ്ഞിടത്ത് അത് ആളുണ്ടാക്കാൻ തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞിട്ടുള്ള ശാഫി പണ്ഡിതന്മാരുടെ മുഴുവൻ ഉദ്ധരണികളെയും തള്ളിക്കളഞ്ഞുകൊണ്ട്. ഇന്നിപ്പോ അവസ്ഥ എന്താ? ഇന്നിപ്പോ ഇവിടുത്തെ ഹജ്ജിന് പോകുന്ന ആളുകള് ഹജ്ജിന് പോകുന്നത് തന്നെ സിയാറത്ത് കം ഹജ്ജ് പാക്കേജ് ടൂർ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ജാറത്തുനിന്ന് സിയാറത്ത് ചെയ്ത്, അതിന്റെ അടുത്ത് സിയാറത്ത് ചെയ്ത്, അതിന്റെ അപ്പുറത്ത് സിയാറത്ത് ചെയ്ത്, അങ്ങനെ പോയിട്ട് അവസാനം നേരെ പോകുന്നത് മദീനത്തേക്കാണ്. അവരെ മനസ്സ് മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറായിരിക്കും. അവരധികവും മദീനത്താണ് നിൽക്കുക. എല്ലാ നേരവും റസൂലുള്ളാഹിന്റെ ഖബർക്ക് സലാം പറയാൻ വേണ്ടി അവര് പോകും. അവര് മനസ്സിലാക്കിയിട്ടത് റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നാണ്. യഥാർത്ഥത്തിൽ ഒരാൾ ഹജ്ജിന് പോയി നേരെ ജിദ്ദയിൽ പോയി, അവിടുന്ന് നേരെ മക്കയിൽ പോയി, അറഫ, മിന, മുസ്ദലിഫ ആ മശായറുകളിലൊക്കെ പോയി ഹജ്ജിന്റെ കർമ്മം ചെയ്ത് നേരെ ജിദ്ദയിൽ ഒന്ന് തിരിച്ചു പോന്നാൽ ഹജ്ജിനൊരു കുഴപ്പം സംഭവിക്കൂല, മദീനത്ത് പോയില്ലെങ്കിലും.
പക്ഷെ സാധാരണ നിലക്ക് മദീനക്കായിട്ട് വേറെ വിസ എടുത്ത് പോകില്ലല്ലോ. അതുകൊണ്ട് ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ മദീനത്തും പോകും. അത് അതിട്ട് ബന്ധപ്പെട്ട കർമ്മം എന്നുള്ള നിലക്കല്ല. പക്ഷെ അതിനുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഹദീസുകൾ. ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ട് എന്നെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്നോട് പിണക്കം കാണിച്ചു. മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി. ദുർബലമായ തെളിവിന് കൊള്ളാത്ത ഹദീസാണ്. അതുപോലെ തന്നെ വമൻ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് ചെയ്തു എന്നിട്ട് മദീനയിൽ അവൻ എന്നെ സന്ദർശിക്കുകയും ചെയ്താൽ കാന്നമാസാറനി ഫി ഹയാത്തി, ജീവിതകാലത്ത് എന്നെ സന്ദർശിച്ചവനെ പോലെയാണ്. ജീവിതകാലത്ത് റസൂലിനെ സന്ദർശിച്ച മുഅ്മിനായ ആളെന്താ? സഹാബിയാണ്. അപ്പൊ മദീനത്ത് പോയാൽ സഹാബിന്റെ ദർജയായി. ഹജ്ജ് കഴിഞ്ഞിട്ട് പോയാൽ നോക്കിങ്ങള്. ഇതുപോലെ ആരെങ്കിലും എന്റെ ഖബർ സന്ദർശിച്ചാൽ എന്താകും? അവൻ എന്റെ ശഫാഅത്ത് ലഭിക്കും എന്ന്. ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ അത് വാജിബാണ് എന്ന് വരെ പറയുന്നത്. ഇപ്പൊ തബ്ലീഗ് സുഹൃത്തുക്കൾ കൊണ്ട് നടക്കുന്ന ഹജ്ജിന്റെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ മദീന സിയാറത്തുമായി ബന്ധപ്പെട്ട് 120ഓളം പേജ് എഴുതിയിട്ടുണ്ട്. ഫളായിൽ അഅ്മാൽ എഴുതിയ സക്കരിയ മൗലാന പറയാണ്, ഞങ്ങളുടെയും ഞങ്ങളുടെ ഉസ്താദുമാരുടെയും അടുക്കൽ റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യൽ വാജിബിനോടടുത്തതാണ്. എന്താ തെളിവ്? ഈ ദഈഫായ ഹദീസുകൾ. ഒരൊറ്റ സഹീഹായ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരൊറ്റ ഹദീസുമില്ല. സുഹൃത്തുക്കളെ, ഈ KL 55P 3756 എന്ന ഈ സ്വിഫ്റ്റ് ഡിസയർ കാർ ഒന്ന് മുമ്പിൽ നിന്ന് മാറ്റി തന്നാൽ നന്നായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, മനഃപൂർവ്വം ആരെങ്കിലും അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കാരണം ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോ ഹജ്ജിന് പോകുന്ന ആളുകൾ വായിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ പ്രധാനമായും മദീനത്ത് പോകുക, റസൂലുള്ളാഹിന്റെ ഖബർ സന്ദർശിക്കുക, എന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുക, റസൂലേ ഒന്ന് സഹായിക്കണം, റസൂലേ ഞങ്ങൾക്ക് അത് തരണം, റസൂലേ ഞങ്ങളുടെ രോഗം മാറ്റണം. അപ്പൊ ഇവിടുന്ന് ഒന്നും കിട്ടാത്തതൊക്കെ അവിടുന്ന് കിട്ടുന്ന വിചാരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആരോടും ചോദിക്കാൻ പാടില്ല. അത് തനിച്ച ശിർക്കാണ്. അതാണ് പലപ്പോഴും ഹജ്ജിന് പോകുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ 66 മര്യാദയുണ്ട് എന്നാണ് സക്കരിയ മൗലാന ഫളായിലെ ഹജ്ജിൽ എഴുതിയിട്ടുള്ളത്. 66 മര്യാദ അതിലുണ്ട്. നിങ്ങളിപ്പോൾ വന്നിരുത് റസൂലുള്ളാഹി അറിഞ്ഞിട്ടുണ്ട്, കോട്ടക്കന്നിങ്ങനെ കൊഞ്ഞേമ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കണ്ണ് പൂട്ടി കൈകാലുകൾ അടക്കി വെച്ച് തല കുനിച്ച് ഭവ്യതയോടെ നിൽക്കണം. തന്നല്ലേ ഇബാദത്ത്. അഖസാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും കാണിക്കുക. അപ്പൊ റസൂലിനെ ആരാധിക്കലല്ലേ ഇത്? പിന്നെ റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിൽ ഏറ്റവും ഉത്തമമായ രൂപം ഉത്ബയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതാണ്. എന്താ ഉത്ബയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത്? ഒരു കാട്ടറബി വന്നിട്ട് റസൂലുള്ളാഹിന്റെ ഖബർഗ വന്നിട്ട് 2 വരി കവിത അങ്ങ് ചൊല്ലി, വലവു അന്നഹും ബിളലമു അൻഫുസഹും എന്ന ആയത്തുണ്ട്, അതനുസരിച്ച് ഞാൻ വന്നതാണ്. ഇവിടുന്ന് പൊറുക്കല്ല തേടിയാ പൊറുക്കും വിചാരിച്ചിട്ട് എന്നിട്ട് 2 വരി കവിതയും ചൊല്ലിയിട്ട് അറാബിയാണ് പോയി. അപ്പൊ അവിടെ ഇരിക്കണ ഒത്തുബിക്ക് ഉറക്കം വന്നു. കിനാവ് കണ്ടെങ്കിൽ ഉറങ്ങണല്ലോ. പെട്ടെന്നൊരു ഉറക്കം വന്നൊരു കിനാവ്. ആ കിനാവിൽ റസൂല് വന്നിട്ട് പറഞ്ഞു, ആ അറാബിന്റെ പിന്നാലെ പോയി പറഞ്ഞു കൊടുക്ക്, അയാൾക്ക് അള്ള പുറത്തു കൊടുത്തു. ദുർബലമായ തെളിവിന് കൊള്ളാത്ത സംഭവം അത്. ഇത് തബ്ലീഗ് മൗലാന എടുത്തു കൊടുക്കുക 2 സ്ഥലത്ത്. നോക്കണങ്ങള്. പൊതുവെ ആളുകളെ വിചാരം എന്താ വെച്ചാല് തരക്കടില്ല, നിസ്കാരവും നോമ്പും സലാത്തും ഒക്കെ ഉള്ള ആളാ. തൗഹീദ് ക്ലിയർ ആകാതെ എത്ര നിസ്കരിച്ചിട്ട് എന്താ കാര്യം? എത്ര നോമ്പെടുത്തിട്ട് എത്ര സലാത്ത് ചൊല്ലിട്ട് എന്താ കാര്യം? നമ്മുടെ നാട്ടിലെ ഖുറാഫികള് അല്ലാഹുവല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇസ്തിഗാസക്ക് തെളിവ് പറയുന്ന ഏതാണ്ട് എല്ലാ ദുർബല ഹദീസും കള്ള ഹദീസും ഹജ്ജിന്റെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിലെ ഈ 120 പേജിൽ മൗലാന കൊണ്ടുവന്നിട്ടുണ്ട്. അത് വായിച്ചു പോയാൽ ഹജ്ജ് കൊളാവും. തബ്ലീഗുകാർ ഹജ്ജിന്റെ മഹത്വം വായിച്ചിട്ടാണ് ഹജ്ജ് ചെയ്യണത്, അയാൾ ഹജ്ജ് കൊളായി. 66 മര്യാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യാൻ. ഉത്ബിയുടെ ഈ കഥ, ഉത്ബി തന്നെ സാക്ഷാൽ കള്ളൂടിയനാണ്. കാന മുസ്തഹ്തിറൻ ബിശ്ശറാബ് എന്നാണ് അയാളെ കുറിച്ച് ചരിത്രത്തിൽ കാണുന്നത്. പരസ്യമായി മദ്യപിക്കുന്ന ആളായിരുന്നു. അയാളെ റിപ്പോർട്ട് സ്വീകരിക്കാൻ പറ്റുമോ? എന്നിട്ട് ഈ കള്ളുടിയന്റെ റിപ്പോർട്ടാണ് മൗലാന സ്വീകരിച്ചിട്ടുള്ളത്.
എന്താ തെളിവ്? ആ കിതാബിനുണ്ട്, ഈ കിതാബിനുണ്ട്, മറ്റേ കിതാബിനുണ്ട്, 150 കിതാബിനുണ്ടായി നിൽക്കുക. സാധനതല്ലേ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ തരത്തിലുള്ള കള്ളക്കഥകൾ പറഞ്ഞിട്ടാണ് മുസ്ലിമീങ്ങളെ ജാറത്തിന് ചുറ്റും തട്ടി നിർത്തുന്നത്. ഞങ്ങൾ ബറേലവികൾക്കെതിരാണ്, ദയൂപത്തി പണ്ഡിതന്മാർ ബറേലവികൾക്കെതിരാണ് എന്നൊക്കെ പറയുന്ന തബ്ലീഗുകാര്. ബറേലവികൾ പറയുന്നത് വേറൊരു കോലത്തിൽ നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നന്നായി മനസ്സിലാക്കിക്കോ. സിയാറത്ത് കം ഹജ്ജ് പാക്കേജ് ടൂർ എന്നും പറഞ്ഞിട്ട് നടക്കുന്നിടത്ത് നിങ്ങൾക്ക് സിയാറത്ത് കിട്ടും, പാക്കേജുകാരന് പൈസയും കിട്ടും, നിങ്ങൾക്കൊരു ടൂറും കിട്ടും, ഹജ്ജ് മാത്രം കിട്ടൂല. ഹജ്ജ് കിട്ടണമെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞങ്ങളിതാ വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരോ കൂട്ടുകാരോ ഇല്ല. കണ്ടോ? ഇന്നൽ ഹംദ വന്നിഅമത ലക്, എല്ലാ സ്തുതിയും നിനക്കാണ്, എല്ലാ അനുഗ്രഹങ്ങളും നിന്റേതാണ്, എല്ലാ ആധിപത്യവും നിനക്കുള്ളതാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. അപ്പൊ തൗഹീദാണ് ഹജ്ജ് എന്ന് പറഞ്ഞ. തുടക്കം മുതൽക്ക് ഒടുക്കം വരെയും തൗഹീദാ. അറഫയിൽ അധികം പറയേണ്ട എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലേ? ഇത് തന്നെ അറഫിന് സഫയിൽ പറയണം, ഇത് തന്നെ മറുവയിൽ പറയണം. മുഴുവൻ തവണ എന്താണ് നിങ്ങൾ എറിയുമ്പോ പറയേണ്ടത്? ജംറയിൽ എറിയുമ്പോ അല്ലാഹു അക്ബർ എന്നാ പറയേണ്ടത്. നിങ്ങൾ എന്താ ഹജറുൽ അസ്വദിന്റെ അവിടെ പറയേണ്ടത്? അല്ലാഹു അക്ബർ. അല്ലാഹു ആകുന്ന അത്യുന്നതൻ. അത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. അപ്പൊ ഹജ്ജ് മുഴുവനും തൗഹീദാ. പക്ഷേ ഹജ്ജിനെ ശിർക്കിൽ കൊണ്ടുപോയി കെട്ടുകയാണ് പല ആളുകൾ ഇപ്പൊ ചെയ്യുന്നത്. ഹജ്ജിന് പോയിട്ട് 3 ലക്ഷമോ 4 ലക്ഷമോ ഒക്കെ കൊടുത്തിട്ട് അപ്പൊ ഒരാൾ ഹജ്ജിന് പോയി. ഈ കൗമിന്റെ കൂടെ പോയി എന്തായിരിക്കും അവസ്ഥ? ബസ് കയറുമ്പോ തുടങ്ങും മൗലൂദ്, അല്ലേ? അവിടെ ചെന്നാൽ റാത്തീബ്, അറഫയിൽ ചെന്നാല് ഹാ ഹൂ ഹീ എന്നും പറഞ്ഞിട്ട് പല തരത്തിലുള്ള മൗലൂദുകളും. ആളുകളെ ശിർക്ക് ചെയ്യിച്ചിട്ടേ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ അള്ളാന്റെ പടപ്പുകളോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. റസൂലുള്ളാഹിനോട് ദുആ ചെയ്യാന്ന് പറയുന്നത് ഇപ്പൊ തബ്ലീഗുകാർ കൊണ്ടുനടക്കുന്ന സലാത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, ഫസായിലെ ദറൂദ് ഷരീഫ്. ഇംഗ്ലീഷിലും മറ്റൊക്കെ അത് വിവർത്തനം ചെയ്തിട്ട് അതിന്റെ അവസാനത്തിൽ ഒരു കവിത ഉണ്ട്. മൗലാന ജാമിയുടെ കവിതയാണ്. പ്രവാചക സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന കവിത എന്നാണുള്ളത്. സക്കരിയ മൗലാന ചെറുപ്പത്തിൽ ആ കവിത കേട്ടിരുന്നു. അപ്പൊ ഈ ബുക്ക് എഴുതിയപ്പോ ഇതിന്റെ അവസാനത്തിൽ ഒരു കവിത ഉൾപ്പെടുത്തണം തോന്നിയപ്പോ മൂപ്പർക്ക് അത് ഓർമ്മ വന്നു. ചെറുപ്പത്തിൽ പഠിച്ച മൗലാന ജാമിയുടെ കവിത. അതിന്റെ വിശേഷം എന്താണെന്നറിയോ? ആ കവിതയുമായിട്ട് മൗലാന ജാമി മക്കത്ത് ചെന്നു. അത് കഴിഞ്ഞിട്ട് മദീനത്തേക്ക് പോകാൻ മൂപ്പരെ പരിപാടി. അപ്പൊ മക്കത്ത് അമീറിന് അള്ള സ്വപ്നം കാണിച്ചു കൊടുത്തു. മൗലാന ജാമി എന്ന ഒരാള് ഒരു കവിതയും കൊണ്ട് വന്നിട്ടുണ്ട്. പ്രവാചക സ്നേഹം വഴിഞ്ഞൊഴുകുന്ന കവിതയാണത്. അതുമായിട്ട് മദീനത്ത് ചെന്ന് ആ കവിത എങ്ങാനും ചൊല്ലിയാൽ അള്ളാന്റെ റസൂൽ ഖബർ കയ്യിൽ കൈ പുറത്തുകൊടും. അപ്പൊ കണ്ടു നിൽക്കുന്ന ഒരു ആശയക്കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് മൂപ്പൻ അങ്ങോട്ട് മദീനത്തേക്ക് വിടരുത്. ഇതൊക്കെ തബ്ലീഗിന്റെ പുസ്തകത്തിലുള്ളതാ. ആ കവിത മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട് പത്തനാപുരം സാലിഹ്. അതിലെന്താ ഉള്ളത്? കരുണ കടലാൻ നബിയുള്ള കരുണ ചൊരിയുക ഞങ്ങൾക്ക് യാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആരോടാ പ്രാർത്ഥിക്കണത്? 2-3 പേജ് ഇതേ മാതിരിയാണ്. ഇപ്പൊ മൗലാന ജാമിന്റെ കവിത ശരിക്കും മലയാളത്തിലാക്കിയപ്പോ റസൂലുള്ളാഹിനോടുള്ള ദുആ. ഇതും വായിച്ചിട്ടൊക്കെ ഒരാൾ തബ്ലീഗിന്റെ കൂടെ നടന്ന അവന്റെ സ്ഥിതി എന്താ? തബ്ലീഗ് തന്നെ ദീൻ എത്തിച്ചു കൊടുക്കല. അവർ ഇഖ്ലാസിനെ പറ്റിയൊന്നും നമുക്ക് തർക്കല്ല. അവർക്ക് ദീൻ ഒഴിവാക്കിയത്, കച്ചവടം ഒഴിവാക്കി, ഭാര്യനെ ഒഴിവാക്കി, ഉമ്മാനെ ഒഴിവാക്കി ഒക്കെ പോലെ തബ്ലീഗിന് പോകും. പക്ഷേ ഇത് തൗഹീദ് ശരിയാകാതെ തബ്ലീഗ് നടത്തിയത് കാര്യമുണ്ടോ? തൗഹീദ് ശരിയാകണമെങ്കിൽ ഒരു പറയും ഞങ്ങൾ കലിമ ഉറപ്പിക്കും. എന്തുറപ്പിക്കല്? എന്താ ഉറപ്പിക്കലറിയോ? തൗഹീദ് റുബൂബിയത്ത്. അബൂജഹലിന് ഉറപ്പിച്ച തൗഹീദ്. തൗഹീദ് റുബൂബിയത്ത് എന്താ? അള്ളയാണ് ഈ ലോകം പടച്ചത്, അള്ളയാണ് നമുക്ക് ഭക്ഷണം തരുന്നത്, അള്ളാനെ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്റെ കച്ചവടം കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്, അള്ളാനെ കൊണ്ടാണ്. എന്റെ ഉദ്യോഗമല്ല എന്നെ ജീവിപ്പിക്കുന്നത്, അള്ളാഹുവാണ്. എല്ലാ കാര്യങ്ങളും നടക്കണം അള്ളാനെ കൊണ്ടാണ്. ഇത് ഉറപ്പിക്ക. ഇത് അബൂജഹലിന് ഉറച്ച തൗഹീദാ. അതവിടെ ഉറപ്പിക്കണ്ടേ? ആർക്കാ അവിടെ തർക്കമുള്ളത്? എന്റെ ആ കച്ചവടമല്ല ഇപ്പൊ തെണ്ടിപ്പോകരുത് കേട്ടോ എന്നൊരുത്തം പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാന്റെ ഒരു സഹായം അല്ലാന്ന. ആ വർത്താനത്തിലൊരു സൂക്ഷ്മത കുറവുണ്ട്.
അള്ളാഹു എനിക്ക് ആ കച്ചവടത്തോടെ ബർക്കത്ത് തന്നോണ്ട്, അല്ലെങ്കിൽ ഞാൻ തണ്ടിയിരുന്നു എന്നാ പറയണ്ടത് അല്ലേ? ഇന്റെ ഈ ജോലി ഇല്ലെങ്കിൽ ഞാനും എന്റെ കുട്ടികളും പട്ടിയെടുക്കുമായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഒരു സഹായം അല്ലാതെ എന്റെ ജോലി കൊണ്ട് മാത്രമാണ് നമ്മുടെ വിശ്വാസമുണ്ടോ? ആ വാക്കിൽ തെറ്റുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം തല്ല അള്ളാഹുവിന്റെ നിഅമത്തിനെ നിഷേധിക്കൽ ഒരിക്കലും സുഹൃത്തുക്കളെ അതിൽ വരുന്നില്ല. പക്ഷെ അതാണ് ഇപ്പൊ തബ്ലീഗുകാര് കാര്യമായി പഠിപ്പിക്കണ തൗഹീദ്. അതാ തൗഹീദുർ റുബൂബിയ്യത്ത്. അള്ളാഹിനെ കൊണ്ടാ എല്ലാം നടക്കുന്നത്. അള്ളാഹിനെ കൊണ്ടാണ് നമ്മളെ കച്ചവടം കൊണ്ടല്ല, നമ്മൾ ജോലി കൊണ്ടല്ല. അതെല്ലാവരും അറിയുന്ന കാര്യം, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതേ സമയത്ത് അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ പാടുള്ളൂ. അത് ജനങ്ങളെ പഠിപ്പിക്കുകയും അതിനെതിരായി നടക്കുന്ന ശിർക്കിനെ കുറിച്ച് ആളുകളെ മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ആ തബ്ലീഗല്ല. അത് നബിമാര് പഠിപ്പിച്ച ദീനല്ല. നബിമാര് വന്ന നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു? നബിമാര് വന്ന നാട്ടിലെ ജനങ്ങള് അള്ളാഹിനെ പറ്റി ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നു. ആരാ ആകാശത്തെ ശ്രദ്ധിച്ചത്? മക്കത്തെ മുശ്രിക്കും പറയാം അള്ളേന്ന്. ആരാ നിങ്ങളെ പടച്ചത്? അള്ളാഹുവാണ്. ആരാ മഴ വർഷിപ്പിക്കുന്നത്? അള്ളാഹുവാണ്. ആരാ നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്? അള്ളാഹുവാണ്. അബൂജഹൽ അടക്കമുള്ളവർ അംഗീകരിക്കും. ആർക്കാണ് പരമാധികാരം? അള്ളാഹുവിനാണ്. അത് അംഗീകരിച്ചോണ്ട് ഒരാള് മുവഹിദാവോ, മുസ്ലിമാകോ? ഇല്ല. പിന്നെന്ത് വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. ആരാധനയുടെ ഇനമാണല്ലോ ദുആ. അതിൽ സംശയമുണ്ടോ? ദുആ അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്നത് പഠിപ്പിക്കണം. ഇത് ജാറം അറ്റാച്ച്ഡ് പള്ളിയിലായാലും തബ്ലീഗിനെത്തിയാൽ അവിടെ വട്ടത്തിലിരിക്കാൻ സൗകര്യം കിട്ടിയാൽ മതി, ജാറത്തെ കുറിച്ച് മിണ്ടൂല. വട്ടത്തിലിരിക്കാൻ സൗകര്യം കിട്ടലാണ് പോലെ ആവശ്യം. അവിടെ വട്ടത്തിലിരുന്ന് കാര്യമുണ്ടോ? ജാറം അറ്റാച്ച്ഡ് പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കാൻ തന്നെ പാടില്ല എന്നാണ്. അപ്പൊ തബ്ലീഗ് നടത്തിയ ദീനനെ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമതായി എത്തിക്കേണ്ടത് തൗഹീദ. നബിമാര് വന്നിട്ട് ആദ്യം ജനങ്ങളോട് പറഞ്ഞ കാര്യം എന്താ? യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കണം, നിങ്ങൾക്ക് അവനല്ലാതെ ആരാധനക്കർഹനായ ആരുമില്ല. അപ്പൊ പ്രാർത്ഥന അല്ലാഹുവിന് മാത്രം, നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നത് പോലെ ദുആയും അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. അപ്പോഴേ ഒരാളെ തൗഹീദ് പൂർത്തിയാകുള്ളൂ. അല്ലാഹുവല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ആളുകളെ അതൊന്നും വിലക്കുന്നില്ല. മൂസ മൗലാനയായിരുന്നു പിന്നെ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ്. ഇവിടുത്തെ കേരള അമീർ. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഈസാ മൗലവി എഴുതിയത് എന്താണെന്നറിയോ? ചില അഭിനവ മൗലവിമാർ മൗലീദിനെ എതിർക്കുന്നുവെന്ന് മൗലാന അറിഞ്ഞപ്പോൾ വർഷം തോറും തന്റെ സുഹൃത്തുക്കളായ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി മൗലീദ് കൊണ്ടാടുമായിരുന്നു. ആര്? തബ്ലീഗ് ജമാഅത്തിന്റെ സംസ്ഥാന അമീർ കാഞ്ഞാർ മൂസ മൗലാന. അപ്പൊ ഇസ്തിരിട്ട ഖുറാഫി എന്ന് മനസ്സിലാക്കിയാൽ മതി. കുറെ ആളുകൾ വിചാരിക്കും, ഓ ഒലപ്പം പോയ നേരിയായിപ്പോയി. ശരിയാ, ഇതാണ് പഠിപ്പിക്കുന്നത്. ഫളായിലെ അഅ്മാൽ എന്ന പുസ്തകം അറബിയിൽ ഇറക്കിയിട്ടില്ല. എന്താ കാരണം? തമിഴിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഉറുദുവിലുണ്ട്, ഒക്കെ ഉണ്ട്. കാരണം സൗദിയിൽ ഇത് നല്ലോണം ക്ലിക്കാവും. കാരണം തൗഹീദുള്ളവരോടാണല്ലോ പറയുന്നത്. തൗഹീദുണ്ട്, ശിർക്കില്ല, ബിദ്അത്തില്ല, സുന്നത്തുണ്ട്. അങ്ങനത്തെ കൗമിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കണം, നോമ്പ് വെൽക്കണം, സലാത്ത് ചെല്ലണം, ദൂർത്തടിക്കരുത്, വേഗം ക്ലിക്കാവും. അവിടെ ഇത് വായിക്കൂല, അവിടെ റിയാദ് സാലീന വായിക്കാം. ഫളായിൽ അഅ്മാൽ ഇങ്ങനെയൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരു അത്ഭുതപ്പെടും. കാരണം അവർക്ക് അറിഞ്ഞൂടാ, സാധുക്കൾക്ക് അവർക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് തബ്ലീഗ് എന്ന്. അപ്പൊ തബ്ലീഗ് ജമാഅത്തിന്റെ കൂടെ നടക്കുന്ന ഒരുപാട് സാധുക്കളായ മനുഷ്യന്മാരുണ്ട്. കച്ചവടക്കാരുണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. അവരൊക്കെ ആരെയും വിമർശിക്കാത്ത ഒരു നല്ല കൂട്ടര് എന്ന നിലക്കാണ്. വിമർശനം ആവശ്യമിടത്ത് വിമർശിക്കേണ്ട ഒരു സുഹൃത്തുക്കളെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ ഒരു വിമർശനല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നാണോ പറഞ്ഞത്? അല്ല, ഒരിലാഹുമില്ല അല്ലാഹുവല്ലാതെ. ഒരു ഖണ്ഡനത്തിന്റെ ശൈലി അതിലുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്ത് പറയുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഷർത്ത് അതിന്റെ ഇൽമ്, അതിനെക്കുറിച്ചുള്ള അറിവ് മനസ്സിലാക്കലാണ്. നഫിയും ഇസ്ബാത്തും ഉണ്ടതിൽ, ഒരു നിഷേധവും ഒരു സ്ഥിരീകരണവുമുണ്ട്. ലാ ഇലാഹ നഫിയാണ്. അല്ലാഹുവിനെ എന്തിനൊക്കെ ആളുകൾ ആരാധിക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, അതിനെയൊക്കെ നിഷേധിക്കണം, തള്ളിപ്പറയണം. അത് ജാറമാകട്ടെ, മഹാനാകട്ടെ, വലിയാകട്ടെ, ദേവിയാകട്ടെ, ബീവിയാകട്ടെ,
എല്ലാത്തിനെയും തള്ളിപ്പണി നിഷേധിക്കണം. എന്നിട്ടാണ് ഇല്ലല്ലാ, അള്ളാഹു മാത്രം എന്ന് പഠിപ്പിക്കേണ്ടത്. അപ്പൊ ഒരു വിമർശനത്തിന്റെ രീതി അതിലില്ലേ? നബിമാര് വന്ന നാട്ടിലൊക്കെ അവർ വിമർശനം നടത്തിയിട്ടില്ലേ? എന്തുകൊണ്ടാണ് നബിമാർ ഒറ്റപ്പെട്ടത്? ഞങ്ങളെല്ലായിടത്തും ആരും എതിർക്കുന്നില്ല, കാരണം ഞങ്ങൾ ആരും വിമർശിക്കാൻ പോകില്ല. അതൊരു വലിയ ഫളിലായിട്ട് പറയും. ഞാൻ ചോദിക്കട്ടെ, നബിമാരിൽ ചില ആളുകൾക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്, 2 ആളെ കിട്ടിയോലുണ്ട്, 3 ആളെ കിട്ടിയോലുണ്ട്, ഒരാളെയും കിട്ടാത്തോലുണ്ട്. പോലെ തബ്ലീഗിന്റെ മോശ. നബിമാർ അള്ളാന്റെ അടുത്ത് ദീന് പഠിച്ചു വന്നവരല്ലേ? എങ്ങനെ ദഅവത്ത് നടത്തണമെന്ന് അള്ളാഹു അവരെ പഠിപ്പിച്ചത് അല്ലേ? എന്നിട്ട് എന്താ ഒരാളെയും കിട്ടാഞ്ഞത്? പോലെ ദഅവത്തിന്റെ ശൈലീദോഷം കൊണ്ടാണ് അപ്പോഴത്തെ ചില ആളുകൾ പറയാ. ആണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നപ്പോ അവിടെ പലിശയുണ്ട്, വ്യഭിചാരമുണ്ട്, മദ്യമുണ്ട്, ചെറിയ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാര്യമുണ്ട്, അടിമകളെ അവഗണിക്കുന്ന, അടിമകളെ ദ്രോഹിക്കുന്ന അടിമ ഉടമാ സമ്പ്രദായമുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്ത് തുടങ്ങിയത് എവിടുന്ന? ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടുന്നാ തുടങ്ങിയത്. എന്തേ കാരണം? പലിശയും മദ്യവും ചൂതാട്ടവും വ്യഭിചാരവും ലഹരി ഉപഭോഗവും അതുപോലെ സ്ത്രീ പീഡനവും അടിമ ഉടമ പ്രശ്നങ്ങളും അവിടെ നിലനിൽക്കുന്ന ഗോത്രഭരണവും ഇതിനെയൊക്കെയാണ് ആദ്യം പൊളിച്ചെഴുതേണ്ടത്, മറ്റതൊക്കെ പിന്നെ മതി എന്നാണോ ദഅവത്തിന്റെ ശൈലി? ആ നബിയല്ലേ നമ്മുടെ മാതൃക സഹോദരങ്ങളെ? തബ്ലീഗ് സുഹൃത്തുക്കളെ ചിന്തിക്കാൻ വേണ്ടി നമ്മൾ പറയാണ്. ഞങ്ങൾ കലിമ പഠിപ്പിക്കും, കലിമ ഉറപ്പിക്കും എന്നൊക്കെ പറയില്ലേ? ഏത് കലിമ ഞങ്ങൾ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ കലിമ ഇങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? റുബൂബിയത്തല്ലേ പഠിപ്പിക്കുന്നത്? ഉലൂഹിയത്ത് പഠിപ്പിക്കുന്നുണ്ടോ? അസ്മാഉ സിഫാത്തിന്റെ കാര്യം പറയും വേണ്ട. തനിച്ച മാതുരീദിയത്തും അശ്അരിയത്തുമാണ് അതിനുള്ളത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. പലർക്കും അറിഞ്ഞൂടാ, അറിയാതെ കുടുങ്ങിപ്പോകുന്നതാ. തരക്കടില്ല, ആരും വിമർശിക്കാത്തൊരു കൂട്ടര്, വേഷമൊക്കെ തരക്കടില്ല, പെരുമാറ്റമൊക്കെ നല്ല ചിരിച്ചിട്ട് ചിരിയും കളിയൊക്കെ തന്നെ. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ തെറ്റുണ്ടെന്നൊന്ന് പറഞ്ഞു നോക്കൊണ്ടു, അപ്പൊ കാണാ ചെയ്യല്. കയ്യുമൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് കൈ തന്നിട്ട് ഒരു കൈ പോരായിട്ട് 2 കൈ തരും, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അതൊക്കെ ഓലെ വിമർശിച്ചാൽ തുടങ്ങി. മുസാഫഹത്ത് ഒറ്റ കൈയോണ്ടാ അല്ലേ? അപ്പൊ അത് അറിയില്ല, പല സാധുക്കൾക്ക് അറിഞ്ഞൂടാ. ഈ ഫളായിൽ കിതാബ് അതാണ് അവരെ ഇൽമിന്റെ സ്രോതസ്. പുലിപ്പാറ അബ്ദുൽ ഖാദർ മൗലവിയാണത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ഉറുദുവിൽ നിന്ന് മലയാളത്തിലേക്ക്. അദ്ദേഹം പറഞ്ഞ ലോകമെമ്പാടും നടന്നു വരുന്ന തബ്ലീഗ് പ്രവർത്തനത്തിന്റെ ആശയ സ്രോതസ്സും ആവേശവും ഈ കിതാബുകളാണ്. സക്കരിയ മൗലാന വലിയ പണ്ഡിതനല്ലേ, നിങ്ങൾ പൊതു സ്റ്റേജിൽ വെച്ച് അദ്ദേഹത്തെ വിമർശിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ടാവും. സക്കരിയ മൗലാന വലിയ പണ്ഡിതൻ തന്നെയാണ്, ഒരുപാട് കിതാബൊക്കെ മൂപ്പർക്ക് ഹിഫ്ളുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, വകതിരിവില്ല. ഞാൻ ഹദീസ് സഹീഹും ലഈഫും വേർതിരിക്കണ്ടേ? കുറെ ഹദീസ് മനപ്പാടാക്കിയിട്ട് കാര്യമുണ്ടോ? എത്ര ലഈഫായ ഹദീസ് ആ കൂട്ടരെ അതിന് ഉദ്ധരിച്ചത്? ലഈഫായ ഹദീസ് ഉദ്ധരിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോഴും ഒരു സബലീകരണോട് നിങ്ങൾ സംസാരിച്ചാല് ലഈഫായ ഹദീസ് അമലിന് ഉപയോഗിക്കാന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടില്ലേ? അതിൽ ഉലമാക്കൾക്കിടയിൽ ഇത്തിഫാക്കുണ്ട് എന്ന് വരെ ഇമാം നവവിയെ പോലത്തവർ പറഞ്ഞിട്ടില്ലേ? അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഞങ്ങളിത് ചെയ്യുന്നത് എന്നാണ് അവർ ചോദിക്കുക. എന്നങ്ങ് കേൾക്കണോ? ഉലമാക്കൾ ആരും സുഹൃത്തുക്കളെ നിരുപാധികം ലഈഫായ ഹദീസ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടില്ല. എന്താ കാരണം? അവരൊക്കെ അതിന് ചില ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ലഈഫായ ഹദീസ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഷർത്തുകളുണ്ട്. എന്താ ഒന്നാമത്തെ ഷർത്ത് എന്നറിയങ്ങള്? ആ ഹദീസ് അതിന്റെ ളുഅഫ് ചെറുതായിരിക്കണം. ലഈഫുൻ യസീർ, ലഈഫുൻ ജിദ്ദൻ അങ്ങേയറ്റം ദുർബലം, മുൻകർ, മൗദൂഅ് ഈ പറഞ്ഞ ഇനത്തിൽപ്പെട്ടതൊന്നും പാടില്ല. ദുർബല ഹദീസുകളോടുള്ള സമീപനം അഹ്ലുസുന്നത്തിന്റെ നിലപാടെന്താണെന്നറിയങ്ങളെ? ഒരു ദീനീ കാര്യം സ്ഥാപിതമാകണമെങ്കിൽ സഹീഹായ ഹദീസ് വേണം, ലഈഫ് പോരാ. വാദപ്രതിവാദങ്ങൾക്കൊക്കെ വ്യവസ്ഥ എഴുതുമ്പോ നമ്മൾ ഒന്നാമത് എഴുതും പ്രമാണങ്ങൾ. 1 വിശുദ്ധ ഖുർആൻ, 2 സഹീഹായ ഹദീസ്. അപ്പൊ സഹീഹേ പറയാൻ പാടുള്ളൂ, ലഈഫായ ഹദീസ് പറയാൻ പാടില്ല ജനങ്ങളോട്. പറ്റും എപ്പോ? ലഈഫായ ഹദീസ് പരസ്പരം ശക്തിപ്പെടുത്തുന്ന നിലക്ക് അതിന്റെ സനദിൽ കസ്സാബ് എന്നോ ഫാസിഖ് എന്നോ ഒന്നും പറഞ്ഞ ഒരാളും ഇല്ല എങ്കിൽ
അങ്ങനെയുള്ള 2-3 ഹദീസ് വന്നാൽ അത് പരസ്പരം ശക്തി കിട്ടും. അത് മുഹദ്ദിസീങ്ങൾക്കിടയിൽ അംഗീകരിക്കപ്പെട്ട തത്വമാണ്. എന്നാൽ ഇതങ്ങനെയല്ല. ഒന്നാമതായത്തെ ഷർത്തുണ്ട്. ആർക്കെങ്കിലും അറിയാം? ഞാൻ ഇന്നലെ തബ്ലീഗിന്റെ കോളേജിൽ പഠിച്ച് പുറത്തിറങ്ങിയ ഒരു കുട്ടിയെ ബസ്സിൽ വെച്ച് കണ്ട്. അവന്റെ ജ്യേഷ്ഠനായിട്ടൊക്കെ എനിക്ക് പരിചയമല്ല. ഞാൻ അവനോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ലഈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ ചില ശുറൂത്തുകൾ പണ്ഡിതന്മാർ പറഞ്ഞു ഇതുവരെ കേട്ടണോ ചോദിച്ചു. മിണ്ടുന്നില്ല. പറയ് കേട്ടണോ? നിങ്ങളിതൊക്കെ ഓരോ കൂട്ടത്തിലെ പണ്ഡിതന്മാർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അത് പഠിപ്പിക്കണില്ല. ലഈഫായ ഹദീസ് നിരുപാധികം ഉപയോഗിക്കാനാണ് പഠിപ്പിക്കണത്. ലഈഫായ ഹദീസ് അമലുകളുടെ പ്രാധാന്യം പറയാൻ, പോരിത പറയാൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ പിൽക്കാല പണ്ഡിതന്മാർ അതിന് ചില നിബന്ധനകൾ പറഞ്ഞു. ഇബ്നു ഹജർ അസ്കലാനി അദ്ദേഹത്തിന്റെ ശിഷ്യനായ സഹാബി ഉദ്ധരിച്ചതിൽ എന്താ നിങ്ങള്? ശറാഇത്തുൽ അമലി ബിൽ ഹദീസിൽ ലഈഫി സലാസത്തുൻ. ലഈഫായ ഹദീസ് കൊണ്ട് അമലെടുക്കണമെങ്കിൽ അതിന് 3 നിബന്ധനകൾ ഒത്തുവരണം എന്ന് എന്റെ ശൈഖുന ഇബ്നു ഹജർ അസ്കലാനി സ്വന്തം കൈകൊണ്ട് എഴുതിയത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് സഹാബി എഴുതുന്നത്. ഒന്നാമത്തെ ഷർത്ത് എല്ലാ പണ്ഡിതന്മാർക്കിടയിലും ഐക്യപ്പെട്ട ഷർത്താണ്, മുത്തഫഖൻ അലൈഹിയായ ഷർത്താണ്. അതെന്താ? അൻ യകൂന ലഅഫു ഗൈറ ശദീദ്. ഈ പറയുന്ന ഹദീസിന്റെ ദുർബലത ശക്തിയായ ദുർബലതയാകാൻ പാടില്ല. അപ്പൊ കദ്ദാബീങ്ങൾ ഉദ്ധരിച്ച, മുത്തഹിമും ബിൽ കദിബ് ഉദ്ധരിച്ച, അല്ലെങ്കിൽ വലിയ അബദ്ധങ്ങൾ സംഭവിക്കുന്ന റാബികൾ ഉദ്ധരിച്ചതൊക്കെ പുറത്തുപോയി. ഞാൻ ചോദിക്കട്ടെ, ഇതായിരിക്കാം മനസ്സിലാകുക? ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഹദീസ് സഹീഹും ലഈഫും മനസ്സിലാകണോൽ തന്നെ വളരെ കുറവാണ്. 5% പോലും ഉണ്ടാവില്ല. ഉണ്ടാവോ? ഉണ്ടാവില്ല. ഇനി അങ്ങനെ ഉള്ള 5% തന്നെ ലഈഫ് ഏത്, ലഈഫ് ശദീദ് ഏത്, ലഈഫ് യസീർ ഏതെന്ന് മനസ്സിലാക്കണമല്ലോ. 1% പോലും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഈ സാധാരണക്കാർ വായിക്കുന്ന കിതാബിൽ ഇത് കൊടുത്ത് ആർക്കത് മനസ്സിലാകുക? ആർക്കും മനസ്സിലാക്കാൻ സാധിക്കൂല. അപ്പൊ നോക്കുകള്, എന്നിട്ട് കൊടുക്കണ ഹദീസ് ഏതാ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വിലക്കപ്പെട്ട കനി തിന്നപ്പോ അരശുമൽക്ക് ഇങ്ങനെ നോക്കി. അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഒപ്പം. ആരപ്പ ഈ മുഹമ്മദ്? കാര്യപ്പെട്ട ആളാവും, അല്ലെങ്കിൽ ഇപ്പൊ അള്ളാന്റെ പേരിന്റെ ഒപ്പം എഴുതൂലല്ലോ. അപ്പൊ നബിയെ തന്നെ പിടിച്ചു തവസ്സുലാക്കി. അപ്പൊ രക്ഷപ്പെട്ടു. ഇത് ഫളായിൽ കിതാബിൽ എഴുതി വെക്കുക. ഇത് മൗദൂ ആണെന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മൗദൂ ആണ്. ലൗലാ മുഹമ്മദുൻ മാ ഖലഖതുക. കണ്ടോ? മുഹമ്മദ് ഇല്ലായിരുന്നെങ്കിൽ ആദമേ നിന്നെ ഞാൻ പടക്കുമായിരുന്നില്ല. മൗദൂ ആണെന്ന് വരെ പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. എന്നിട്ട് ആ ഹദീസ് ഉദ്ധരിക്കുക. എന്നാ മൗദൂആയ ഹദീസിനെ പറ്റി അഹ്ലുസുന്നന്റെ നിലപാടെന്താ? വതഹറുമു റിവായത്തുഹു. മൗദൂആയ ഹദീസ് ഉദ്ധരിക്കുന്നത് പോലും ഹറാമാണ്. മഅൽ ഇൽമി ബിഹി. ഇത് മൗദൂ ആണ് എന്നറിഞ്ഞുകൊണ്ട് അയ്യ മഅനൻ കാന, അഹ്കാമിലാകട്ടെ കഥകളിലാകട്ടെ തറീബിലാകട്ടെ ഏതാശയത്തിലുള്ള ഹദീസാണെങ്കിലും ശരി, ഇല്ലാ മുബയ്യിന, ഇത് മൗദൂ ആണ് എന്ന് അറിയിക്കാതെ, ഇത് വളഅ് ചെയ്യപ്പെട്ട നബിയുടെ പേരിൽ കെട്ടുണ്ടാക്കിയതാണ് എന്ന് വിവരിച്ചുകൊണ്ടല്ലാതെ ആ ഹദീസ് ജനങ്ങളോട് പറയാനോ ജനങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ എഴുതാനോ പ്രസംഗിക്കാനോ ഒന്നും പാടില്ല. അത് ഹറാമാണ്. എന്താ തെളിവ്? മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബൈൻ. കളവാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഒരു ഹദീസ് ആരെങ്കിലും എന്നെ സംബന്ധിച്ച് ഉദ്ധരിച്ചാൽ അയാൾ 2 കള്ളന്മാരിൽ ഒരാളാണ്. ഒന്നാമത്തെ കള്ളൻ ഇത് ഉണ്ടാക്കിയവൻ, രണ്ടാമത്തെ കള്ളൻ ഇത് പ്രചരിപ്പിക്കുന്നവൻ. അപ്പോ ആദം നബി അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട് തേടി, യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ വലൗലാ മുഹമ്മദുൻ മാ ഖലഖതുക എന്ന ഹദീസിനെ പറ്റി ഇമാം ദഹബി പറഞ്ഞത് ബൽ മൗദൂഉൻ, അത് കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്. റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്. കണ്ടകള്? അപ്പൊ ഇതാണ് ഇപ്പൊ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ സമസ്തക്കാർ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് തവസ്സുലിന്റെ തെളിവായിട്ട് ഫാത്തിമ ബിന്ത് ഖൈ അസദ്, നബിന്റെ പോറ്റുമ്മ മരിച്ചപ്പോ കുഴിച്ചു വെച്ച ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരിഞ്ഞു കിടന്നിട്ട് പോറ്റുമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മി ഫാത്തിമ ബിന്ത് അസദ്, എന്റെ പോറ്റുമ്മാക്ക് പുറത്തു കൊടുക്കണേ. വലഖിൻഹാ ഹുജ്ജത, അവരെ തെളിവ് അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കണേ. വസ്അലിഹ മദ്ഖലഹ, അവരെ ഖബർ വിശാലമാക്കണേ. ബിഹഖി നബിയിക, നിന്റെ നബിയുടെ ഹക്ക് കൊണ്ട്. വൽ അംബിയാ ഇല്ലദീന മിൻ ഖബ്ലി, എന്റെ മുമ്പുള്ള നബിമാരെ ഹക്ക് കൊണ്ടും. ഒരൊറ്റ വാദപ്രതിവാദത്തിൽ സമസ്തക്കാരത് വായിക്കൂല. കാരണം വായിച്ച അപ്പ നമ്മൾ പറയും എന്ത്, ഇത് സഹീഹല്ല. നമ്മളെ പ്രമാണത്തിലുള്ളത് എന്താ? സഹീഹായ ഹദീസ് ഉദ്ധരിക്കണം എന്നാണ്. ലഈഫ് പറ്റൂല.
കാരണം റൗഹ് ബിൻ സലാഹ് എന്ന ദുർബലനായ റാവി അതിലുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കും. അപ്പോ ലഈഫുൻ യസീർ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ വാതിലൂടെ കടന്നിട്ട് മൗദൂഅ് വരെ ഉദ്ധരിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയ ഹദീസ് കളവാണെന്ന് അറിഞ്ഞിട്ട് അത് ഉദ്ധരിച്ച ഓൻ നരകത്തിലുണ്ട് സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ എന്നാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ, ആരെങ്കിലും കരുതിക്കൂട്ടി എന്റെ പേരിൽ കളവ് പറഞ്ഞാൽ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉത്ബിന്റെ കഥ, അത് വളരെ ദുർബലമായ ഒരു ഹദീസാണ്, ഒരു റിപ്പോർട്ടാണ്, അതുവരെ ഉദ്ധരിക്കാണ്. അപ്പൊ ഒന്നാമത്തെ ഷർത്തന്നെ തെറ്റിച്ചു. രണ്ടാമത് എന്താ നിങ്ങള് അഞ്ഞക്കൂന മുന്തരിജൻ തഹത്ത അസ്ലിൻ ആമിൻ, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു പൊതു അടിസ്ഥാനത്തിൽ വരുന്ന കാര്യമായിരിക്കണം എന്ന് പറഞ്ഞാൽ സഹിയായ ഒരു ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു അമലിന് പ്രേരിപ്പിക്കുന്ന കാര്യമായിരിക്കണം. അപ്പോ അൽ ഖൗലുൽ ബദീ ഫി സ്വലാത്തി അലൽ ഹബീബി ശഫി എന്ന സഹാബിയുടെ ഗ്രന്ഥത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് കിട്ടി? ഒരു പുതിയ കാര്യം ഈ ലൈഫായ ഹദീസോട് സ്ഥാപിക്കാൻ പാടില്ല. നേരത്തെ ഉദാഹരണമായിട്ട് സുബൈന്റെ മുമ്പുള്ള 2 റക്അത്ത് ഹദീസ് കൊണ്ട് സ്ഥാപിക്കപ്പെട്ടതാണ്. അതിന്റെ പോരിശ പറയുന്ന ഒരു ഹദീസ്, അതിനൊരു ചെറിയ ലഅഫുണ്ടെങ്കിൽ അതെന്ത് ചെയ്യേണ്ടതില്ല, പരിഗണിക്കേണ്ടതില്ല. അതാണ് ഉലമാക്കൾ പറഞ്ഞത്. സ്ഥിരപ്പെട്ട ഒരു കാര്യം ഇതുകൊണ്ടൊന്നും സ്ഥിരപ്പെട്ടാൻ പാടില്ല. അപ്പൊ മയ്യത്തുണ്ടോമ്പോ ദിക്ർ ചെല്ലാൻ തബ്ലീഗിയുടെ പുസ്തകത്തിൽ ഹദീസ് കൊടുത്തെന്ന് എന്താ അറിയോ? അഖദിറൂഫിൽ ജനാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനാസയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിച്ചോളൂ. ദൈലമി ഫിർദൗസിൽ ഉദ്ധരിച്ച അങ്ങേയറ്റം ദുർബലമായ റിപ്പോർട്ട് മൗദു എന്നൊരു അഭിപ്രായമുള്ള സാധന അത് ഇങ്ങനുണ്ട്. അപ്പൊ എവിടേക്ക് എത്തി ആലോചിക്കുന്നത്? മുഹദ്ദിസുകൾക്ക് പോലും വേർതിരിക്കാൻ കഴിയാത്ത സംഗതിയാണ്, വലിയ മുഹദ്ദിസുകൾക്ക് മാത്രം അറിയുന്ന കാര്യമാണ് ലഅഫ് യസീറാണോ ലഅഫ് ശദീദാണോ. ഇവിടെ ഫളായിൽ കിതാബ് വായിക്കുന്ന മുഹദ്ദിസീങ്ങളാ? പാവപ്പെട്ട സാധാരണ ജനങ്ങളല്ലേ സുഹൃത്തുക്കളെ? ഈ സാധാരണ ജനങ്ങളിലേക്ക് ഇറക്കാണ് ഇവർ ചെയ്യുന്നത്. മരിച്ചേർത്ത് യാസീൻ ഓതാൻ ഇവർ ഹദീസ് ഉദ്ധരിക്കുന്നു. എത്ര ഹദീസ ഉദ്ധരിച്ചറിയോ മരിച്ചേർത്ത് യാസീൻ ഓതുന്നതിനെ പറ്റി തബ്ലീഗിയുടെ പുസ്തകത്തില്? അതുപോലെ തന്നെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഇവർ 8 റക്അത്ത് നിസ്കരിക്കും. ഇവരെ മർക്കസുകളിലൊക്കെ നിസ്കരിപ്പിക്കും കുട്ടികളെ കൊണ്ട്. എന്റെ കുട്ടിനെ നിസ്കരിപ്പിക്കൽ ഇട്ടോ എന്ന് പറഞ്ഞിട്ടോടി ഞങ്ങളെ കുട്ടിനെ കൊണ്ടേക്കോളൂ, നിങ്ങളെ കുട്ടിക്ക് മാത്രം ഇവിടെ പറ്റൂല. ഇശാ മഗ്രിബിന്റെ ഇടയിൽ സലാത്തുൽ അവ്വാബീൻ ഉണ്ട്, കള്ള ഹദീസാണത്. മുൻകറായ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത ഹദീസ് വെച്ചിട്ടാണ് സലാത്തുൽ അവ്വാബീൻ നടത്തുന്നത്. യഥാർത്ഥത്തിൽ സലാത്തുൽ അവ്വാബീൻ എന്ന ദുഹാ നിസ്കാരത്തിന്റെ പേരാ. ലാ യുഹാഫിദു അലാ സലാത്തിൽ ദുഹാ ഇല്ലാ അവ്വാബുൻ, അവ്വാബായ ഒരാളല്ലാതെ ദുഹാ നിസ്കാരം പതിവാക്കൂല. ഖാല വഹിയ സലാത്തുൽ അവ്വാബീൻ, അത് അവ്വാബീങ്ങളുടെ നിസ്കാരാണെന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ ദുഹാ നിസ്കാരത്താണ് യഥാർത്ഥ സലാത്തുൽ അവ്വാബീൻ. അതിന് പകരം ഇശാ മഗ്രിബിന്റെ ഇടയിൽ 6 റക്അത്ത്, 8 റക്അത്തല്ല 6 റക്അത്ത് വരെ നിസ്കരിക്കും. ഇതുണ്ടോ? ഇതുപോലെ ഇശ്റാഖ് നിസ്കാരം വേറെ നിസ്കരിക്കും. ഇതുപോലെ ഒരുപാട് ബിദ്അത്തുകൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയലെന്താ? ഇസ്ലാമിനെ തബ്ലീഗ് ചെയ്യാണ് ഞങ്ങള്. എന്താ സുഹൃത്തെ ബിദ്അത്തിന്റെ ഗൗരവം? ഇന്നല്ലാഹ യഹ്തജറ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദാ ബിദ്അതഹു. ബിദ്അത്തുകാരൻ അവന്റെ ബിദ്അത്ത് ഒഴിവാക്കുന്നത് വരെ അവന്റെ തൗബ അല്ലാഹ് തടഞ്ഞു വെച്ചിരിക്കുന്നു. തൗബ സ്വീകരിക്കാൻ നമ്മൾ ആരെങ്കിലും സ്വർഗ്ഗത്തിൽ കടക്കുമോ? നമുക്കൊക്കെ അബദ്ധം പറ്റുന്നവരല്ലേ. അസ്തഗ്ഫിറുല്ലാഹ് അതൂബു ഇലൈക് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചാലല്ലേ സുഹൃത്തുക്കളെ നമുക്ക് രക്ഷ കിട്ടുള്ളൂ. എന്നാൽ അത് തടഞ്ഞു വെക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ ബിദ്അത്തിന്റെ ഗൗരവം ഉമ്മത്തിന് അറിയുന്നില്ല. അതിപ്പോ എന്താ? ദുആഅല്ലേ? മറ്റേതെന്താ? അത് യാസീനല്ലേ? ഇതോ അത് ദിക്റല്ലേ? അതോ അത് സലാത്തല്ലേ? ഇങ്ങനെയല്ലേ ഇവിടുന്ന് പ്രചരിപ്പിക്കുന്നത്? ദിക്റാകട്ടെ, സലാത്താകട്ടെ, ഖുർആനാകട്ടെ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലാകട്ടെ, ഒക്കെ എന്ത് വേണം? സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടണം. മനസ്സിലായില്ലേ? അപ്പൊ തബ്ലീഗ് നടത്താൻ വേണ്ടിയിട്ട് ഉറങ്ങിപ്പുറപ്പെട്ട ആളുകള് അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട കാര്യങ്ങൾ, അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് അർപ്പിക്കപ്പെടുന്ന ശിർക്കിലേക്ക് വരെ ജനങ്ങളെ നയിക്കുന്ന തഅലീമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനവർ പറയുന്ന ന്യായം ലൈഫായ ഹദീസ് അമലിന് പറ്റുന്നുള്ളതാണ്. പോയി ഇപ്പൊ അമലും പോയി അഖീദക്ക് വരെ ഈ ലൈഫായ ഹദീസ് ഉപയോഗിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അങ്ങനെയുള്ളത്. മാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ലൈഫായ ഹദീസ് ഒഴിവാക്കിയാൽ കുറെ ഹദീസ് നമുക്ക് മിസ്സായി പോവില്ലേ? നാളെ പരലോകത്ത് എന്നിട്ട് നബിയേറ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങൂലേ? എന്താ ബേജാറ്
സുഹൃത്തെ, നമുക്ക് എന്താണ് സ്വീകരിക്കൽ നിർബന്ധമായിട്ടുള്ളത്? നമുക്ക് വ്യക്തമായ അറിവ് കിട്ടിയതേ സ്വീകരിക്കേണ്ടുള്ളൂ. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. നിനക്ക് വ്യക്തമായ അറിവ് കിട്ടാത്ത ഒന്നിനെയും നീ പിൻപറ്റാൻ പാടുള്ളതല്ല. കാരണം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കേൾവിയും കാഴ്ചയും ഹൃദയവും അല്ലാഹുവിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. മാത്രല്ല, ഈ ആനുകൂല്യം നൽകുകയാണെങ്കിൽ പിന്നെ ലൈഫായ ഹദീസിന്റെ സാധനം തന്നെ ഉണ്ടാവില്ല. എന്തിനാണ് സുഹൃത്തുക്കളെ നമ്മുടെ മുൻഗാമികൾ ഉസൂലുൽ ഹദീസ് എന്നൊരു വിജ്ഞാന ശാഖ തന്നെ ഉണ്ടാക്കിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട എല്ലാം സ്വീകരിക്കുക. നബി പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ സ്വീകരിക്കാൻ പിന്നെ ഉസൂലുൽ ഹദീസ് വേണോ? സഹീഹും ദഈഫും വേർതിരിച്ച് റസൂലുള്ള പറഞ്ഞതും പറയാത്തതും ചെയ്തതും ചെയ്യാത്തതും തെളിവിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ അഹ്ലുസുന്നത്ത് ചില ഉസൂലുകൾ ഉണ്ടാക്കി. ആ അസിൽ ഒരു വിലയില്ലപ്പോ, അത് പഠിക്കേണ്ട ആവശ്യമല്ല. എന്താ, അത് ലൈഫാണെങ്കിലും നമുക്ക് ഉപയോഗിക്കുന്ന കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാണ്. സുഹൃത്തെ, സഹീഹ് തന്നെ ധാരാളം ഉണ്ട് ഇവിടെ. ലൈഫിന്റെ ആവശ്യം നമുക്കില്ല. ലൈഫ് ഒഴിവാക്കി അള്ളാഹ് നമ്മോട് ചോദിക്കൂല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞുവെന്നോ ചെയ്തുവെന്നോ അംഗീകരിച്ചുവെന്നോ എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സ്വീകരിക്കാൻ. ഞാൻ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? റസൂലുള്ളാഹിന്റെ പേരിൽ റസൂൽ പറയാത്തത് പറഞ്ഞാൽ അതിന്റെ കുറ്റത്രയാ അല്ലേ? പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ന ഊഹാണ്. ഇത് ഊഹല്ല, ഇത് വളരെ ഗൗരവമുള്ള വിഷയ. മൻ യഖുൽ അലയ്യ മാലം അഖുൽ. ഞാൻ പറയാത്തത് ആരെങ്കിലും എന്റെ മേൽ പറഞ്ഞാൽ ഫല്യതബവ്വഅ മഖഅദഹു മിനന്നാർ. അവൻ നരകത്തിൽ അവന്റെ സീറ്റ് ബുക്ക് ചെയ്ത് കൊള്ളട്ടെ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ലൈഫ് കൊണ്ട് ഒഴിവാക്കുക, സഹീഹ് മാത്രം എടുക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു ലൈഫ് കൊണ്ട് അമൽ ചെയ്യുക എന്നതിനർത്ഥം ആ ലൈഫ് ഹുജ്ജത്തായി സ്വീകരിക്കുക എന്നാണ്. അത് അഹ്ലുസുന്നത്തിന്റെ ആദർശത്തിന് എതിരാണ്. സുഹൃത്തുക്കളെ, ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഒരുപാട് പുസ്തകങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ദർസുകൾ, ഈ കഴിഞ്ഞ ഒരു വർഷത്തിനകം നടന്നിട്ടുള്ള ഒരുപാട് ദർസുകളുടെ സീഡികൾ, ക്ലാസുകളുടെ സീഡികൾ, MP3 CD, വീഡിയോ അല്ല ഓഡിയോ നിങ്ങൾക്ക് അവിടെ കിട്ടും. CD ആയിട്ടും കിട്ടും, പെൻഡ്രൈവ് ആയിട്ടും കിട്ടും. അതുപോലെ തന്നെ അറബി മാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കലണ്ടർ ഉണ്ട്. അഹ്ലുസുന്ന ബുക്സിന്റെ കൗണ്ടറിൽ ഇതൊക്കെ ലഭ്യമാണ്. നിങ്ങളത് പോകുന്നതിന് മുമ്പ് അത് ശേഖരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അർഹതയില്ലാത്തവരെ ആരാധിക്കുന്നതിലേക്ക് എത്തിക്കുന്നതിൽ തബ്ലീഗുകാർക്കും ചെറിയ പങ്കുണ്ട്. എല്ലാവരും അതാണെന്ന് ഞാൻ പറയണില്ല. അത് തിരിച്ചറിയാത്ത കുറെ സാധുക്കളിൽ പെട്ടുപോയിട്ടുണ്ട്. ഹജ്ജിന്റെ മഹത്വങ്ങൾ എന്ന പുസ്തകം, അതിൽ മദീന സിയാറത്ത് എന്ന അധ്യായം മാത്രം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ കാര്യം ബോധ്യപ്പെടും. യാതൊരു സ്ഥലത്തും ഒരാൾക്ക് തള്ളിക്കളയാൻ കഴിയാത്തവണ്ണമുള്ള തെളിവ് അതിലുണ്ട്. അവർ തൗഹീദ് പഠിപ്പിക്കുന്നത് റുബൂബിയത്ത് മാത്രമാണ് പഠിപ്പിക്കുന്നത്, ഉലൂഹിയത്ത് പഠിപ്പിക്കുന്നില്ല. തൗഹീദുൽ അസ്മാഇ വസിഫാത്തിൽ അഹ്ലുസുന്നയിൽ നിന്ന് പിഴച്ചു പോയിട്ടുള്ള അശ്അരിയത്ത്, മാതുരീദിയത്ത് പോലെയുള്ള ചിന്താധാരകളാണ് ആ ഫളായിൽ കിതാബിൽ അവർ സ്വീകരിച്ചിട്ടുള്ളത്. യാ റസൂലല്ലാഹ് അഗ്സിനി, യാ റസൂലല്ലാഹ് ഇഗ്ഫിർലി എന്നൊക്കെ പറയുന്ന വാക്കുകൾ അത് തെറ്റല്ല എന്നിടത്താണ് അവർ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. മാത്രല്ല, സക്കരിയ മൗലാന പക്ക സൂഫിയാണ്. സൂഫികളുടെ ആശയം ചെന്നെത്തുന്നത് ശിയായിസത്തിലാണ്. ഖുർആനിന്റെ ലാഹിറും ബാത്തിനും ഉണ്ട് എന്ന അവരെ വാദം, സൂഫികളെ വാദം. പ്രത്യക്ഷത്തിന്റെ ഒരർത്ഥവും പരോക്ഷമായി മറ്റൊരർത്ഥവും. ഖുർആനിലെ ആയത്തുകൾക്ക് തഫ്സീറുകളിൽ പറയാത്ത അർത്ഥം വ്യാഖ്യാനം പറയും. എന്താ പറയാ? അത് ഉലമാക്കൾക്ക് കശ്ഫ് കൊണ്ട് കിട്ടിയതാണ്, അവർക്ക് ലദുന്നിയായ ഇൽമുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന ആളാണ് സക്കരിയ മൗലാന. മനസ്സിലായില്ലേ? മാത്രല്ല, ഈ ദഈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുന്നതിന്റെ ഷർത്തിൽ ഒരു ഷർത്ത് എന്താണെന്നറിയോ? അല്ലാ യകൂനൽ ഹദീസ് ഫിൽ അഹ്കാമി വൽ അഖായിദ്. വിശ്വാസ കാര്യങ്ങളിലോ അഹ്കാമുകളിലോ ഉള്ള ഹദീസാണെങ്കിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഒരു വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടി വരെ ഈ ഹദീസുകളെ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അർഹതയില്ലാത്തവർ ആരാധിക്കപ്പെടുന്ന അവസ്ഥ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായത് മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാരും മുസ്ലിം ഉമ്മത്തിലെ തുല്ലാബുൽ ഇൽമും ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇതാ ഈ റബീഉൽ അവ്വൽ മാസം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ് എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികൾ യാതൊരു തരത്തിലുള്ള വിഷമവും കൂടാതെ അവർ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ മദദേ മദീന, മദീനയുടെ സഹായം,
നൂറേ ത്വയ്ബ, പിന്നെ സ്പ്രിംഗ് ഓഫ് മദീന, ഇതൊക്കെ റസൂലുള്ളാഹിന്റെ പേരുകളാ. തനിച്ച ബറേലവികളുടെ അതേ ശൈലി. പുക്കാറോ പുക്കാറോ യാ റസൂലല്ലാ, അള്ളാന്റെ റസൂലേ എന്ന് വിളിച്ചോ. അങ്ങനെ വിളിച്ചാ വെറുതെ കവിതയിൽ വിളിക്കണ പോലെയല്ല. കവിതയിൽ ചിലപ്പോ ഉണ്ടല്ലോ, ഭാവനയിൽ ഒരാളെ കൊണ്ടുവന്നിട്ട് അയാൾ എങ്ങനെ വിളിക്കും. മലയോട് സംസാരിക്കും, പുഴയോട് സംസാരിക്കും, മരത്തോട് സംസാരിക്കും, ആകാശത്തോട് സംസാരിക്കും. അത് കവിഭാവനയാണ്. ഇതങ്ങനെയല്ല. യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ കേൾക്കോ? കേൾക്കാണ്ടേ കേൾക്കും. റസൂൽ ഇപ്പൊ നിങ്ങളെ കാണുന്നുണ്ടോ? ഉമ്മത്തിൽ നടക്കുന്നൊക്കെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് റസൂല്. അപ്പൊ റസൂല് കേൾക്കും, കാണും, ഉത്തരം ചെയ്യും. എന്നിട്ട് അതിന് ഹദീസ് ഉദ്ധരിക്കും. ഹയാത്തി ഖൈറുല്ലക്കും വമമാതി ഖൈറുല്ലക്കും തുഅറദു അലയ്യ അഅമാലുക്കും വഇൻ റഅയ്തു ഖൈറൻ ഹമിദുല്ലാഹ് വഇൻ റഅയ്തു ഖൈറ ദാലിക ഇസ്തഗ്ഫർതു ലക്കും റവാഹുൽ ബസ്സാർ. എന്റെ ഹയാത്ത് നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മൗത്തും നിങ്ങൾക്ക് ഖൈറാണ്. നിങ്ങൾ അമലുകളൊക്കെ എനിക്ക് വെളിവാക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ നല്ലത് ചെയ്യുന്നത് ഞാൻ കണ്ടാൽ അള്ളാനെ സ്തുതിക്കുവോ, എന്റെ ഉമ്മത്ത് നല്ലത് ചെയ്യല്ല, അൽഹംദുലില്ലാഹ്. നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ പടച്ചോനെ എന്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണേന്ന് പറയും. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാണ്, ഉമ്മത്ത് ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹുവിന്റെ റസൂൽ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രല്ല, മീലാദിന്റെ സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജറാകുന്ന ഈ ഖൗമിന്റെ വിശ്വാസം. മൗലൂദ് തുടങ്ങണീന് വെണീറ്റ് നിന്നിട്ട് സലാം ബൈത്തിയല്ലും. അസ്സലാമു അലൈക സൈനൽ അംബിയായി, അസ്സലാമു അലൈക അത്ഖൽ അത്ഖിയായി, അംബിയാക്കൾക്ക് അലങ്കാരമായ നബിയെ, ഭക്തന്മാരിൽ ഏറ്റവും ഭക്തനായ റസൂലേ, നിങ്ങൾക്ക് അള്ളാന്റെ രക്ഷയുണ്ടാകട്ടെ. എന്തിനാണ് എണീറ്റിക്കണേ? അള്ളാന്റെ റസൂൽ ഇവിടെ ഹാജറായില്ലേ? ഹാജറായ റസൂലിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കാൻ പറ്റുമോ? അപ്പൊ ബഹുമാനിച്ച് എണീറ്റതാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും തന്നെ ബഹുമാനിച്ച് എണീറ്റിക്കണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. മാത്രല്ല, മൻ സർറഹു അൻ യതമസ്സല ലഹു നാസു ഖിയാമൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ. തന്നെ ആരെങ്കിലും എണീറ്റുന്ന് ബഹുമാനിക്കുന്നത് ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ, അല്ലേ? ചില ആൾ വരുമ്പോ എല്ലാവരും എണീറ്റിക്കും. അങ്ങനെ നടന്നത് പോയി അങ്ങ് എത്തിയാലേ ഇരിക്കുള്ളൂ. അങ്ങനെ എന്നെ കാണുമ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കണം എന്നൊരാൾ വിചാരിച്ചാൽ നരകത്തിൽ എന്റെ സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ റസൂൽ ഇവിടെ മൗലിദ് സദസ്സിൽ ഹാജരായി എണീറ്റ് നിൽക്കുകയാണ് ഈ ഖൗമ്. തനിച്ച അന്ധവിശ്വാസമല്ലേ? ഇതുകൊണ്ടാണ് നമ്മൾ ഖുറാഫി എന്ന് പറയുന്നത്. ഖുറാഫി എന്ന് പറഞ്ഞാൽ കണ്ടതും കേട്ടതും വിശ്വസിക്കണവൻ. പ്രമാണങ്ങളിലുണ്ടോ, ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ എന്നൊന്നും നോക്കൂല. അങ്ങനെ ഉണ്ടില്ലേ എന്നാ അങ്ങനെ വിശ്വസിക്കുക, അങ്ങനെ ഉണ്ടില്ലേ എന്നാ അത് വിശ്വസിക്കുക. മുസാഫിന് റസൂലുള്ളാഹിന്റെ മുടിണ്ട് തെരഞ്ഞിങ്ങനെ ഈ ഖൗമ്. പുത്തനത്താണി, നണ്ടത്താണി, കോട്ടക്കലൊക്കെ ഇരുന്ന് മറിച്ചെന്നെ. ഈ പരപ്പനങ്ങാടി തിരുവങ്ങാടി അടിച്ച മുസാഫിന് 1500 കൊല്ലം വഫാത്തായ റസൂലുള്ളാഹിന്റെ മുടി ഉണ്ടാവോ? കിട്ടിപ്പോയി മുടി. ഏതൊക്കെ മുടിയുള്ളോലും അത് വെച്ച് കെട്ടണോലും പ്രിന്റ് ചെയ്യണോലും തുന്നിക്കെട്ടണോലും ഒരു താടിമെന്നോ തലമെന്നോ ഒരു രോമയിൽ വീണാ പോരെ. അത് റസൂലുള്ളാഹിന്റെ മുടിയാണോ എന്ന് പറഞ്ഞു. ഇതാണ് ഖുറാഫി എന്ന് പറയാൻ കാരണം. കണ്ടതും കേട്ടതൊക്കെ വിശ്വസിക്കുക. തെളിവുണ്ടോ? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? സലഫ് സാലിഹ് അതൊന്നുമില്ല. അങ്ങനെ ഉണ്ടോ? ഉസ്താദ് പറഞ്ഞോ? വിശ്വസിച്ചോളല്ലേ. ഈ രീതിയിലേക്ക് പോയിട്ടാണ് സുഹൃത്തുക്കളെ മുസ്ലിം ഉമ്മത്തിന് ബിംബാരാധനയ്ക്ക് തുല്യമായ ഖബറാരാധന നിലനിൽക്കുന്നത്. ഖബറാരാധന തനിച്ച ബിംബാരാധനയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് എന്താ? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദു. അല്ലാഹുവേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ. ആരാധിക്കപ്പെടുന്ന ബിംബം എന്തിനെ പറ്റിയാ പറഞ്ഞേ? ഖബറിനെ പറ്റി അല്ലേ? എന്തിനാ ബിംബം വെക്കുന്നത്? ബിംബാരാധകനായ ഒരാളോട് ചോദിച്ചു നോക്കി, ഇടത്ത് കല്ലല്ലേ, ഇത് മരമല്ല, ഇത് ശില്പി കൊത്തിണ്ടാക്കിയതല്ലേ, ഇതിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ആക്കണം എന്തിനാന്ന് ചോദിച്ചാ അത് മരമാണ്, അത് കല്ലാണ്, അത് എനിക്കും അറിയാം. നമ്മൾ അതൊരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി മുമ്പിൽ വെക്കണതാ, ഒരു ഏകാഗ്രത കിട്ടാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ തെറ്റിപ്പോകാതിരിക്കാൻ. പക്ഷെ ഇതൊരു മഹാന്റെ ബിംബമാണ്. ആ മഹാനെയാണ് നമ്മൾ മനസ്സിൽ പൂജിക്കുന്നത്. അദ്ദേഹം കാണുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, എനിക്ക് ഉത്തരം ചെയ്യും. ആ വിശ്വാസത്തിലാണ്. ഇതൊരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി. ഇത് ഞങ്ങൾ ആരാധനയുടെ കാര്യത്തിൽ ഞങ്ങൾ ഉയർന്നുയർന്നു പോയാൽ പിന്നെ ഇതൊക്കെ ഒഴിവാക്കും. പിന്നെ ഞങ്ങൾ കണ്ണാടി വിളിച്ച് ഞങ്ങൾ സ്വന്തത്തെ ആരാധിക്കാൻ തുടങ്ങും. അങ്ങനെ പുരോഗമിക്കും. ഇതൊക്കെ ലോക്കൽ ആളുകളുടേതാണ് ബിംബാരാധന. ഇപ്പൊ ബിംബം വെക്കുന്നത് കൺകണ്ട ദൈവം എന്ന ആൾക്കാണ്.
അപ്പൊ ഖബറിനെ കാണുമ്പോ അങ്ങനെ റസൂലിന് ഓർമ്മ വരും. ഇതിന്റെ ഉള്ളിൽ പാര മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. അത് അപ്പൊ കാണുന്ന രൂപത്തിലാക്കുക റസൂലുള്ളാഹിന്റെ ഖബർ എന്നതാണ് ബിംബാക്കുക എന്നുള്ള ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. മനസ്സിലായില്ലേ? വദഅ ബി അല്ലാ യുജ്അല അൽ ഖബ്റു അല്ലദി ഖദ് ലമ്മഹു വസനം മിനൽ ലൗസാനി فأجاب رب العالمين دعاءه فأحاطه بثلاثة الجدران. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളിൽപ്പെട്ട ഒരു ബിംബമാക്കല്ലേ. അപ്പോൾ അല്ലാഹു അതിന് ഉത്തരം കൊടുത്തു. റസൂലുള്ളാഹിന്റെ ഖബർ ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു. റസൂലുള്ളാഹിന്റെ ഖബർ എവിടെ? തുറസായ സ്ഥലത്താ, മൈതാനത്താ? തബ്ലീഗിന്റെ ബുക്ക് പറയണത് ഈ റിഫായി ശൈഖ് വന്നിട്ട് 2 വരി കവിത അങ്ങ് ചൊല്ലിയപ്പോ റസൂലുള്ള ഖബറിന്ന് കയ്യിങ്ങട് നീട്ടി. റിഫായി മാലയിലുള്ളതാണ്. റിഫായി മൗലൂദിലിട്ടുള്ളതാ. ആയിരങ്ങൾ ഇത് നോക്കി നിന്നു. അപ്പൊ വായിക്കണം വിചാരിക്കെന്താ, കോട്ട മൈതാനം പോലത്തെ വല്ല മൈതാനത്വന്നാ. ആയിഷ ബീവിന്റെ പ്രൈവറ്റ് റൂമിലാ റസൂലുള്ളാഹിന്റെ ഖബർ. ഒരുത്തങ്ങനെ കൈ നീട്ടിയാലും പുറത്തുള്ളവന് കാണാൻ അത്ര ഇടിക്കുന്ന സ്ഥലത്താ. മനസ്സിലായില്ലേ? അപ്പോ ആയിഷ ബീവി മരിക്കോളം ആ റൂമിനെ വിരിയിട്ടിട്ട് അവിടെ തന്നെയാണ് താമസിച്ചത്. മനസ്സിലായില്ലേ? ആയിഷ ബീവി വഫാത്തായ ശേഷം പിന്നെ ആരും താമസിച്ചിട്ടില്ല. അതിന്റെ ചുമരൊക്കെ കെട്ടി വൃത്തിയാക്കിയിട്ട് അടച്ചു കളഞ്ഞു, ഒരു ചുമര്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ ചുമരുമ്പോ ആളുകൾ വന്നിട്ട് ഒട്ടാനും ഒട്ടിക്കാനൊക്കെ തുടങ്ങി, കണക്ഷൻ കൊടുത്ത് നിൽക്കാനൊക്കെ തുടങ്ങിയപ്പോ അപ്പൊ എന്തായി, അതിന്റെ ചുറ്റും ഒരു കമ്പിവേലി, ഒരു ഗ്രില്ലിട്ടു. മനസ്സിലായില്ലേ? അല്ല, ഗ്രില്ലിന് മുമ്പായിട്ട് വേറെ ഈ പള്ളി ഇതിൽ ഉൾപ്പെടുത്തിയതോ. പള്ളിന്റെ ഭാഗത്തേക്ക് വികസിപ്പിച്ചപ്പോ അപ്പൊ ഒരു പഞ്ചകോൺ മതിൽ, നേരത്തെ പറഞ്ഞില്ലേ, വലിയൊരു വൻമതിലുണ്ടാക്കി. അപ്പൊ 2 എണ്ണം. പിന്നെ ആ വൻമതിലുമ്പോ തൊടാതെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രില്ലിട്ടു. ആ ഗ്രില്ലും ഒരു പച്ച വിരിയുണ്ട്. അപ്പൊ നമ്മൾ ദൂരത്ത് ഇങ്ങനെ നോക്കിയാൽ കാണുന്ന ആ പച്ച വിരിയ. അപ്പൊ ഖുറാഫി സന്തോഷായി, റസൂലുള്ളാഹിന്റെ ഖബറുമ്പത്ത പച്ചപ്പുതപ്പാണ് കണ്ണ്. കബറും അല്ല പുതപ്പും അല്ല, അത് കർട്ടന. അതിന്റെ ഉള്ളിൽ പിന്നെ 2 ചുമരുണ്ട്, അതിന്റെ ഉള്ളിലാണ് റസൂലുള്ളാഹിന്റെ ഖബർ. ഒരുത്തനും കാണൂല. വഹാബികളൊപ്പം പോയാൽ റസൂലുള്ളാഹിന്റെ ഖബർ കാണൂല, ഞങ്ങൾ 5 ഗ്രൂപ്പിൽ വന്നോളീന്ന് പറയും. നമ്മളെ ഇവരെ വിചാരം എന്താണ്, ഞങ്ങള് കേരളത്തിലെ സുന്നികളാണ്. എന്നാ താക്കോലും കിട്ടാ വേഗം തുറന്നു കൊടുക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന ആരും കണ്ടിട്ടില്ല സുഹൃത്തുക്കളെ. ഇമാം നവവി കണ്ടിട്ടില്ല. നവവി പറയാണ്, ആ 3 ഖബറും എങ്ങനെയുള്ളത്? റസൂലുള്ളാഹിന്റെ ഖബർ, അബൂബക്കർ സിദ്ദീഖിന്റെ ഖബർ, ഉമർ റളിയല്ലാഹുവിന്റെ ഖബർ, ഈ 3 ഖബറും ഏത് കോലത്തിലാണുള്ളത്? 3 ഒരേ ലെവൽക്കാണോ? അങ്ങനെ അഭിപ്രായമുണ്ട്. അല്ല, റസൂലും അബൂബക്കറും ഉമറും ഇങ്ങനെ ഒരാളെ തോളിന്റെ അവിടുന്ന് മറ്റാളെ തല തുടങ്ങുക, അടുത്ത ആളെ തോളിന്റെ അവിടുന്ന് മറ്റാളെ, അപ്പൊ ഇങ്ങനെ വരഞ്ഞു. പിന്നെ ഒരു ഖബർ താഴത്തേക്കും 2 എണ്ണം മേലക്കും, ഇങ്ങനെ 3 അഭിപ്രായം ഉണ്ട്. പാളി നോക്കിയാൽ എഴുതിയാ പോരെ, 3 അഭിപ്രായം എഴുതാൻ. അപ്പൊ കണ്ടിട്ടില്ല, കാണാൻ കഴിയൂല. കണ്ടോൽ ഇന്ന് ജീവിച്ചിരിപ്പില്ല, കഴിഞ്ഞ നൂറ്റാണ്ടിലുമില്ല, നബിന്റെ കാലത്തുമില്ല. ഏത് രൂപത്തിലാണ് ഖബർ? അപ്പൊ ഖബർ ജനങ്ങളെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു കളഞ്ഞു. 3 ചുമര് കൊണ്ട് അതിനിടയിൽ അല്ലാഹു ജനദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അതുകൊണ്ട് ഖബറിനെ ബിംബമാക്കല്ലേ എന്ന ദുആക്ക് ഉത്തരം കിട്ടി എന്നാണ് ആര് പറയുന്നത്? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഖബറും ഹജ്ജുമായിട്ടൊരു ബന്ധമല്ല സുഹൃത്തുക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച ആളുകളെ മനസ്സിലുള്ളത് എന്താ? റസൂല് കേൾക്കും, റസൂല് കാണും, റസൂൽ അറിയും ഒക്കെയാണ്. ആ നിലക്കാണ് ഒരാൾ മൗലിദ് ചെല്ലുന്നതെങ്കിൽ ഓനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. ഓനെ നിസ്കാരം ചെല്ലുമ്പോൾ മുശ്രിക്കായി പോയി. ഇന്ന ബൈതൻ അന്തസാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. നബിയെ, നിങ്ങൾ താമസിക്കുന്ന വീട് അവിടെ വെളിച്ചത്തിന്റെ ആവശ്യമില്ല. അതൊരു വർണ്ണനയായിട്ട്, കവിവർണ്ണനയായിട്ട് തള്ളിയത് നമ്മളൊക്കെ. അപ്പോൾ അതാ വരുന്നു എന്ത്? അള്ളാന്റെ റസൂലിന്റെ വെളിച്ചം കൊണ്ട് ആയിഷ ബീവി വീണുപോയ സൂചി തെരഞ്ഞെടുത്തു മഹമൂദ് ബാലി. അപ്പൊ എന്തായി? അപ്പൊ യഥാർത്ഥ ട്യൂബ്ലൈറ്റ് പോലെയായി. റസൂലുള്ള ഒരു പ്രകാശ സൃഷ്ടിയാന്നായി കൗമിന്റെ വിശ്വാസം. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് ആരാ? ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ വഖുലിഖത്തിൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ വഖുലിഖ ആദം മിമ്മാ ഖദ് വസിഫ ലക്കും. കണ്ടോ? മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശം കൊണ്ടാണ്, ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത് തീജ്വാല കൊണ്ടാണ്.
ആദം അഥവാ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുള്ള മണ്ണ് കൊണ്ടാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ. ഇവരോ തങ്ങളോളിവാലിരുൾരാവിൽ വീണുള്ള ദൂഷിയും ആയിഷ ബീവി എടുത്തോവർ. അപ്പൊ എന്തായി? നബിന്റെ വെളിച്ചം കൊണ്ട് വീണുപോയ സൂചി എടുത്തു. നിങ്ങൾ ആ ടോർച്ചെന്ന് അടിച്ചാണ് ഈ സൂചി ഒന്ന് തെരഞ്ഞെടുക്കട്ടെ എന്ന് പറഞ്ഞ മാതിരി നബിയാണ് നിന്നാൽ മതി ആ വെളിച്ചം. അപ്പൊ നബിയുടെ ട്യൂബ് ലൈറ്റ് ആയിട്ടാണ് ഇവരാളുകളെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അതാണ് ഇന്ന വൈത്തൻ അന്തസാക്കിനു. നബിയെ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വിളക്കിന്റെ ആവശ്യമില്ല. നബിന്റെ ഒരു വിളക്കാണ്, ഇവനെ വിളക്കെത്തിക്കണോ? അപ്പൊ ഈ ഖൗമിന്റെ വിശ്വാസം എന്താ? ഈ കള്ളക്കഥകൾ എന്തൊക്കെയാ സുഹൃത്തുക്കളെ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ് ലോകത്താദ്യം പടച്ചത് എന്നായി ഖൗമിന്റെ വിശ്വാസം. സമസ്തന്റെ പുസ്തകത്തിൽ താരീഖുർ റസൂൽ എന്ന പുസ്തകത്തിൽ 10,000 മദ്രസകളിൽ പഠിപ്പിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം. താരീഖുർ റസൂൽ 3-ാം ക്ലാസ്സിൽ നബിന്റെ പ്രകാശ ലോകത്താദ്യമായി പഠിച്ചത്. സഹിയായ ഹദീസ് കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞിറങ്ങിന്ന് പറയും. മുസന്നഫ് അബ്ദുർ റസാഖിലുണ്ട്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് മുസന്നഫ് അബ്ദുർ റസാഖ് പ്രസിദ്ധീകരിക്കപ്പെട്ടു. നോക്കുമ്പോ അതിലെ കാണില്ല, കുടുങ്ങിയില്ലേ? അപ്പൊ പിന്നെന്തായി നരികള്? മുസന്നഫ് അബ്ദുർ റസാഖിലുണ്ട് എന്ന് മവാഹിബുൽ ദുനിയയിൽ ഖസ്തല്ലാനി പറഞ്ഞിട്ടുണ്ട്. ഖസ്തല്ലാനി കളവ് അറിയില്ല. ഖസ്തല്ലാനി കണ്ട മുസന്നഫ് കൊണ്ടുവന്നാൽ ഞാൻ തൊട്ടു കാണിക്കാം പേരോട്. ഖസ്തല്ലാനി കണ്ട മുസന്നഫ് നമ്മൾ കൊണ്ടേ കൊടുക്കണമല്ലോ. നമ്മളേറ്റാ പറഞ്ഞു മുസന്നഫിലുണ്ട്? നിങ്ങൾ പറഞ്ഞ നോണല്ലേ? ഖസ്തല്ലാനി നിങ്ങളെ പോലത്തെ ഒരു ഖുറാബി എന്നല്ലാതെ. എന്നിട്ടോ ഇപ്പൊ എന്താ കാട്ടിയ നിലങ്ങള്? മുസന്നഫിന്റെ പോയ പേജുകൾ കിട്ടിയിരിക്കുന്നു. എവിടുന്നാ കിട്ടിയത്? മക്കത്തൊന്നും മദീനത്തൊന്നുമല്ല, ഗുജറാത്തുനിന്ന്. ഒരു ഖാദിരിയ തരീഖത്തിന്റെ അടുത്ത് കിട്ടി. എന്നിട്ട് കുതിർത്തത് കുഴിച്ചെടുക്കുന്ന സാധനേറ്റ. എന്നിട്ട് അതുകൊണ്ട് അബുദാബിക്ക് അങ്ങ് പറഞ്ഞു മുടി കൊണ്ടെന്ന സ്ഥലം. മറ്റയാള് മുടി കൊണ്ടെന്ന ആകെ ആപ്പിലായല്ലപ്പോ. അവിടുന്ന് തന്നെയാണ് ഈ സാധനം ഇറക്കിയത്. പുതിയ ഹദീസ് കണ്ടുകിട്ടി എന്ന് പറഞ്ഞിട്ട് അതിലുണ്ട് റസൂലുള്ളാഹിന്റെ പ്രകാശാണ് ആദ്യം പഠിച്ചെന്നുള്ള ഹദീസ്. എങ്ങനെയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കണം ഈ ഖുറാഫാത്ത് സ്ഥാപിക്കാൻ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശാണ് ആദ്യം പഠിച്ചെന്നത് തെറ്റായ അഖീദയാണ്. നബിയെ ആരാധിക്കാൻ വേണ്ടി നബിയെ അള്ളാന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ്. ദൈവപുത്രൻ എന്ന് പറയേണ്ടെന്നേ ഉള്ളൂ. അതല്ലാത്തതൊക്കെ പറഞ്ഞില്ലേ? വഇന്ന മിൻ ജൂദിക ദുനിയാ വലറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ഈ ദുനിയാവും അതിന്റെ സഹകളത്രമായ ആകാശവും നബിയെ നിങ്ങൾ ഔദാര്യത്തിൽപ്പെട്ടതാണ്. ആകാശം ഭൂമിയൊക്കെ ഇപ്പൊ അള്ളാന്റെ റസൂല് പഠിച്ചതാ. പിന്നെ നബിയുടെ ഇൽമ എന്ന് പറഞ്ഞാൽ ആ ഇൽമെന്ന് അല്പം എടുത്തതാണ് ലൗഹുൽ മഹ്ഫൂദിലെ വിജ്ഞാനവും കലമിന്റെ വിജ്ഞാനവും. അപ്പൊ ആർക്കാ ഏറ്റവും കൂടുതൽ ഇൽമ? ലൗഹുൽ മഹ്ഫൂദ് എന്ന അള്ളാന്റെ വിജ്ഞാന ഫലകമാണ്. നടന്നതും നടന്നാനിരിക്കുന്നതുമായ മുഴുവൻ കലമിനെ ശ്രദ്ധിച്ചിട്ട് എഴുത്ത് യന്ത്രത്തെ ശ്രദ്ധിച്ചിട്ട് അള്ള പറഞ്ഞു ഒത്തും എഴുതിക്കോ. എന്താ എഴുതേണ്ടത്? നടന്നതും നടക്കാൻ പോകുന്നതും ഒക്കെ എഴുതിക്കോ. അത് എഴുതി വെക്കപ്പെട്ട സ്ഥലമാണ് ഏത്? ലൗഹുൽ മഹ്ഫൂദ്. അതിനുള്ള വിജ്ഞാനം നബിന്റെ വിജ്ഞാനത്തിന് അല്പം മാത്രമാണ്. നബിന്റെ ഒരുപാട് വിജ്ഞാനം, അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ലൗഹുൽ മഹ്ഫൂദ്. അപ്പൊ അള്ളാനേക്കാളും അപ്പുറത്തായില്ലേ? ദൈവപുത്രൻ എന്ന് പറയണ്ട, ദൈവം തന്നെ ആയിപ്പോ. ഇപ്പൊ നസാറാക്കൾക്ക് പറ്റിയതിനേക്കാളും വലിയ അബദ്ധത്തിലല്ലേ സുഹൃത്തുക്കളെ നമ്മൾ പറ്റിയിട്ടുള്ളത്? പിന്നെ റസൂലുള്ളാഹ് ജനിച്ചപ്പോണ്ടായ അത്ഭുതങ്ങൾ ഇനിയിപ്പതാ ബയലിൽ തുടങ്ങാൻ പോവുകയാണ്. സാവതടാചലം വറ്റി നശിച്ചു സല്ലല്ലാഹു അലാ മുഹമ്മദ്. പേർഷ്യൻ തീക്കുണ്ടങ്ങൾ പൊലിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിംബം തലകുത്തി വീണു, പേർഷ്യയിലെ തീക്കുണ്ടം പൊലിഞ്ഞു, മറ്റോർത്ത് കിസ്ര കൈസറ കോട്ട പറച്ചു. എന്തെല്ലാം കളിതൊന്ന് സഹിഹായി വന്നിട്ടുള്ള സംഭവങ്ങളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉള്ള ചരിത്രം തന്നെ ശരിക്കും ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടത്. അതിന് പകരം ഈ കള്ളക്കഥകളാണ് ജനങ്ങളെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നതാരിയോ? റസൂലുള്ള റബ്ബാണെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കണില്ലല്ലോ, റസൂലുള്ള സമതാണെന്നൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ, എന്നാലല്ലേ കുഴപ്പമുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അബൂജഹൽ വിശ്വസിച്ചീനോ ലാത്തനെ പറ്റിയും ഉസ്സനെ പറ്റി ഇബ്രാഹിം നബിനെ പറ്റിയൊക്കെ സമതാണെന്ന്? ഇല്ല, അള്ളാണ് സമത് എന്ന് അവർ വിശ്വസിച്ചത്. ഞങ്ങൾ മണ്ണാർക്കാട് സംവാദത്തിൽ ചോദിച്ച ഒറ്റ ചോദ്യ, സമതിയത്ത് എന്ന പുതിയ ആയുധവും കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള 2 സഖാഫിമാരോട് ഞങ്ങളൊരൊറ്റ ചോദ്യ ചോദിച്ചത്. സമതിയത്ത് കൽപ്പിച്ചാലേ ശിർക്കാവുള്ളൂ എന്നല്ലേ നിങ്ങൾ പറയണത്? എങ്കിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിലുള്ള മക്കത്തെ മുശ്രിക്കുകൾ അവരുടെ ആരാധ്യന്മാർക്ക് സമതിയത്ത് കൽപ്പിച്ചിരുന്നുവെന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഉരുണ്ട് മറിഞ്ഞ് വേർത്ത് കുളിച്ചതല്ലാതെ തെളിയിക്കാൻ പറ്റില്ല.
എന്താ കാരണം? അവരങ്ങനെ സമദിയത്ത് കൽപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് സമദ് അള്ളാഹുവാണ് എന്നാണ് അവരുടെ വിശ്വാസം. ഖുർആനിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു അഹദാണ്, അല്ലാഹു അസ്സമദ്. എന്തിനാ അഹദിന് അലിഫിലാമില്ലാതെ സമദിന് അലിഫിലാം കൊടുത്തത്? അതുവരെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ലിതഅരീഫിഹി, അതിനെ മഅരിഫയാക്കാൻ കാരണം ലിഇൽമിഹിം ബിസമദിയതിഹിം, അല്ലാഹുവിന്റെ സമദിയത്ത് അവർക്ക് അറിയാമായിരുന്നു, അവരംഗീകരിച്ചിരുന്നു. എന്നല്ല, പടപ്പുകളിൽ ഭൂരിപക്ഷത്തിനും അള്ളാഹുവാണ് സമദ് എന്നറിയാം. സ്വയം പര്യാപ്തൻ, ആരുടെയും ആശ്രയമില്ലാത്തവൻ, ആ എല്ലാവരും സഹായം തേടി ചെല്ലുന്നവൻ, അത് അള്ളാഹുവാണ്. അത് അറബികൾക്ക് വരെ അറിയാമായിരുന്നു. അപ്പൊ അവരും ലാത്തയോ ഉസ്സയോ ഇബ്രാഹിം നബിയോ സമദാണെന്ന് വിശ്വസിച്ചിട്ടില്ല. എന്നിട്ടും അവർ പ്രാർത്ഥിച്ചതിനെ ഇസ്ലാം ശിർക്കാണെന്ന് പഠിപ്പിച്ചു. അപ്പൊ സമദിയത്ത് കൽപ്പിക്കണമെന്നില്ല, റബ്ബാണെന്ന് വിശ്വസിക്കണമെന്നില്ല. റസൂലുള്ള റബ്ബാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നോട് രക്ഷപ്പെടുവോ? മൊയ്യത്തീൻ ഷെയ്ഖോ ബദരീങ്ങളോ ഒന്നും റബ്ബാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വേണ്ട, റബ്ബാണെന്ന് വിശ്വസിക്കണമെന്നില്ല. റബ്ബ് അള്ളാഹുവാണെന്ന് തന്നെ മക്കത്തുള്ളവരും വിശ്വസിച്ചത്. അറിയോ? റസൂലിനോട് അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യം ചോദിക്കില്ലേ? അള്ളാഹിന്റെ സിഫത്തുകൾ തന്നെ വകവെച്ചു കൊടുത്തിട്ടില്ലേ? യാ ഹബീബി യാ മുഹമ്മദ് യാ അറൂസൽ ഖാഫഖൈനി, ഹബീബായ നബിയേ മുഹമ്മദേ, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും മണവാളനായവനെ എന്നൊക്കെ വിളിച്ചിട്ട് പിന്നെ പറഞ്ഞെന്താ? അന്ത ഗഫാറുൽ ഖതായ, നിങ്ങളാണ് പാപങ്ങളെ പുറത്തു തരുന്ന ഗഫാർ. വദ്ദുനൂബിൽ മൂബിഖാത്തി, നാശകരങ്ങളായ കുറ്റങ്ങളെ ക്ഷമിച്ചു തരുന്നവർ നബിയെ നിങ്ങളാണ്. സുബ്ഹാന മൗലിദ്. ഇതിലും വലിയ ശിർക്ക് എവിടെ ഉള്ളത്? ഇത് ശിർക്കല്ലെങ്കിൽ പിന്നെ ലോകത്തെവിടെ ശിർക്കുള്ളത്? ഫജുദി യാ റസൂലല്ലാഹി മിൻകാ ബിറഹ്മത്തിൻ ലിഅബ്ദിൻ നസീരിൻ ബിദ്ദുനൂബി മുസർബലു. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഔദാര്യം കാണിക്കണം. പാപങ്ങൾ കൊണ്ട് ബന്ധിതനായ അടിമയോട് നിങ്ങൾ നിങ്ങളുടെ റഹ്മത്ത് കൊണ്ട് ഔദാര്യം കാണിക്കണം. ആരോടാ? പാപം പൊറുക്കാൻ വേണ്ടി ആരോടാ പറയുന്നത്? റസൂലുള്ളാഹിനോടാ. യാ സയ്യിദ സാദാത്തി ജീതുക ഖാസിദാ, ഏ നേതാക്കളുടെ നേതാവായ നബിയെ, നിങ്ങളെ ഉദ്ദേശിച്ചാണ് ഞാൻ വന്നിട്ടുള്ളത്. ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ, എനിക്ക് വന്നുപെട്ടിട്ടുള്ള പ്രയാസങ്ങളെല്ലാം നബിയെ നിങ്ങൾക്കറിയാമല്ലോ. വല്ലുൽമി വല്ലഅഫി ശദീദി, എനിക്ക് വന്നുപെട്ടുള്ള മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഫസ്അദി, എന്നെ സഹായിക്കണേ. അപ്പൊ അർഹതയുള്ളവനെ ആരാധിക്കുക എന്ന വിഷയം വെച്ചതിനാ അള്ളാഹുവിന്റെ റസൂലിനെ ഇലാഹാക്കി. അള്ളാഹുവിന്റെ റസൂലിന് ഇലാഹായ അള്ളാഹ് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. അള്ളാഹിന്റെ റസൂലിന് കൈപറിയുമെന്ന് വിശ്വസിച്ചു. അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നത് പോലെ അള്ളയാണ് സത്യം, അള്ളാഹിന്റെ റസൂലാണ് സത്യം എന്ന് പറയാൻ തുടങ്ങി. കണ്ടിട്ട് നിങ്ങൾ കാറിലൊക്കെ കയറിയ ഒരു സാധനം തൂക്കണം, ഇപ്പുറത്ത് അള്ളാഹ്, അപ്പുറത്ത് മുഹമ്മദ്, അള്ളാഹ് മുഹമ്മദ്, അള്ളാഹ് മുഹമ്മദ്, തുല്യ വലുപ്പത്തിൽ തുല്യ പ്രാധാന്യത്തിൽ. പള്ളിന്റെ ഗേറ്റുമേ വലത്തെ ഗേറ്റുമേ അള്ളാഹ് ചെറുതാക്കിയിട്ട് ജല്ല ജലാലും, ഇപ്പുറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുതാക്കി. കണ്ട അള്ളാഹ് മുഹമ്മദ്, അള്ളാഹ് മുഹമ്മദ്. എവിടുന്ന് കിട്ടിയത് അള്ളാഹ് മുഹമ്മദ്? മക്കത്തെയും മദീനത്തെയും പള്ളിയിൽ ഒത്തുമ കാണുക ഒക്കെ അള്ളാഹ് അള്ളാഹ്ന്നേ ഉണ്ടാവുള്ളൂ. അള്ളാഹു അക്ബറും ഉണ്ടാവും, മുഹമ്മദ് കാണൂല. അത് സൗദ് ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടാക്കിയ മാറ്റ. തുർക്കികൾ വലത് എഴുതി വെച്ച ചിലതൊക്കെ പിള്ളേർ തൂങ്ങി കിടക്കേണ്ട മദീനത്തെ പള്ളിയിൽ. അപ്പൊ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചത് എന്താ? അള്ളാഹിനോട് നിങ്ങൾ പൊറുക്കല്ല ചോദിക്കോളി. യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കോളി. വസ്തഗ്ഫിറു, അവനോട് പൊറുക്കല്ല തേടിക്കോളി. ഫഇന്നി അതൂബു ഫിൽ യൗമി അസ്മറ, ഞാൻ തന്നെ ഒരു ദിവസം 100ഓളം തവണ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശിർക്കും കുഫറും മൗലിദ് കിതാബുകളിലുണ്ട്, കള്ളക്കഥകൾ എമ്പാടുമുണ്ട്, അതിൽ ചരിത്രമില്ല. അത് വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം. ഇന്റർനാഷണൽ മൗലിദ് അതുകൊണ്ടിപ്പോ എന്താ? അവിടേക്ക് ഇബ്ലീസ് ഇല്ലേ? ഇബ്ലീസ് കേരളത്തിൽ മാത്ര, ഈജിപ്തിലുണ്ട്, സൗദിയിലുണ്ട്, ടുണീഷ്യയിലുണ്ട്, അമേരിക്കയിലുണ്ട്. അവിടുന്നൊക്കെ ഓരോരോ ഖുറാഫിനെ വിളിച്ചാൽ ഇന്റർനാഷണലായി. എളുപ്പല്ലേ? ഇന്റർനാഷണൽ ഖുർആൻ സമ്മേളനം, അവിടെയും ഖുർആൻ പഠിച്ചാളുടെ, ഇവിടെയും ഖുർആൻ പഠിച്ചാളുടെ, ബാംഗ്ലൂരിൽ നിന്ന് എത്തണി, ഗുജറാത്തിൽ നിന്ന് എത്തണി, ബോംബെയിൽ നിന്ന് എത്തണി, ഇന്റർനാഷണൽ ആയില്ലേ? ഏതോ ഇന്റർനാഷണൽ ആകുമ്പോഴത്തെ സത്യമാവോ? ഇന്റർനാഷണൽ ഖുറാഫാത്ത് വേറെന്താ? അപ്പൊ അതുകൊണ്ട് ഇന്റർനാഷണൽ ഒന്നും പറഞ്ഞിട്ട് ആളുകളെങ്ങൾ ഞെട്ടിക്കാൻ നിൽക്കേണ്ടതില്ല. എന്നിട്ടിപ്പോ നമ്മളെ സുഹൃത്തുക്കൾ ഇപ്പൊ എന്താ പറയുന്ന കാര്യങ്ങള് പറഞ്ഞിട്ട് 100 കൊല്ലം ഞങ്ങൾ തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ചു. എന്നിട്ടോ 100 കൊല്ലം കഴിഞ്ഞപ്പോ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ഒരു കൂട്ടർ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നല്ല വിശേഷല്ലേ? ആളുകളോട് പറഞ്ഞു കൊടുക്കണ്ടേ? അത്
ഞങ്ങളെ തൗഹീദിന്റെ കുണം കേൾക്കണമെങ്കിൽ 100 കൊല്ലം തൗഹീദ് പറഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ ഒരു കൂട്ടര് തന്നെ സാധാരണക്കാരല്ല, തൗഹീദിന് വേണ്ടി വാദപ്രതിവാദം നടത്തിയ ആളുകൾ ജിന്നെ കാക്കണേ എന്ന് പറയാൻ തുടങ്ങി. ഒരുത്തം ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചതാണ്, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അങ്ങനെ ഇബ്രാഹിം നബി പറഞ്ഞു, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എനിക്ക് വഴി കാണിക്കാൻ. ഇപ്പൊ പറയുന്നത് എന്താ അറിയോ? ഇന്ന മഅയ ജിന്നീ സയഹ്ദീൻ, എന്റെ കൂടെ ജിന്നുണ്ട് വഴി കാണിക്കാൻ. ഓന ഇടവണ്ണെന്ന് തൗബ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? തൗബയിലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. കുറെ കാലം ശിർക്ക് ചെയ്തിട്ട് പിന്നെ തൗഹീദിക്ക് തൗബ ചെയ്ത് വരിക. ഞങ്ങൾ ഇപ്പോഴും ആ തൗഹീദ് തന്നെയാണുള്ളത്. മനസ്സിലായില്ലേ? ഞാൻ സൂചന മാത്രം നൽകിയതാ. എന്ത് കിട്ടി സുഹൃത്തെ? 1 നൂറ്റാണ്ട് തൗഹീദ് പ്രബോധനം ചെയ്ത നമ്മള് പൊതുസമൂഹത്തോട് വിളിച്ചു പറയാണ്, ഞങ്ങളെ തൗഹീദിന്റെ പോരിശ കേൾക്കണോ? 1 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ജിന്നിനെ വിളിക്കണ ആളുണ്ടായി. പോരിശയാക്കപ്പെട്ട തൗഹീദാണ്. ആളിങ്ങനെ ഒഴുകി വരൂലെങ്കിൽ ഇതെന്ത് പോഴത്തമാണ് ഈ പറഞ്ഞത്? ആർക്കാണ് ഇതുകൊണ്ട് നേട്ടമുണ്ടായത്? ആരാ ഇതുകൊണ്ട് സന്തോഷിച്ചത്? ചിന്തിച്ചോ നേതാക്കന്മാര്? സംഘടനാ പൊളിറ്റിക്സിന് വേണ്ടിയല്ലേ അത് ചെയ്തത്? ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാൻ നേരമില്ലാത്തതുകൊണ്ട് സൂചന മാത്രം നൽകാം. ഈ ഒരാഴ്ചപ്പൻ ഓതിയതുകൊണ്ട് എനിക്കത് ഓർമ്മ വന്നതാണ്. ഒരാൾ എഴുതി കൊടുത്തത്രേ, ആണുങ്ങൾ എഴുതി തന്നാൽ സ്വീകരിക്കൂല, ആണുങ്ങൾ നേർക്ക് നേരെ ചോദിക്കണം, പെണ്ണുങ്ങൾക്ക് മാത്രമേ എഴുതി തരാൻ പറ്റുള്ളൂ. എന്നാ കദീസ എന്താ എഴുതി തരാം എന്നാ പറയോ? എവിടുക്കാതൊക്കെ പോണത്? എന്നിട്ട് ഇതിന് ഹലേലിയ പാടാൻ കുറച്ച് മനുഷ്യന്മാരും. നല്ലോണം ചിന്തിച്ചോളി. ഒരു നേതാവ് ഉണ്ടാവില്ല പരലോകത്ത്, ഒരു സംഘടനാ നേതാവ് ഉണ്ടാവില്ല നമ്മളെ രക്ഷപ്പെടുത്താം. നമ്മളെ വിശ്വാസം നമ്മളെ ആമലെ നമുക്ക് പരലോകത്തുണ്ടാവുള്ളൂ. അത് ഉറപ്പിച്ചോളിങ്ങൾ. ഒരു മദ്ഹബിന്റെ ഇമാമോ ഒരു തരീഖത്തിന്റെ ശൈഖോ രക്ഷിക്കൂലെന്ന് നമ്മൾ പറയലില്ലേ? അതിന്റെ ഒപ്പം ബരികളിൽ കൂട്ടിക്കാളി. സംഘടനാ നേതാവോ ഉണ്ടാവില്ല. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂല. നരകത്തിൽ അവരുടെ മുഖങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടപ്പെടുമ്പോൾ അവർ പറയും, പടച്ചവനെ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ച് ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ അല്ലാഹുവിനെ അവന്റെ റസൂലിനെ അനുസരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നേനെ. റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാനാ ഫഅളൂന സബീലാ. ഞങ്ങൾ ഞങ്ങളെ നേതാക്കന്മാരെയും വലിയവന്മാരെന്ന് പറയുന്നവരെയും അനുസരിച്ചു പോയി, അവർ ഞങ്ങളെ വഴിപഴപ്പിച്ചല്ലോ. റബ്ബനാ ആതിഹിം ദിഅഫൈനി മിനൽ അദാബി. പടച്ചവനെ, അവർക്ക് 2 ഇരട്ടി ശിക്ഷ കൊടുക്കണേ. വൽഅൻഹും ലഅനം കബീറാ, അവരതിയായി ശപിക്കണേ എന്ന് അനുയായികൾ നേതാക്കന്മാരെ ചൂണ്ടിപ്പറയും. അല്ലാഹു പറയുന്ന എല്ലാവർക്കും ഇരട്ടി, അനക്ക് ബുദ്ധിയില്ലായിരുന്നോ? നേതാക്കന്മാരെ മൂട്ടുകെട്ടാൻ നടക്കേണ്ടിയിരുന്നോ? അനക്കുള്ള ബുദ്ധി വന്നിട്ടില്ലായിരുന്നോ എന്നാ ചോദിക്കുന്നത്. അതുകൊണ്ട് ദീന് നമ്മൾ ആരെയും മൂട്ടുകെട്ടാൻ നിൽക്കണ്ട. നേതാക്കന്മാർ അനുയായികളെ വഞ്ചിക്കുമെന്ന് ഖുർആൻ പറയാണ്. ഇത് മദ്ഹബിനും തരീഖത്തിനെതിരിൽ ഓതന അതേ ആയത്തന്നെ മതി. ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ. പിൻപറ്റപ്പെട്ട അനുയായികളിൽ നിന്നും പിൻപറ്റിയ നേതാക്കന്മാർ ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം. എന്താ? 2 കൂട്ടർ ശിക്ഷ മുമ്പിൽ കാണുകയാണ്. അപ്പൊ പറയാണ്, ഞങ്ങള് ഇനി ഞങ്ങൾക്ക് ഒന്നുകൂടി മടക്കിക്കൊണ്ടറപ്പേ, ദുനിയാവിലേക്ക് ഒന്നുകൂടി മടക്കിക്കൊണ്ടാ. എന്നാൽ ഇനി മടക്കി തരുമോ? മടക്കലില്ല. അതുകൊണ്ട് ഒരു നേതാവ് നമ്മളെ രക്ഷിക്കാണ്ടാവില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചോളൂ. നമ്മൾ ശരിയായ തൗഹീദ് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. തൗഹീദിൽ നമുക്ക് എന്ത് കാര്യങ്ങളാണ് പഠിപ്പിക്കാൻ കുറവുണ്ടായിരുന്നത് അത് നമ്മൾ കൂടുതൽ ആവേശത്തോടെ പഠിപ്പിക്കുക. ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് എത്ര മുജാഹിദീങ്ങൾ വായിച്ചിട്ടുണ്ട്? ഒരു രാജ്യം മുഴുവൻ ശിർക്കിൽ മുങ്ങിക്കുളിച്ചെന്ന കാലത്ത് ഇന്ത്യയുടെ 3/4 ഭാഗം വലുപ്പമുള്ള സൗദി അറേബ്യ ഇന്ന് തൗഹീദിലെത്താൻ കാരണമായത് ആരാ? ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബാണ്. അവരേറ്റ് നിങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പത്രസമ്മേളനത്തിലേ എവിടേക്കാ നിങ്ങൾ പോണത്? മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആളുകളാണല്ലോ ഇപ്പൊ ISIS ആളുകൾ എന്ന് പറയണത്. ഞങ്ങൾക്ക് അവർക്ക് വന്നല്ല, ISIS വന്നല്ല എന്ന് പറഞ്ഞാൽ മതി. മുഹമ്മദ് അബ്ദുൽ വഹാബിക്ക് വന്നല്ല എന്ന് പറയണ്ട. നിങ്ങൾ ഇറക്കിയ ബുക്ക് കുഞ്ഞുമുതറപ്പൊലി ബുക്കിൽ നമ്മൾ KNM ഇറക്കിയത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ചേർത്ത് കുട്ടശ്ശേരി എഴുതിയിട്ടില്ലേ? അപ്പൊ എന്താ പറയുന്നതെന്ന് കൂടില്ല. അത് പിടുത്തം വിട്ടുപോയാൽ പിന്നെ അങ്ങനെയാണല്ലോ. പിടുത്തം വിട്ടാ പിന്നെ എവിടെ പോയി ബുഗാന്ന് പറയാൻ കഴിയില്ല. പത്രസമ്മേളനം നിർത്തിവെച്ച് ഓടേണ്ടി വന്നു. ഓടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞങ്ങളിതൊന്നും ഇനിയിപ്പോ പറയാൻ നിൽക്കലില്ല. പക്ഷെ നമ്മൾ പഠിക്കണം. നമ്മൾ കിതാബ് തൗഹീദ് പഠിക്കണം. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദിന് 10-16 ഷറഹുകളുണ്ട്.
ഏതെങ്കിലും ഒരാളെടുത്ത് വെച്ചിട്ട് നമ്മളതൊന്ന് പഠിക്കണം. അപ്പോഴേ തൗഹീദ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ ഇപ്പൊ നമ്മള് കശ്ഫ് ശുബ്ഹാത്ത് എന്ന മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സംശയ നിവാരണം എന്ന പുസ്തകം, തൗഹീദുമായി ബന്ധപ്പെട്ട ഖുറാഫികൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടി എല്ലാ ബുധനാഴ്ചയും മഗ്‌രിബിന് ശേഷം കോട്ടക്കൽ ബി സ്കൂളിൽ വെച്ച് ഒരു ദർസ് നടക്കുന്നത്. അവിടെ ഒപ്പം പഠിപ്പിക്കുന്ന കിതാബ് കശ്ഫ് ശുബ്ഹാത്ത. നിങ്ങൾ ഇവിടെ ഈ സീഡികൾ നോക്കിയാൽ കാണാം, എത്രയോ കിതാബുകൾ നമ്മൾ ദർസ് നടത്തി കഴിഞ്ഞു. ആരെയും ബോധിപ്പിക്കാനല്ല, ചിലപ്പോൾ കുറച്ചേ ആളുണ്ടാവുള്ളൂ. 5 ആളാണെങ്കിൽ 5 ആള്, 10 ആളാണെങ്കിൽ 10 ആള്. ഉള്ളത് സത്യം ജനങ്ങളെ പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുക. യഥാർത്ഥ തൗഹീദും യഥാർത്ഥ സുന്നത്തും പഠിക്കുക. ഇതെന്താണെന്നറിയോ? ശിർക്കും ബിദ്അത്തും ഒഴിവാക്കിയാൽ മതി. എന്നിട്ട് അതിങ്ങനെ പറഞ്ഞെടുക്കുക. അതന്നെ എക്കാലത്തും. അത് മാത്രം മതിയോ? ശിർക്കും ബിദ്അത്തും തിരിച്ചറിഞ്ഞ് നമ്മളെ കൂടെ വന്ന ആളുകളെ തൗഹീദും സുന്നത്തും അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിപ്പിക്കണം. ലോകത്തുടനീളം സലഫി ഉലമാക്കൾ എങ്ങനെയാണോ ദീനിനെ ദഅവത്ത് നടത്തുന്നത്, ആ രീതിയിൽ ജനങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കണം. ആ തർബിയ നമുക്ക് കിട്ടിയിട്ടില്ല. അത് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംഘടനാലേപലും ഇല്ലാതെ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന പ്രവർത്തന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ജനങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ചിന്തിക്കണം സുഹൃത്തുക്കളെ, പഠിക്കണം, മനസ്സിലാക്കണം. ആരുടെയും മൂട്ട് കെട്ടാൻ നിൽക്കേണ്ട ദീന് നമ്മൾ പഠിക്കുക, നമ്മൾ ഉൾക്കൊള്ളുക. അത് നമ്മൾ ജീവിതത്തിൽ പകർത്തി ശരിയായ അഖീദയും ശരിയായ അമലും ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷ കിട്ടും. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെയും ഉത്തരം ചെയ്യാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴിപിഴച്ചവൻ മറ്റാരുണ്ട്? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അവർ ഇവരുടെ ദുആനെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. വൈദാ ഹുശ്റൻ നാസു. നാളെ ജനങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ കാനൂ ലഹും അഅദാഅ. പ്രാർത്ഥിക്കപ്പെട്ടവരും പ്രാർത്ഥിച്ചവരും തമ്മിൽ പരസ്പരം ശത്രുക്കളാകും. വകാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ. അവർക്ക് ചെയ്ത ഇബാദത്തിനെ അവർ നിഷേധിക്കും. വൈദ്യശേഖ് പറയും, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ബദറിൽ പങ്കെടുത്ത സഹാബികൾ പറയും, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ബദരീകളെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അവരെല്ലാം കൈയൊഴിയും. അവസാനം എന്താ ഉണ്ടാകുക? ഇവൻ നരകത്ത് പോകേണ്ടി വരും. തൗഹീദില്ലാത്ത ഒരാൾക്കും സുഹൃത്തുക്കളെ സ്വർഗത്തിലെത്താൻ കഴിയൂല. മനസ്സിലാക്കിക്കോളി. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനോട് മാത്രം പ്രാർത്ഥിച്ച് അവസാന ശ്വാസവും തൗഹീദിൽ ലയിച്ചുകൊണ്ട് മരിച്ചു പോകണം. അപ്പോഴേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. നമ്മളും നമ്മുടെ കുടുംബവും തൗഹീദ് ശരിക്കും ഉൾക്കൊള്ളുകയും ശിർക്കിനെ തിരിച്ചറിയുകയും ശിർക്കിനെതിരായ പ്രബോധനം അത് നമ്മുടെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയും വേണം. അതിനുള്ളൊരു ചെറിയ പ്രേരണ മാത്രമാണ് ഈ ക്ലാസ്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമയത്തും സന്ദർഭത്തിലും നമുക്കിവിടെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകി ഇതുപോലെ നാളെ പരലോകത്തിലും അല്ലാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ പറഞ്ഞതും കേട്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹായ അമലായി രേഖപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ റസൂലിൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുഹൃത്തുക്കളെ, നമ്മുടെ അൽ-ഇസ്ലാഹ് മാസിക ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോഴും അത് സ്വതന്ത്രമായി സലഫി ആദർശ പ്രബോധന രംഗത്ത് ശക്തിയായി തന്നെ നിലകൊള്ളുന്നുണ്ട്. സലഫി ഉലമാക്കളുടെ ഗ്രന്ഥങ്ങളുടെ തർജ്ജമയാണ് അതിൽ പ്രധാനമായിട്ടും ഉള്ളത്. അവിടെ നിങ്ങൾ അത് വാങ്ങുകയും വരി ചേരുകയും വേണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സദസ്സ് പിരിയുമ്പോഴുള്ള ദിക്ർ ഓർമ്മയുണ്ടാവണം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.